അനാട്ടമി പോർഷൻ ആണ് കാണാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ LPFത്തിന്റെ കുറച്ച് പോർഷൻസ് കണ്ടു. ഇന്ന് അനാട്ടമിയിലെ കുറച്ച് പോർഷനും നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫിസിയോളജിയിലെ കുറച്ച് പോർഷൻസ് ആയിരിക്കും കാണാൻ പോകുന്നത്. ഇവിടുത്തെ 5 മാർക്കാണ് നിങ്ങളുടെ സിലബസിൽ എക്സ്പെക്ട് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻസ്. നമുക്ക് അനാട്ടമി എന്ന് പറയുമ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ട, പക്ഷെ ചില വൺ വേർഡ് നല്ല കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കണം. അതിൽ ഫസ്റ്റ് നിങ്ങൾക്കുള്ളതാണ് ലിവർ. ലിവറിനെ പറ്റി പറയുമ്പോൾ എന്താ, ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്. നമ്മുടെ ഏത് ബോഡിയിലെ, അതായത് ഹ്യൂമൻസിലോ അനിമൽസിലോ എടുത്തു കഴിഞ്ഞാൽ ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്ലാൻഡ് ആണ് ലിവർ. ലിവർ എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ വൈറ്റമിൻ കെയുടെ സിന്തസിസിന് വേണ്ടിയും ഡ്രഗ്സ് ഒക്കെ എടുക്കുമ്പോൾ ഡ്രഗ്സിന്റെ ഡീടോക്സിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ലിവറിലാണ്. ഇപ്പൊ ബോഡിയിൽ ഏതെങ്കിലും ഒരു ടോക്സിക് മെറ്റബോളൈറ്റ്സ് വരികയോ അല്ലെങ്കിൽ നമ്മൾ ബൈലിന്റെ ആഹാരത്തിന്റെ അകത്തുള്ള ഫാറ്റിനെ വിഘടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ബൈല് വരുന്നതും സെക്രീറ്റ് ചെയ്യുന്നതും ലിവറിൽ നിന്നാണ്. അതുപോലെ തന്നെ എന്താ, മേജർ ഒരു എക്സോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻസ്. ഒരു എക്സോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബൈലിന്റെ സെക്രീഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വളരെയധികം മെറ്റബോളിക് ഒരു ഓർഗൻ ആണ്. മെറ്റബോളിക് ഓർഗൻ എന്ന് പറയാൻ കാരണം ഡീടോക്സിഫൈ ചെയ്യാനും വൈറ്റമിൻ കെയുടെ സിന്തസിസിനും അതുപോലെ വൈറ്റമിൻ ഡിയുടെ സിന്തസിനും എല്ലാം ലിവർ ആവശ്യമാണ്. നമ്മൾ പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ലിവറിന്റെ ആയിട്ടുള്ള ഒരു ലിവർ മൊത്തത്തിലായിട്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂ ഷീറ്റ് കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞിരിപ്പുണ്ട്, ഒരു ആവരണം കൊണ്ട്. അതിനെ പറയുന്ന പേരാണ് ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, ഇത് അനാട്ടമി ആയതുകൊണ്ട് നമ്മൾ ഇതിന്റെ അനാട്ടമിക്കൽ ആയിട്ടുള്ള പെക്യുലാരിറ്റീസ് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിലൊന്നാണ് ഗ്ലിസൻ ക്യാപ്സ്യൂൾ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ്, ലിവർ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്, അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു മെറ്റബോളിക് ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ട്, മെനി ഫംഗ്ഷൻസ് ഉണ്ട്, ഡീടോക്സിഫിക്കേഷൻ ഉണ്ട്, അതായത് നമ്മുടെ ടോക്സിക് ആയിട്ടുള്ള മെറ്റബോളിക്സ് ഉണ്ടെങ്കിൽ അതിനെ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഒരു പാരസിറ്റമോൾ കഴിക്കുന്നു, ആ ഡ്രഗ് എലിമിനേറ്റ് ചെയ്യുന്നത് ഏത് വഴിയാണ്, വിഘടിപ്പിച്ച് അതിന്റെ മെറ്റബോളിസം നടക്കുന്ന ലിവറിൽ വെച്ചാണ്. വൈറ്റമിൻ കെയുടെ സിന്തസിസ്, വൈറ്റമിൻ ഡിയുടെ സിന്തസിസ്, ഇതിനെല്ലാം ലിവർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഒരു മേജർ എക്സോക്രൈൻ ഫംഗ്ഷനും ഉണ്ട്. എക്സോക്രൈൻ ഫംഗ്ഷൻ ഏതാണ്, ബൈൽ സെക്രീഷൻ. അതുപോലെ തന്നെ ഇതിന്റെ എൻഡയർ ഓർഗൻ ഗ്ലിസൻ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട്. അപ്പം ലിവറിനെ ആവരണം ചെയ്തിരിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ ലെയർ എന്ന് പറയുന്ന പേരാണ് ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ. അത് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ലിവറിന്റെ എവിടെയാണ് പൊസിഷൻ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലിവർ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലോട്ടാണ്. നമ്മുടെ ഹാർട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഹൃദയം ഇരിക്കുന്നത് എവിടെയാ, നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. അത് ആ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു റിവേഴ്സ് റൈറ്റ് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഏതിരിക്കുന്നത്, ലിവർ ഇരിക്കുന്നത്. അപ്പൊ ഹാർട്ട് ഈ പൊസിഷനിൽ, അതായത് ഒരു ലെഫ്റ്റ് പൊസിഷൻ ഇരിക്കുന്നതുകൊണ്ട് ലിവർ ഒരു റൈറ്റ് പൊസിഷനിലോട്ട് ഇരിക്കുന്നുണ്ട്. ഇതൊരു കാറ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അറ്റ് ദ ലെവൽ ഓഫ് 8th റിബ്. നമ്മൾ പശുവിന്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെയാണ്, മനുഷ്യന്മാരെ പോലെയല്ല. ഇങ്ങനെ നോക്കുമ്പോ 1 2 3 4 5 6 7 8. അപ്പൊ ഈ 8ാമത്തെ ഈ ഭാഗത്തായിട്ട് റൈറ്റ് ഭാഗത്തോട്ടായിരിക്കും എന്തിരിക്കുക, ലിവർ ഇരിക്കുക. അതിന് ഡാർക്ക് റെഡ് ബ്രൗൺ കളറാണ്. ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 4.5 to 5.5 kg ആണ്. ഇതെല്ലാം ഓക്സിന്റെ വാല്യൂസ് ആണ് കേട്ടോ, അതായത് നമ്മുടെ പശു. അത് അബ്ഡോമിനൽ ഫേസ്, അതായത് നമ്മുടെ ഡയഫ്രം. ഇത് നോക്കാം, നമുക്കറിയാം ഇതിന്റെ ഡയറക്ഷന്റെ ഷേപ്പ് നോക്കിയേ, ഒരു കർവ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ കർവ് എന്തിനാ എന്ന് വെച്ചാൽ ഈ ഒരു കർവ്ഡ് പോർഷൻ ഈ ഭാഗത്തായിട്ട് എന്തിരിപ്പുണ്ട്, നമ്മുടെ ഡയഫ്രം ഇരിപ്പുണ്ട്. ഡയഫ്രം എന്ന് പറയുന്നത് എന്താ, ഒരു മേജർ റെസ്പിറേറ്ററി മസിലാണ്. ഇന്റർകോസ്റ്റൽ, ലെഫ്റ്റ് ഇന്റർകോസ്റ്റൽ മസിലിന്റെ കൂടെ ഡയഫ്രം എന്ന് പറയുന്നത് ഒരു മേജർ ആയിട്ടുള്ള ഒരു റെസ്പിറേറ്ററി മസിലാണ്. അപ്പൊ അതറിയാലോ, ഈ റെസ്പിറേറ്ററി മസിലാണ്. ആ മസിലിന്റെ ആ പൊസിഷൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു കർവ്ഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് മേജർ ടേക്ക് അവേ എന്ന് വെച്ചാൽ ഇത് റൈറ്റ് സൈഡിലോട്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല ഇതിന് ഒരു ഓക്സിന്റെ കേസ് എടുക്കുമ്പോൾ അറ്റ് ദ ലെവൽ ഓഫ് 8th റിബിലാണ് കാണപ്പെടുന്നത്. ഡാർക്ക് റെഡ് ബ്രൗൺ കളർ ഉണ്ട്. ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 4.5 to 5.5 kg ആണ്. ഇതൊരു കർവ്ഡ് ആർച്ചും കൂടി ഉണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഡയഫ്രം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ച എന്താണ്, മേജർ മെറ്റബോളിക് ഓർഗൻ ആണ്, ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ കണക്റ്റീവ് ടിഷ്യൂ ലെയർ
എന്ന് പറയുന്നത് ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ എന്നാണ് പറയുന്നത്. ഇത് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ വൈറ്റമിൻ കെയും വൈറ്റമിൻ ഡിയുടെയും സിന്തസിസിന് ലിവർ അത്യാവശ്യമാണ്. പിന്നെ 8th റിബ് അപ് ടു ആണ് ഉള്ളത്. ഇതിന്റെ ഒരു ആവറേജ് വെയിറ്റ് 4.5 to 5.5 kg ആണ്. പിന്നെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ നോക്കുമ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞു ഓൾറെഡി ലിവർ എല്ലാം ഇത് കവർ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ലെയർ ആണ്. ഇതെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം പെരിട്ടോണിയ സിറസ് മെംബ്രെയിൻ എന്ന് പറയുന്നത്, അതായത് പെരിട്ടോണിയത്തിന്റെ ഒരു ലെയർ കൊണ്ടുകൂടി കവർ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഡീപ്പിലായിട്ട് അറിയേണ്ട ആവശ്യമില്ല, പക്ഷെ അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഈ ഓപ്ഷൻസിലൊക്കെ കാണുവാണെങ്കിൽ ഇപ്പോൾ ഇറ്റ് ഈസ് കവേർഡ് ബൈ പെരിട്ടോണിയൽ മെംബ്രെയിൻ ആൻഡ് ലിവർ ഈസ് കവേർഡ് ബൈ ഡാഷ് കണക്റ്റീവ് ഇസ് കാൾഡ് ഗ്ലിസൻസ് മെംബ്രെയിൻ. അപ്പൊ ഓപ്ഷനിൽ ഗ്ലിസൻസ് മെംബ്രെയിൻ ഉണ്ട്, പെരിട്ടോണിയൽ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ മീസൻട്രി ഉണ്ട്. അപ്പം 4-5 ഓപ്ഷൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓപ്ഷനിൽ വരാനുള്ള ചാൻസേ ഉള്ളൂ, അല്ലാതെ ക്വസ്റ്റ്യൻ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് വരാനുള്ള കാര്യമില്ല. നമ്മൾ ഈ ലിവറിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോൾ പിന്നെ വേറെ ഓരോന്ന് കാണാം. ഇതിന്റെ ഹിസ്റ്റോളജി നോക്കുവാണെങ്കിൽ, അതായത് ഹിസ്റ്റോളജി എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ അകത്തുള്ള ടിഷ്യൂ സെക്ഷൻ, അതായത് ലിവറിന്റെ ടിഷ്യൂ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറെ ഹെക്സഗണൽ ആയിട്ടുള്ള, അതായത് ഇതുപോലെ ഹെക്സഗണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒത്തിരി കാണാൻ പറ്റും ലിവറിൽ. അല്ലെങ്കിൽ ഒരു പോളിഗോണൽ യൂണിറ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹെപ്പാറ്റിക് ലോബ്യൂൾസ് എന്ന് പറയുന്നത്. ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ഗ്ലാൻഡ് ഡിവൈഡിംഗ് ന്യൂഹൗസിന് ഇതിന് പറയുന്നത് ഈ എന്താണ്? ഹെപ്പാറ്റിക് ലോബ്യൂൾസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കണക്റ്റീവ് ടിഷ്യൂ സെപ്റ്ററിനെ മൊത്തത്തിൽ നമ്മൾ എന്തെന്ന് പറയും? ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ. അതുപോലെ ഈ ഇന്റർലോബുലർ ഈ ഏരിയ ഉണ്ട്, ഇതിനെയാണ് ഇന്റർലോബുലർ ഏരിയ എന്ന് പറയുന്നത്. ഈ ഇന്റർലോബുലർ ഏരിയയിൽ കൂടിയാണ് ബ്ലഡ് വെസൽസും അതുപോലെ തന്നെ ബാക്കിയുള്ള ബൈൽ ഡക്റ്റുകളും എല്ലാം പോകുന്നത്. നമ്മളിപ്പോ ഒരു പോളിഗണൽ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലോബുൾ എന്ന് പറയും. ഈ ലോബുളിന്റെ ഇടയിലുള്ള ലോബുൾസിന്റെ ഇടയിലുള്ള സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർലോബുലാർ എന്ന് പറയുന്നത്. ഈ സ്ഥലത്തിൽ കൂടെയാണ് എന്തൊക്കെ പോകുന്നത്? ഡക്റ്റുകൾ പോകുന്നത്. അപ്പൊ നമ്മൾ ലിവർ എടുക്കുമ്പോൾ ഏറ്റവും മേജർ ആയിട്ടുള്ള ഡക്റ്റ് ഏതാ? ബൈൽ ഡക്റ്റ് ബൈലിനെ പോകാൻ വേണ്ടി, അതായത് ഇൻഡസ്റ്റൈനിലോട്ട് ഡ്യൂഡനത്തിലോട്ട് തുറക്കാൻ വേണ്ടിയുള്ള ഡക്റ്റ് ആവശ്യമുണ്ട്. അപ്പൊ ആ ഡക്റ്റ് പാസ് ചെയ്യുന്നതും അതുപോലെ ഇതിന്റെ അകത്തോട്ട് കുറെ ബ്ലഡ് സപ്ലൈ ആവശ്യമുണ്ട്. അപ്പൊ ബ്ലഡ് സപ്ലൈ എല്ലാം പാസ് ചെയ്യുന്ന ഈ ഇന്റർലോബുലാർ സ്പേസിൽ കൂടെയാണ്. അതറിഞ്ഞിരിക്കാം. എല്ലാത്തിനും ടുഗദർ ആയിട്ട് നമുക്ക് എന്തെന്ന് പറയാം? പോർട്ടൽ കനാൽസ് എന്നും പറയാം. പക്ഷെ നിങ്ങൾ ആ വേർഡ്സ് അറിഞ്ഞിരുന്നാൽ മതി. ഇത് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട. +2 ലെവൽ ആയതുകൊണ്ട് അത്ര ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ വരത്തില്ല. പക്ഷെ ഇപ്പൊ ഇവൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ലിവർ പല ലോബായിട്ട് തിരിച്ചിട്ടുണ്ട്. ലോബുകൾ എന്ന് വെച്ചാൽ എന്താ? ഓരോരോ ഡിമാർക്കേഷൻ ഉണ്ട്. ആ ഡിമാർക്കേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിവറിനെ പല പല ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡൊമസ്റ്റിക് അനിമൽസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇന്റർലോബുലർ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്ന ഹ്യൂമൻസിന്റെ അത്രയും വെൽ ഡെവലപ്ഡ് ആയിട്ടില്ല. പക്ഷെ നമ്മൾ പിഗിന്റെയോ ക്യാമലിന്റെയോ അതായത് കുതിരയുടെയോ പന്നിയുടെയോ ലിവർ എടുത്തു നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ലോബുലേഷൻ വിസിബിൾ ആണ്. അപ്പം ഈ ലോബിൾസ് കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ടാണ് ഈ ലോബുലേഷൻ നല്ല എക്സാക്ട്ലി ആയിട്ട് അറിയാൻ പറ്റുക. കാരണം കൂടുതലായിട്ട് കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഒരു കവറേജ് ഉണ്ട്. ഇനി നമുക്ക് അറിയേണ്ട വേറൊരു കാര്യമാണ് പോർട്ടൽ ട്രയാഡ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അതിലെ കൂടെ പോകുന്ന വെസൽസിനെ പറയുന്നതാണ് പോർട്ടൽ വെസൽസ് അല്ലെങ്കിൽ പോർട്ടൽ കനാൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പോർട്ടൽ ട്രയാഡ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ അറിയണം. പോർട്ടൽ കനാൽ അതെന്താന്ന് വെച്ചാല് നമ്മുടെ ഈ ലിവർ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ലിവറിന്റെ അകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചറിന്റെ ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ലിവറിലോട്ട് ബ്ലഡ് സപ്ലൈ എത്തണം, അതുപോലെ തന്നെ ഉണ്ടാകുന്ന ബൈലിനെ റിമൂവ് ചെയ്ത് കളയുകയും വേണം. അതിനു വേണ്ടിയാണ് നമ്മൾ പോർട്ടൽ ട്രയാഡിന്റെ ആവശ്യം വരുന്നത്. ട്രയാഡ് എന്ന് വെച്ചാൽ എന്താ? ട്രയാഡ് എന്ന് വെച്ചാൽ 3 കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ട്രയാഡ് എന്ന് പറയുന്നത്, അല്ലെ? 3 എണ്ണം. അതാണ് പോർട്ടൽ ട്രയാഡ് എന്ന് പറയുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലിവർ എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ ലിവർ ഓക്കെ, ഒരു എൻട്രി പോയിന്റ് ഉണ്ടായിരിക്കും. അതായത് ഇങ്ങനെ ലിവറിന്റെ സ്ട്രക്ചർ വരയ്ക്കുവാണെങ്കിൽ ബ്ലഡ് സപ്ലൈ ഓക്കെ ലിവറായിട്ട് വിചാരിച്ചേക്ക് കേട്ടോ. ഒരു എൻട്രി പോയിന്റ് ഉണ്ടാക്കി ബ്ലഡ് വെസൽസും എല്ലാം എൻട്രി ചെയ്യുന്ന അവിടെ ഒരു ഹൈലസ് എന്ന് പറയും നമ്മൾ, എക്സിറ്റ് അല്ലെങ്കിൽ എൻട്രി പോയിന്റ്. ഇതുപോലെ ഒരു
കുഴി പോലെ ഒരു ഭാഗം വരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹൈലസ് എന്ന് പറയുന്നത്. അപ്പോ അവിടെ ഏതൊക്കെയായിരിക്കും സാധാരണയായിട്ട് എൻട്രി ചെയ്യുക? ഹെപ്പാറ്റിക് ആർട്ടറി. ഹെപ്പാറ്റിക് ആർട്ടറി എന്ന് വെച്ചാൽ എന്താണ്? ബ്ലഡ് വെസൽസ് ദാറ്റ് സപ്ലൈങ് ബ്ലഡ് ടു ദ ലിവർ. അതുപോലെ തന്നെ പോർട്ടൽ വെയിൻ. പോർട്ടൽ വെയിൻ എന്താ? അവിടെ നിന്ന് ബ്ലഡിനെ കൊണ്ടുപോകും. അതായത് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ പഠിച്ചിട്ടുണ്ട്, ഇൻഡസ്റ്റൈനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ ഒരു പോർട്ടൽ സിസ്റ്റം, അതായത് ഡയറക്റ്റ് ഹാർട്ടിൽ പോകാതെ തന്നെ, അതായത് നമ്മുടെ സാധാരണ ഹൃദയത്തിൽ നിന്നാണ് ശരീരത്തിലുള്ള എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ നമ്മുടെ കാലിലോ കയ്യിലോ എവിടെയും ബ്ലഡ് വരുന്ന എവിടുന്ന, ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡാണ് എത്തുന്നത്. പക്ഷേ ഈ പോർട്ടൽ സിസ്റ്റത്തിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാല്, ഇതിപ്പോ ലിവറിന്റെ അകത്ത് ഇൻഡസ്റ്റൈനൽ ലിവർ പോർട്ടൽ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള ഡൈജസ്റ്റ് ചെയ്ത ഫുഡ്, അതായത് ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള ആഗിരണം ചെയ്തിട്ടുള്ള രക്തത്തിനെ ഡയറക്റ്റ് ആയിട്ട് ഹാർട്ടിലോട്ട് പോവാതെ ലിവറിലോട്ട് ബൈപ്പാസ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ലിവറിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഡീടോക്സിഫൈൻ ഫംഗ്ഷൻ കൂടി ലിവർ ചെയ്യുന്നുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് മെറ്റബോളിക് പ്രോസസ്സ് നടത്തേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടി, അതുപോലെ നമ്മൾ വൈറ്റമിൻ കെ, വൈറ്റമിൻ ഡി യുടെ സിന്തസിസ് എല്ലാം നടക്കുന്ന ലിവറിൽ. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള എന്താ അസംസ്കൃത വസ്തുക്കൾ എന്ന് വെച്ചാൽ അതിനു വേണ്ടിയുള്ള സബ്സ്ട്രേറ്റ്, അതായത് ആ ഒരു പ്രോസസ്സ് നടക്കേണ്ടതായിട്ട് ആവശ്യമുള്ള സാധനങ്ങളും ലിവറിൽ എത്തേണ്ടതായിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി ഇൻഡസ്റ്റൈനിൽ നിന്ന് ലിവറിലോട്ട് ഒരു ഷോർട്ട് കട്ട് കണക്ഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു വെയിൻ ആണ്. സാധാരണ യൂഷ്വലി നമ്മൾ വെയിൻ എന്ന് പറയുന്നത് ബ്ലഡ് സപ്ലൈ ചെയ്യാറില്ല. പക്ഷെ ഇവിടെ ഒരു ഇതെന്ന് പറയുന്നത് അവര് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് ഇൻഡസ്റ്റൈനൽ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അവിടോട്ട് എൻട്രി ചെയ്യുന്ന ഒരു ആർട്ടറിയാണ് ഹെപ്പാറ്റിക് ആർട്ടറി. അടുത്തതാണ് പോർട്ടൽ വെയിൻ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് സ്വാഭാവികം വരാം. കാരണം വെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ബ്ലഡ് ലീവ് ചെയ്യുന്ന സ്ഥലമാണ് അല്ലെ. ബ്ലഡിനെ ആ ഓർഗനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് വെയിൻ. പക്ഷെ ഇവിടെ എന്താ, എൻട്രി ചെയ്യുന്നതാണ് പോർട്ടൽ വെയിൻ. അതിനുള്ള കാരണം ഇതാണ്, ഇൻഡസ്റ്റൈനിൽ നിന്നുള്ള പോർട്ടൽ സിസ്റ്റം ആണിത്. ബൈപ്പാസ് ചെയ്യുന്ന, ഹാർട്ടിനെ ബൈപ്പാസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് സപ്ലൈ ലിവറിന് കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് പോർട്ടൽ സിസ്റ്റം ഉള്ളത്. ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് എളുപ്പമാണ്, നിങ്ങൾക്ക് ഓർത്തിരിക്കാനും പറ്റും. പോർട്ടൽ വെയിൻ. പിന്നെ അവിടെ നിന്ന് എക്സിസ്റ്റ് ചെയ്യുന്നത് ഹെപ്പാറ്റിക് ഡക്റ്റ് ആണ്. ഹെപ്പാറ്റിക് ഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, അവിടെ നിന്നാണ് ബൈല്, മനസ്സിലായല്ലോ, ബൈല് പുറത്തേക്ക് പോകുന്നത്. ഇനി ഇന്റർലോബുലാർ സെപ്റ്റ ഉണ്ട്. ഈ പോർട്ടൽ കണക്ടറിനെ കണക്ട് ചെയ്യുന്നതാണ് ഈ ഇന്റർലോബുലാർ സെപ്റ്റം. അതിനെ ക്യാരി ദ ബ്രാഞ്ചസ് ഓഫ് 3 സ്ട്രക്ചേഴ്സ് അവര് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മള് ഹെപ്പാറ്റിക് ആർട്ടറി, പോർട്ടൽ വെയിൻ ആൻഡ് ഹെപ്പാറ്റിക് ഡക്റ്റ്, ഇവയെല്ലാം ഈ ലോബ്യൂൾസിന്റെ പെരിഫറിയിലാണ് കാണപ്പെടുന്നത്. ഈ 3 നമ്മൾ എന്തെന്ന് പറയുന്നത്, പോർട്ടൽ ട്രയാഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇതാണ് ഒരു ലോബ്യൂൾ എന്ന് പറയുന്നത്. ഹെപ്പാറ്റിക് ടിഷ്യൂ ആണ് കേട്ടോ. ഈ ടിഷ്യൂനെ നിങ്ങൾ ചിന്തിച്ചിരിക്കണം. അപ്പം അവിടെ എന്തൊക്കെ എൻട്രി ചെയ്യും? ലിവറിന്റെ അകത്ത് നമ്മളിപ്പോ ഒരു ടിഷ്യൂ ആസ് എ ഹോൾ ആണ് നോക്കുന്നത്. അപ്പൊ അവിടെയായിട്ട് ഹെപ്പാറ്റിക് ആർട്ടറിയുടെ ഒരു ബ്രാഞ്ച് വരും. അവരെന്താണ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്ന സിസ്റ്റമിക് സർക്കുലേഷൻ ഇത് അവിടോട്ട് ബ്രിങ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ പോർട്ടൽ വെയിൻ ഉണ്ട്, അതായത് ന്യൂട്രിയന്റ് ആയിട്ടുള്ള, അതായത് ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഡീഓക്സിജനേറ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ ബയൽ ഡക്റ്റ്യൂൾ. ബയൽ ഡക്റ്റ്യൂൾ എന്താന്ന് വെച്ചാൽ എന്താ, ബൈലിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ 3 കാര്യങ്ങളാണ് ഈ പോർട്ടൽ ട്രയാഡിൽ ഉള്ളത്. ഇത് മറന്നു പോകരുത്. 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഹെപ്പാറ്റിക് ആർട്ടറി, പോർട്ടൽ വെയിൻ ആൻഡ് ഹെപ്പാറ്റിക് ഡക്റ്റ്. ഹെപ്പാറ്റിക് ആർട്ടറി, പോർട്ടൽ വെയിൻ ആൻഡ് ഹെപ്പാറ്റിക് ഡക്റ്റ്. അതിൽ ആർട്ടറിയും പോർട്ടൽ വെയിനും ബ്ലഡ് എൻട്രി ചെയ്യാനാണ് കൊണ്ടുവരുന്നത്. ഒന്ന് ഓക്സിജൻ റിച്ച് ആയിരിക്കും, ഒന്ന് ന്യൂട്രിയൻ റിച്ച് ആയിരിക്കും. പോർട്ടൽ വെയിൻ ഇൻഡസ്റ്റൈനിൽ നിന്ന് വരുന്നതുകൊണ്ട് എപ്പോഴും ന്യൂട്രിയൻ റിച്ച് ആയിരിക്കും. അത് ഓർത്ത് വെച്ചേക്കാം. ഹെപ്പാറ്റിക് ഡക്റ്റിന്റെ അകത്ത് എന്താ ഉള്ളത്? ബൈല്. മനസ്സിലായല്ലോ? സോ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ പറഞ്ഞത്. ഓക്കെ. പോർട്ടൽ ട്രയാഡിനെ പറ്റിയാണ് പറഞ്ഞത്. നമുക്കിപ്പോ ഒരു ലിവറിന്റെ ഒരു അനാട്ടമി ചോദിക്കുമ്പോൾ എപ്പോഴും പോർട്ടൽ ട്രയാഡാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിൽ മെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു
ഇതാണ് ഒരു ഹെപ്പാറ്റിക് ലോബ്യൂൾസ്. ആ ലോബ്യൂളിന്റെ അകത്ത് എൻട്രി ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് അകത്തേക്ക് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒരെണ്ണം എക്സിറ്റും ചെയ്യുന്നുണ്ട്. എക്സിറ്റ് ചെയ്യുന്ന കാര്യം ഹെപ്പാറ്റിക് ഡക്റ്റ് ആണ്. രണ്ടെണ്ണം എൻട്രി ചെയ്യുന്ന ഏതൊക്കെയാണ്? പോർട്ടൽ വെയിനും അതുപോലെ ഹെപ്പാറ്റിക് ആർട്ടറി. ഹെപ്പാറ്റിക് ആർട്ടറിയുടെ പ്രത്യേകത എന്താ? ഹെപ്പാറ്റിക് ആർട്ടറി ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡും പോർട്ടൽ വെയിൻ എന്ന് പറയുന്നത് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡും ആയിരിക്കും ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, സോ ഇതിന്റെ എല്ലാത്തിന്റെ ഈ മിഡിൽ ഓഫ് ലോബ്യൂൾസിന്റെ അകത്ത് ഒരു സാധനമുണ്ട്, അതാണ് സെൻട്രൽ വെന്യൂൾ. സെൻട്രൽ വെന്യൂൾ എന്ന് പറയും. ഓക്കെ, ഒരു ഹെപ്പാറ്റിക് ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ, ഒരു പോളിഗണലായിട്ടുള്ള സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ളത് എന്താണ്? സെൻട്രൽ വെന്യൂൾ. ഓക്കെ, പിന്നെ ഹെപ്പാറ്റിക് സെൽസ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു റേഡിയേറ്റ് ചെയ്യുന്ന പോലെ ഹെപ്പാറ്റിക് സെൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹെപ്പാറ്റിക് സെൽസ് റേഡിയേറ്റിംഗ് മാനറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലായോ? ഇനി ഈ ഭാഗത്തെല്ലാം ഈ ബ്ലഡ് പോവാൻ വേണ്ടി ഈ ഹെപ്പാറ്റിക് സൈസിന്റെ ഇടയിലായിട്ട് കുറെ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ എല്ലാത്തിലായിട്ടും ബ്ലഡ് വരുന്നുണ്ട്. ആ ബ്ലഡിനെയാണ് നമ്മൾ സൈനുസോയിഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ സൈനുസോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ സൈനുസോയിഡ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഒരു ബ്ലഡ് വെസൽസ് അല്ല, അതുകൊണ്ടാണ് സൈനുസോയിഡ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ മിഡിലായിട്ട് നോക്കുമ്പോൾ നമുക്കൊരു സെൻട്രൽ വെന്യൂൾ ഉണ്ട്. അതിന്റെ ഹെപ്പറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ പെരിഫറിയിലോട്ട്, അവിടുന്ന് സെൻട്രൽ വെന്യൂൾസ് പെരിഫറിയിലോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ 1, 2 ഇങ്ങനെ ഹെപ്പാറ്റിക് സെൽസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മനസ്സിലായല്ലോ. പിന്നെ ഏറ്റവും എൻട്രിയിലായിട്ട് 3 പോർട്ടൽ ട്രയാഡ്, അതായത് ബൈൽ ഡക്റ്റ്, ഹെപ്പാറ്റിക് ആർട്ടറി ആൻഡ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. ഈ 3 സാധനമാണ് ഈ പോർട്ടൽ ട്രയാഡിൽ ഉള്ളത്. ഈ കാര്യങ്ങൾ മറന്നു പോകരുത്. ഇതെനിക്ക് അനാട്ടമി എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഇതിപ്പോ ലിവർ തന്നിട്ടുണ്ട്. അപ്പൊ ലിവറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് പോർട്ടൽ ട്രയാഡ്. പക്ഷെ ഒരു +2 ലെവൽ എക്സാം ആകുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത് അറിഞ്ഞിരിക്കുകയും വേണം. ഒരു ഈ പോർട്ടൽ ട്രയാഡിന്റെ ഇതിന്റെ അകത്ത് നിങ്ങൾ ചോദിക്കുവാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, ഈ ഹെപ്പാറ്റിക് ലോബ്യൂളിന്റെ ഷേപ്പ് എന്താണ്? അതൊരു ഹെക്സഗണൽ ഷേപ്പ് ആണ്. മനസ്സിലായോ? ഹെക്സഗണൽ ഷേപ്പ് ആണ് ഉള്ളത്. ആ പോർട്ടൽ ട്രയാഡിൽ ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? അത് ഏതൊക്കെയാണ്? ഹെപ്പാറ്റിക് ആർട്ടറി, പോർട്ടൽ വെയിൻ, ഹെപ്പാറ്റിക് ഡക്റ്റ്. ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. ലോബ്യൂൾസിന്റെ ഏറ്റവും മിഡിലായിട്ടുള്ളത് ഏതാണ്? സെൻട്രൽ വെയിൻ ആണ്. പിന്നെ കോർണേഴ്സിൽ എന്താണ്? എല്ലാ കോർണേഴ്സിലും എന്തുണ്ട്? പോർട്ടൽ ട്രയാഡ് ഉണ്ട്. എല്ലാ കോർണേഴ്സിലും പോർട്ടൽ ട്രയാഡ് ഉണ്ട്. പിന്നെ ഒരു ഹെപ്പറ്റോസൈറ്റ്സിന്റെ ഇടയ്ക്കിന്റെ അകത്ത് ഈ പോർട്ടൽ വെയിനിൽ നിന്നും ഹെപ്പാറ്റിക് ആർട്ടറിയിൽ നിന്നുള്ള ബ്ലഡ് മിക്സ് ചെയ്യുന്ന ഒരു ഏരിയ. ഇതാണ് ഞാൻ പറഞ്ഞത്. അതൊരു ബ്ലഡ് വെസൽസ് അല്ല, ഒരു വാസ്കുലർ ചാനൽസ് ആണ്. നമുക്കതിനെ ഒരു ബ്ലഡ് വെസൽസ് എന്ന് പറയാൻ പറ്റത്തില്ല. അതിനെയാണ് സൈനുസോയിഡ്സ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും? ഈ ബ്ലഡിനെ സെൻട്രൽ വെയിനിലോട്ട് കൊണ്ടുവരും. ഈ സൈനുസോയിഡ്സ് എല്ലാത്തിലും ഒരു മാക്രോഫേജ് ഉണ്ട്. നമ്മൾ മാക്രോഫേജ് എന്താ? ടിഷ്യൂ ഫാഗോസൈറ്റ്സ് ആണ്. അപ്പോ ഈ മാക്രോഫേജസ് എന്ന് പറയുന്നത്, മാക്രോഫേജസ് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മാക്രോഫേജ് ഈ സൈനോസൈഡ്സിനെ ലൈനിങ് ചെയ്തിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് കുഫർ സെൽസ്. അത് മറക്കാൻ പാടില്ല കേട്ടോ. കുഫർ സെൽസ് ലിവറിൽ കാണപ്പെടുന്ന സെൽസ് ആണ് കുഫർ സെൽസ്. അതുപോലെ തന്നെ ഈ ബ്ലഡ് ഇപ്പൊ എങ്ങോട്ടാ വരുന്നത്? സെൻട്രൽ വെയിന്. അതേ സെയിം ടൈം തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് പോകുന്നുണ്ട്? ബൈലും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടത്തെ നിങ്ങൾക്ക് ചോദ്യം, നിങ്ങൾ ഇത് കണ്ടിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ മനസ്സിലാവാത്തതായിട്ടോ ഉണ്ടെങ്കിൽ പേടിക്കാല്ല. ഇവിടത്തെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യങ്ങൾ നീ പഠിച്ചു വെക്കാം. എന്ന് വെച്ചാല് ഒരു ക്ലാസിക്കൽ ഹെപ്പാറ്റിക് ലോബുലാർ മോഡലിൽ സെൻട്രൽ കാണുന്നത് അതിന്റെ ഷേപ്പ് എന്തായിരിക്കും? അതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അത് ഹെക്സഗണൽ ഷേപ്പ് ആണ്. അതിന്റെ മിഡിൽ കാണുന്നത് എന്താണ്? അത് സെൻട്രൽ വെന്യൂൾസ്. അത് ഓർക്കാൻ പറ്റുമോ? പിന്നെ ട്രയാഡിൽ ഏതൊക്കെയാണുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞു തന്നു. ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ഹെപ്പാറ്റിക് ആർട്ടറി, ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള പോർട്ടൽ വെയിൻ, അതുപോലെ തന്നെ പിന്നെ ബയൽ ഡക്റ്റ്. കാരണം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാ? ബയൽ ഡക്റ്റ്. അത് ക്യാരി ചെയ്യണ്ടേ. അപ്പൊ അങ്ങനെ പോർട്ടൽ ട്രയാഡിൽ 3 എണ്ണം ഉണ്ട്. അത് 3 കിട്ടിയോ? ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് സൈനുസോയിഡ്സ് ഉണ്ട്. സൈനുസോയിഡ്സിൽ നിന്ന് ബ്ലഡ് ഫ്ലോ എങ്ങോട്ടാണ്? പെരിഫറിന്ന് സെൻട്രലിലോട്ടാണ്. അത് അറിഞ്ഞിരിക്കണം. കാരണം ബ്ലഡ് ഇവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വരുന്നേ. അതായത് ബ്ലഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, പോർട്ടലിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്.
സെൻട്രൽ വെന്യൂൾസിലോട്ടാണ് പോകുന്നത്. പിന്നെ ബൈൽ ഫ്ലോ എന്ന് പറയുന്നത് ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. പിന്നെ സൈനസോയിഡ് ലൈൻ ചെയ്തിരിക്കുന്ന മാക്രോഫേജിന് പറയുന്ന പേര് കുഫർ സെല്ല്. ഇത്ര മാത്രം നിങ്ങൾ ഓർത്തു വെച്ചിരുന്നാൽ മതി. മനസ്സിലായല്ലോ? ഇത് ഫസ്റ്റ് എന്ന് പറയുന്ന ലോബ്യൂൾസിന്റെ സ്ട്രക്ചർ ആണ്. അത് ഹെക്സഗണൽ മോഡലാണ്, ഹെക്സഗണൽ ഷേപ്പ് ആണ്. അതിന്റെ ഓരോ പെരിഫറിയിലും പോർട്ടൽ ട്രയാഡ് ഉണ്ട്. പോർട്ടൽ ട്രയാഡിൽ 3 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ബൈൽ ഡക്ട്, ഹെപ്പാറ്റിക് ആർട്ടറി, ഹെപ്പാറ്റിക് ഡക്ട്. ഓക്കെ, ഹെപ്പാറ്റിക് ആർട്ടറി, ബൈൽ ഡക്ട്, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് ട്രയാഡിലുള്ളത്. ഇത് പോരാനിട്ട് എന്താണ് അറിയേണ്ടത്? ബ്ലഡ് ഫ്ലോ. ബ്ലഡ് ഫ്ലോ എവിടെ നിന്നാണ്? പെരിഫറിന്ന് സെന്ററിലോട്ടായിരിക്കും, അതായത് പുറത്തുനിന്ന് അകത്തോട്ടായിരിക്കും. പോർട്ടലിന്റെ പുറത്തുനിന്ന് അകത്തോട്ടായിരിക്കും. ബൈല് മൂവ് ചെയ്യുന്ന എവിടെ നിന്നാണ്? സെൻട്രിന്ന് പെരിഫറിയിലോട്ടായിരിക്കും. പിന്നെ ഇവിടെ ഒരു സൈനസോയിഡ്സ് ഉണ്ട്. സൈനസോയിഡ്സിൽ ബ്ലഡ് മിക്സ് ചെയ്യും. അതൊരു വാസ്കുലർ സിസ്റ്റ് ആണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് സൈനസോയിഡിനെ കവർ ചെയ്ത് വരുന്ന മാക്രോഫേജിന്റെ പേരാണ് കുഫർ സെൽസ്. ഇത്രയും കാര്യം ഓർത്തിരിക്കാൻ പറ്റുമോ? ഞാൻ അത്രയും വലിയ വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കേണ്ട, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, സോ നമുക്ക് ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ബോറടിക്കരുത്. ഇത് നിങ്ങൾ ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആൻസർ പറയാൻ നോക്കണം. ഇതിപ്പോ ഒരു റെക്കോർഡഡ് ക്ലാസ് ആണ്, എന്നാൽ കൂടി ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങളത് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം ലിവർ എന്ന് പറയുന്നത് എന്താണ്? ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡിയാണ്. അത് മനസ്സിലായല്ലോ? അത് ഇരിക്കുന്നത് റൈറ്റ് സൈഡ് ഓഫ് ദ ബോഡിയിലാണ്. ഇത് ലോബുലേറ്റഡ് ആണ്. ഇതിന്റെ അകത്ത് ലോബ്യൂൾസ് ഉണ്ട്. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഹെക്സഗണൽ ഷേപ്പ് ആണ്. പിന്നെ ഇതിനെ എല്ലാം കവർ ചെയ്തിരിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ ലെയറിന് പറയുന്ന പേരാണ് ഗ്ലിസൻസ് മെംബ്രെയിൻ. ഇത്രയും മനസ്സിലാവുമല്ലോ? ഈ ലോബ്യൂളിന്റെ ഷേപ്പ് ഏതാണ്? ഹെക്സഗണൽ ഷേപ്പ് ആണ്. ഇതിന്റെ എല്ലാത്തിന്റെയും പെരിഫറിയിലായിട്ട് 3 ട്രയാഡ് എന്ന് പറയും. അതിനെ പോർട്ടൽ ട്രയാഡ് എന്നാണ് പറയുന്നത്. പോർട്ടൽ ട്രയാഡിൽ 3 കാര്യങ്ങളാണുള്ളത്. ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള പോർട്ടൽ വെയിൻ, ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ഹെപ്പാറ്റിക് ആർട്ടറി, പിന്നെ ബൈലിനെ ക്യാരി ചെയ്യാനുള്ള ബൈൽ ഡക്ട്. 3 കാര്യം ഓർമ്മയുണ്ടല്ലോ? പിന്നെ ഇവിടെയും 3 ഉണ്ട്. എല്ലാ പെരിഫറിയിലും ഉണ്ട് കേട്ടോ. ഓരോ പോളിന്റെ ഷേപ്പിന്റെയും അറ്റത്തായിട്ട് ഇങ്ങനെ ഉണ്ട്. ഇത് പോരാനിട്ട് സെൻട്രലായിട്ടുള്ളത് ഏതാണ്? സെൻട്രൽ വെയിൻ എന്നാണ് പറയുന്നത്. സെൻട്രൽ വെന്യൂൾ എന്നാണ് പറയുന്നത്. സെൻട്രൽ വെന്യൂൾ സെൻട്രൽ വെയിൻ എന്നാണ് മിഡിലുള്ള സ്ട്രക്ചറിന്റെ പേര് പറയുന്നത്. ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? പെരിഫറിന്ന് സെന്ററിലോട്ടാണ്. വൈലിന്റെ ഫ്ലോ എങ്ങനെയാണ്? മിഡിലിൽ നിന്ന് പെരിഫറിയിലോട്ടായിരിക്കും. ഇത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ സൈനസോയിഡ്സ് ഉണ്ട്. സൈനസോയിഡ്സിന്റെ അകത്ത് കവർ ചെയ്തിരിക്കുന്ന ആ ഒരു മാക്രോഫേജിന് പറയുന്ന പേര് ഏതാണ്? കുഫർ സെൽസ്. ഓക്കെ, ടിഷ്യൂ ഫാഗോസൈറ്റ് ആണ് മാക്രോഫേജ്. ലിവറിൽ വരുമ്പോൾ അതിന്റെ പേരാണ് കുഫർ സെൽസ്. അപ്പം മാക്രോഫേജ് ഓഫ് ലിവർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരിക. അപ്പൊ എന്താ എഴുതേണ്ടത്? കുഫർ സെൽസ്. ഓക്കെ, സ്പെല്ലിംഗ് നോക്കിക്കോണേ. KUP ആണ് കുഫർ സെൽസ്. നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് നിങ്ങൾക്ക് ഓപ്ഷൻ വരുമ്പോൾ വൺസ് കിട്ടും. പക്ഷെ സ്പെല്ലിംഗ് ഒന്നും കൂടെ ചെക്ക് ചെയ്യണം കേട്ടോ. KUP ആണ് കേട്ടോ. അപ്പൊ ഞാൻ കുഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോ അയ്യോ മാഡം പറഞ്ഞ ആൻസർ ഓപ്ഷൻ വന്നില്ല എന്ന് വിചാരിക്കരുത്. ഇതാണ് കുഫറിന്റെ സ്പെല്ലിംഗ്, ഇതാണ് കേട്ടോ. P സൈലന്റ് ആണ്, കുഫർ സെൽസ്. അപ്പൊ ഇത് ഇത്രയും കിട്ടിയല്ലോ. ഇതെന്തായാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ക്ലാസിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ. ഇതൊന്നും കൂടി നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടിയാണ് ലിവറിന്റെ ലോബ്യൂൾസ് ആണിത്. ലോബ്യൂൾസ് എന്ന് പറയുന്നത് ഹെക്സഗണൽ ഷേപ്പ് ആയിരിക്കും. അപ്പം ഇതിന്റെ അകത്ത് സെൻട്രൽ വെയ്വ് മിഡിലായിട്ട് ഉണ്ടായിരിക്കും. അതിന്റെ ഏറ്റവും പെരിഫറിയിലായിട്ട് 3 കാര്യങ്ങൾ കാണും. ഏതൊക്കെയാണ്? ഒന്ന് ബൈൽ ഡക്റ്റ് ഉണ്ട്, പോർട്ടൽ വെയിൻ ഉണ്ട്, ഹെപ്പാറ്റിക് ആർട്ടറി ഉണ്ട്. കണ്ടോ ഈ 3 സ്ട്രക്ചർ. പിന്നെ ഇവിടെ എല്ലാം ഉള്ള ഒരു ഈ ഭാഗം കണ്ടോ, ഇതിനെയാണ് നമ്മൾ സൈനസോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഈ സൈനസോയിഡ്സിന്റെ അകത്ത് എന്തുണ്ട്? കുഫർ സെൽസ് ഉണ്ട്. ഓക്കെ, സൈനസോയിഡിന്റെ അകത്ത് കുഫർ സെൽസ് ഉണ്ട്. കുഫർ സെൽസിന്റെ അകത്ത് കുഫർ സെൽസ് എന്ന് പറയുന്നത് ടിഷ്യൂ മാക്രോഫേജ് ആണ്, സെൻട്രൽ വെയിൻ. അപ്പം വെയിനില് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലും ബൈല് ഫ്ലോ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കേട്ടോ. ബൈൽ ഡക്റ്റിൽ കൂടി പോകുന്ന ഏത് ഡയറക്ഷനിൽ നോക്കി? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷൻ. ഇത്രയും മനസ്സിലായല്ലോ? ഇതെല്ലാം ഈ പടത്തിനെയാണ് ക്ലാസിക്കൽ ലിവർ മോഡലാണിത്. സെൻട്രൽ വെയിൻ ആയിരിക്കും മിഡിൽ ഉണ്ടാവുക.
വാട്ടർ ട്രയാഡ് എന്ന് പറയുന്ന പെരിഫറിയിൽ ഉണ്ടായിരിക്കും. ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് സെൻട്രലിലോട്ടായിരിക്കും. അവിടെ ആ പോർട്ടൽ വെയിനും ഹെപ്പാറ്റിക് ആർട്ടറി മിക്സ് ചെയ്യും കേട്ടോ. മിക്സപ്പ് ചെയ്തിട്ട് ഒരുമിച്ചാണ് സെന്ററിലോട്ട് പോകുന്നത്. അതൊന്നും അറിഞ്ഞിരുന്നേ കുഴപ്പമില്ല. പിന്നെ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഡയറക്ഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ ആണ്. അത് പെരിഫറിയിൽ നിന്ന് സെൻട്രലിലോട്ടും മറ്റേത് സെൻട്രലിൽ നിന്ന് പെരിഫറിലോട്ടും ബൈന്റെ ഫ്ലോ. പിന്നെ പോർട്ടൽ ട്രയഡിൽ എന്തൊക്കെയുണ്ട്, ഷേപ്പ് ഏതാണ്, സൈനിസോയിഡ്സ് ഉണ്ട്, സൈനിസോയിഡ് കവർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ലിവർ മാക്രോഫേജ് എന്ന് അറിയപ്പെടുന്ന കുഫർ സെൽസ് ആണ്. പിന്നെ ഗ്ലിസസ് മെമ്പറൈൻ, ലാർജസ്റ്റ് ഗ്ലാൻഡ്. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. നമ്മളൊരു ഹെപ്പാറ്റിക് സെൽസ് എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ ഓൾറെഡി പഠിച്ചതാണ്. റൗണ്ട് ആണ്, ന്യൂക്ലിയസ് ഉണ്ട് ഹെപ്പറ്റോസൈറ്റ്സിന്റെ അകത്ത്. പിന്നെ ഒരു പ്രത്യേക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ചില സെൽസ് ഹെപ്പാറ്റിക് സെൽസ് എന്ന് പറയുന്നത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും കേട്ടോ. 2-3 ന്യൂക്ലിയസ് കാണും. അത് ചിലപ്പോ ട്രൂ ഓർ ഫോൾസ് പോലെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ ചോദിക്കും. ചിലപ്പോൾ ട്രൂ ഇങ്ങനെ ഔട്ട് ഓഫ് ദ സെന്റൻസിൽ ഏതൊക്കെയാണ് ട്രൂ. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ഹെപ്പറ്റോസൈറ്റ്സ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ എല്ലാ സെൽസും അല്ല, സം ഹെപ്പറ്റോസൈറ്റ്സ്. അപ്പൊ ഓപ്ഷനിൽ സം ഹെപ്പറ്റോസൈറ്റ്സ് ആർ 2 ന്യൂക്ലിയേറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുവാണെങ്കിൽ നിങ്ങൾ പേടിക്കരുത്, അത് കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലിവറിന്റെ വേറൊരു ഫംഗ്ഷൻ ആണ് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഫാറ്റും ലിവറിൽ സ്റ്റോർ ചെയ്യും. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എക്സ്ട്രാ ആയിട്ട് നമ്മൾ വല്ല ഫുഡും കഴിക്കാം, അതായത് ഫാറ്റ്, ബോഡിയിലുള്ള എക്സ്ട്രാ ഫാറ്റ്, ഗ്ലൂക്കോസിന്റെ നമ്മൾ സ്റ്റോറേജ് ഫോം ഇൻ കേസ് ഓഫ് അനിമൽസ് ഏതാണ്, ഗ്ലൈക്കോജൻ ആണ്. അപ്പൊ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഹൗസ് ആണ് നമ്മുടെ ലിവർ. അത് ഓർത്തിരിക്കുക. അതും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഹൗസ് ഏതാണെന്ന് ബോഡിയിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്. ഹ്യൂമൻ അല്ലെങ്കിൽ അനിമൽസ് എല്ലാത്തിലും ഗ്ലൈക്കോജൻ ആണ്. അതുപോലെ ഫാറ്റും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ഫാറ്റി ലിവർ ഒക്കെ വരുമ്പോൾ ഈ ലിവർ ടിഷ്യൂവിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വാക്യൂൾസ് ഉണ്ടാവും, ഈ ഫാറ്റിന്റെ വാക്യൂൾസ്. അപ്പൊ നോർമൽ ആയിട്ടുള്ള ഫങ്ഷൻ ചെയ്യാനുള്ള സ്പേസ് കുറയും. അതിനാണ് ഫാറ്റി ലിവറിന്റെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സോ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് യൂണിറ്റ് ആണ്, ഫാറ്റ് സ്റ്റോറേജ് യൂണിറ്റ് ആണ്. ഇതൊക്കെ ഫാറ്റ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഇത് ആക്സിഡന്റലി ഇത് സ്റ്റോർ ചെയ്യാം ഈ ഡിസീസ് കണ്ടീഷനിൽ. അതിനാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഹെപ്പാറ്റിക് സൈനസോയിഡ്സിനെ പറ്റി നേരത്തെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം ഈ ഹെപ്പാറ്റിക് സൈനസോയിഡിന്റെ പ്രത്യേകത എന്താണ്? ഒരു വാസ്കുലർ സ്ട്രക്ചർ ആണ്. അവിടെ എന്തൊക്കെ കൺവെർജ് ചെയ്യും അല്ലെങ്കിൽ മിക്സപ്പ് ചെയ്യും? ഹെപ്പാറ്റിക് ആർട്ടറി, അതുപോലെ തന്നെ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. ഈ 3 കാര്യങ്ങൾ ഇവിടെ വരും. എന്നിട്ട് അത് മിക്സപ്പ് ആവും. പക്ഷെ ഇവിടെ എല്ലാം എന്താണ്, ഓരോ മാക്രോഫേജസ് ഉണ്ട്. ആ മാക്രോഫേജിന് പറയുന്ന പേരാണ് കുഫർ സെൽസ്. ഓക്കെ. പിന്നെ നമ്മൾ അറിഞ്ഞേണ്ടിയിരിക്കുന്നതാണ് സ്പേസ് ഓഫ് ഡിസേ എന്ന് പറയും കേട്ടോ. സ്പേസ് ഓഫ് ഡിസേ, ഡിസി അങ്ങനെ എന്ത് വേണോ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സ്പേസ് ഓഫ് ഡിസേ ഈസ് പ്രസന്റ് ഇൻ വിച്ച് ഓർഗൻ, അങ്ങനെ വല്ല ക്വസ്റ്റ്യനും ചോദിക്കാം. അത് ലിവർ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഓപ്ഷൻസിലൊക്കെ കാണുമ്പോൾ പേടിക്കാതിരിക്കാനാണ് ഈ വാക്കുകളൊക്കെ മെൻഷൻ ചെയ്ത് പോകുന്നത്. അപ്പോ അത് തന്നെ സ്പേസ് ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് കുഫർ സെൽസിന്റെയും ഹെപ്പാറ്റിക് സെൽസിന്റെയും ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. നോക്ക്, ഈ കുഫർ സെൽസ് മെൻഷൻ ചെയ്യും. ഓക്കെ, സി ദിസ് ഇസ് കുഫർ സെൽ. അപ്പൊ ഈ കുഫർ സെൽസിന്റെയും കണ്ടോ, ഈ ഹെപ്പാറ്റിക് സെൽ കണ്ടോ, ഇവിടുത്തെ ഇതാണ് ഹെപ്പാറ്റിക് സെൽസ്. ഇത് ഒരു കുഫർ സെല്ലാണ്. ഇപ്പൊ നിങ്ങൾ ആ ഡയഗ്രത്തിന്റെ അകത്ത് എത്രത്തോളം ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇതാണ് ഒരു കുഫർ സെൽസ്, ഇത് ഒരു ഹെപ്പാറ്റിക് സെൽസ്. ഈ ഇവർ തമ്മിലുള്ള സ്പേസിന്റെ ഇടയിലുള്ളതിനെയാണ് നമ്മൾ സ്പേസ് ഓഫ് ഡിസേ എന്ന് പറയുന്നത്, ഡിസി എന്ന് പറയാം. ഓക്കെ, ഓ ഇതിന്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇത് കുഫർ സെൽസ് ലൈനിങ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. ഈ കളർ മാറ്റാം. ഓക്കെ, നമുക്ക് ഈ കളർ എടുക്കാം. ഇത് ക്ലിയർ ആവില്ല. ഇത് ഇവിടെയായിട്ട് ഇതാണ് നമ്മുടെ സൈനസോയിഡ്സ്. അപ്പൊ ഈ സൈനസോയിഡ്സിനെ കവർ ചെയ്ത് എന്തുണ്ട്, നമ്മുടെ കുഫർ സെൽസ് ഉണ്ട്. അപ്പൊ ഈ കുഫർ സെൽസിന്റെ ഇടയിലും ഈ ഈ ഈ ഹെക്സഗണലായിട്ട് കാണപ്പെടുന്ന സെൽസ് എല്ലാം എന്താണ്, നമ്മുടെ ഹെപ്പറ്റോസൈറ്റ്സ് ആണ്. അപ്പൊ ഈ ഹെപ്പറ്റോസൈറ്റ്സിന്റെയും ഈ നമ്മുടെ ഏതാണ് കുഫർ സെൽസിന്റെ ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ സ്പേസിനെയാണ് സ്പേസ് ഓഫ് ഡിസേ എന്ന് പറയുന്നത്. അത് മനസ്സിലായല്ലോ.
അത് കൺഫ്യൂഷൻ അല്ല, അത് ചിലപ്പോൾ ഓപ്ഷനിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ പേടിക്കരുത്. അത് ലിവറിലാണ് കാണപ്പെടുന്നത്. ബഫർ സെൽസിന്റെയും ഹെപ്പാറ്റിക് സെൽസിന്റെ ഇടയിലുള്ള സ്പേസിനാണ് പിസി എന്ന് പറയുന്നത്, സ്പേസ് ഓഫ് പിസി. നമ്മൾ ഇന്റർലോബുലാർ ഫ്ലോ എടുക്കുമ്പോൾ നമ്മുടെ സെല്ല് ഹൈലസിലോട്ട് വരും. അത് കഴിഞ്ഞതിന് ശേഷം സൈനസോഡൽ നെറ്റ്വർക്കിലോട്ട് പോകും. അതായത് പോർട്ടൽ വെയിനും അതുപോലെ തന്നെ ഹെപ്പാറ്റിക് ആർട്ടറിന്ന് നമ്മുടെ സൈനസോഡ്സിൽ വന്നതിന് ശേഷം ഈ സൈനസോഡ്സിൽ നിന്ന് എങ്ങോട്ട് പോകും? സൈനസോഡ്സിൽ നിന്ന് നമ്മുടെ സെൻട്രൽ വെയിനിലോട്ട് പോകും. അവിടെ ബ്ലഡ് മിക്സ് ചെയ്യും. ബ്ലഡ് ടു ദ സെൻട്രൽ ദ ഗ്ലോബൽ സെൻട്രൽ സൈനറ്റ് ഫോം ചെയ്യുന്നതാണ് സെൻട്രൽ വെയിൻ. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വേഗം പോകുന്നത്. അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ഈ മിനിമം കാര്യങ്ങൾ, ഞാൻ ഇത്രയും പറഞ്ഞ മിനിമം കാര്യങ്ങൾ നിങ്ങൾ ലിവറിന്റെ കാര്യത്തിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ ഈ സെൻട്രൽ വെയിനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസ് സബ്ലോബുലാർ വെയിൻ എന്ന് പറയുന്ന അടുത്ത വെയിനിലോട്ട് പോകും. അവിടെ നിന്ന് കളക്റ്റിംഗ് വെയിനിൽ പോകും. അത് കഴിഞ്ഞ് ഹെപ്പാറ്റിക് വെയിൻ വഴി റിമൂവ് ആയി പോകും. അപ്പോൾ അതത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയണ്ട, നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. സെൻട്രൽ വെയിനിലാണ് ബ്ലഡ് സൈനസോയിഡ്സിൽ വന്ന് കൺവേർട്ട് ചെയ്യുന്നത്. ഞാൻ ഒരു 5-6 പോയിന്റ് നിങ്ങൾക്ക് പഠിക്കണം, എക്സാക്ട് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. അതിൽ ഈ സെൻട്രൽ വെയിൻ ആണ് മിഡിൽ കാണപ്പെടുന്നത്. അവിടെയാണ് ഈ സൈനസോയിഡ്സിൽ മിക്സപ്പ് ആയത്. ഏതൊക്കെ മിക്സപ്പ് ആയത്? ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള പോർട്ടൽ വെയിനിലെയും അതുപോലെ തന്നെ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ഏത് ഹെപ്പാറ്റിക് ആർട്ടറി. ഞാൻ ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈം നിങ്ങളുടെ അടുത്ത് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഒരു പ്രത്യേകതയുണ്ട്. അതിനെ നമ്മൾ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്നാ പറയുന്നത്. നമ്മളിപ്പോ ഒരു കാര്യം ഓർത്തിരിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ബ്രെയിൻ തലച്ചോറില് കുറെ ന്യൂറോൺസ് ഉണ്ടെന്ന് അറിയാലോ. ന്യൂറോൺസ് അതായത് ഇങ്ങനെ നെർവ് സെൽസ്, നാഡീകോശം. ഓക്കെ, നാഡീകോശം ഉണ്ട്. അപ്പൊ ഈ നാഡീകോശം തലച്ചോറില് ഒരു ഓർമ്മ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അവർ തമ്മിലൊരു ഈ ന്യൂറോൺസ് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവണം. നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡന്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ ആ ഫിസിയോളജി പറഞ്ഞു തരുന്നത്. അപ്പൊ അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവണം. അപ്പൊ ഒരു ന്യൂറോൺ ഇത് ഇവിടെ ഇരിക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് എ ന്യൂറോൺ. ഓക്കെ, അപ്പൊ അടുത്ത ന്യൂറോൺ ഇവിടെ ഉണ്ട്. ഈ 2 ന്യൂറോണും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് എന്താ ബ്രെയിനില് മെമ്മറിയിലോട്ട് സ്റ്റോറേജ് ചെയ്യുന്നത്. അപ്പൊ ഈ കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിലാവാം. ഒന്നെന്ന് പറയുന്നത് എന്താവാം? ഷോർട്ട് ടൈം ആവാം, അല്ലെങ്കിൽ ഒന്ന് ലോങ് ടൈം ആവാം. ഇത് പഠിക്കാനുള്ളതൊന്നും അല്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിൽ പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ PSC പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ലോങ് ടൈം മെമ്മറിയിലോട്ട് ഈ നമ്മൾ ഫോം ചെയ്ത ഈ കണക്ഷൻ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ടൈം, അതായത് നിങ്ങൾ പഠിക്കുന്നത് 24 hours കഴിയുമ്പോഴേക്ക് അതിന്റെ 50% നിങ്ങൾ മറന്നു കഴിഞ്ഞിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും റിവിഷൻ ചെയ്യണം. അതൊരു 7 days അടുത്ത റിവിഷൻ ചെയ്തിരിക്കണം. 7 days കഴിഞ്ഞ് അടുത്ത ഒരു 14 days അടുത്ത റിവിഷൻ. അത് കഴിഞ്ഞാൽ 1 month, അത് കഴിഞ്ഞാൽ 2 month. അങ്ങനെ നിങ്ങൾ റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ടെമ്പററി ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഈ കണക്ഷൻ എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ട് മാറും. ഇത് ഫിസിയോളജി ഓഫ് സ്റ്റഡിങ് ആണ്. നമ്മൾ ഓർമ്മ, മെമ്മറി എല്ലാം അതാണ് പറയുന്നത്. ഏറ്റവും ഷോർട്ടായിട്ട് പറയാണ്. അപ്പോൾ നിങ്ങൾ ലോങ് ടൈം മെമ്മറിയിലോട്ട് മാറുമ്പോൾ എത്രത്തോളം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ച് നിങ്ങളുടെ ബ്രെയിനിന്റെ അകത്തുള്ള ബ്രെയിനിന് കണക്ഷൻ ഉണ്ടാക്കാനുള്ള പവർ വർദ്ധിക്കും. അതിനെയാണ് നമ്മൾ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. എത്രത്തോളം നിങ്ങളുടെ ബ്രെയിൻ യൂസ് ചെയ്യോ അത്രത്തോളം നിങ്ങളുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും. എത്രത്തോളം നിങ്ങളുടെ ബ്രെയിൻ പാസീവ് ആക്കി വെക്കും, ബ്രെയിൻ അത്രത്തോളം പാസീവ് ആയിരിക്കും. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ്, നിങ്ങൾ ബ്രെയിനിൽ കണക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങൾ എവിടെന്നെങ്കിലും ഓർക്കും, ആ മാഡം 2-3 തവണ പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങൾ അത് ഓർത്തിരിക്കും കേട്ടോ. അപ്പൊ ആ 5-6 ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓർത്ത് തന്നെ വെക്കണം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ അകത്തുള്ള ഡ്രെയിനേജ് സിസ്റ്റം ആണ്. അതായത് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞു, ബ്ലഡ് മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ ലോബ്യൂൾസില് ബൈല് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ബൈല് മൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ അകത്ത് ബൈലിന്റെ കനാലിക്കുലി എന്ന് പറയും. കനാലിക്കുലി എന്ന് വെച്ചാൽ അതിന്റെ എന്താ കനാൽ അല്ലെങ്കിൽ ഒരു ചാനൽ എന്ന് പറയാം. അവിടെ ഉണ്ടാകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കനാൽ ഓഫ് ഹെറിംഗ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ലൊബ്യൂൾസ് എന്ന് പറഞ്ഞില്ലേ, ലൊബ്യൂൾസിന്റെ അതായത് ഇത് പെരിഫറിയിലോട്ടാണ്, സെൻട്രൽ വെയിനിൽ നിന്ന് പെരിഫറിയിലോട്ടാണ് ഈ വെയിൻ വരുന്നത്. കനാലിക്കുലി ഉണ്ടാവും, അത് കനാൽസ് ഓഫ് ഹെറിംഗിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ബൈൽ കനാലിക്കുലി എന്ന് പറയുന്ന ആ ഭാഗത്തിൽ കൂടി ഹെപ്പാറ്റിക് സെൽസിൽ നിന്ന് എവിടെ എത്തുന്നു? പെരിഫറിയിൽ എത്തുന്നു. പെരിഫറിയിൽ അവിടെ എന്തുണ്ട്? കനാൽ ഓഫ് ഹെറിംഗ്.
അവിടെ നിന്ന് എന്ത് പറ്റും, ഇന്റർലോബുലർ ബൈൽ ഡക്റ്റിലോട്ട് പോവും, അവിടെ നിന്ന് ഹെപ്പാറ്റിക് ഡക്റ്റിലോട്ട് പോവും. അപ്പൊ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ബൈൽ ഡക്റ്റ് എവിടെയാ, ഹെപ്പാറ്റിക് ഡക്റ്റ് എവിടെയാ നിങ്ങൾ കേട്ടിട്ടുള്ളത്? ഹെപ്പാറ്റിക് ഡക്റ്റ് നമ്മുടെ പോർട്ടൽ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ ആ പാർട്ടിലേക്ക് അതെത്തും. പക്ഷെ നിങ്ങൾ ഇതിന്റെ ഒന്നും അറിഞ്ഞിരിക്കേണ്ട. കനാൽ ഓഫ് ഹെറിംഗ് വേറീസ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ഇപ്പൊ ഇത്തിരി ടഫായിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ മാത്രമേ കനാൽ ഓഫ് ഹെറിംഗ് അതൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉള്ളൂ. സ്പേസ് ഓഫ് ഡിസി അതൊക്കെ. അപ്പൊ നമ്മളിപ്പോ ലിവർ കഴിഞ്ഞിട്ടുണ്ട്, അനാറ്റമി ഓഫ് ലിവർ. അത്രയും സിമ്പിൾ ആയിട്ടാണ് പഠിപ്പിച്ചേക്കുന്നത്. അത് മറന്നു പോകരുത്. നമ്മൾ ഒന്നും കൂടി നമ്മളൊന്ന് ഫാസ്റ്റ് ആയിട്ട് റിവിഷൻ ചെയ്യാൻ പോണ. ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റബോളിക് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ കെ, വൈറ്റമിൻ ഡി സിന്തസിസ്, വൈറ്റമിൻസ് കെയും ഡിയും സിന്തസിസ് ചെയ്യുന്നുണ്ട്. അതിനെക്കാട്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഉണ്ട്, ഫാറ്റ് സ്റ്റോറേജിങ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു എക്സോക്രൈൻ ഓർഗൻ ആണ്. എക്സോക്രൈൻ ഓർഗൻ ഏറ്റവും ബൈൽ സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇത് കണക്റ്റീവ് ടിഷ്യൂവിനെ എൻക്ലോസ് ചെയ്യുന്നതിനെ ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ എന്നാണ് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ലിവർ കാണപ്പെടുന്നത്. ഓക്സിന്റെ കേസ് എടുക്കുമ്പോൾ അത് 8th ലെവൽ ഓഫ് റിബിലാണ് കാണപ്പെടുന്നത്, ബ്രൗൺ കളർ ആണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ലോബിൾസ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ലെയർ വെച്ചിട്ടാണ് വരുന്നത്. ഇത് ക്ലാസിക്കൽ നമ്മൾ ലിവറിന്റെ മോഡൽ എടുക്കുകയാണെങ്കിൽ ലൊബ്യൂൾസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അത് ഒരു ഹെക്സഗണൽ ഷേപ്പ് ആണ്. അതിന്റെ മിഡിലിൽ സെൻട്രൽ വെയിൻ ഉണ്ട്, പെരിഫറൽ ഒരു പോർട്ടൽ സിസ്റ്റം ഉണ്ട്, പോർട്ടൽ ട്രയഡ് ഉണ്ട്. പോർട്ടൽ ട്രയഡിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്ന ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഹെപ്പാറ്റിക് വെയിനും, അത് പോർട്ടൽ വെയിൻ, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്ന് തന്നെ പറയണം കേട്ടോ, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. അതുപോലെ തന്നെ ഹെപ്പാറ്റിക് ആർട്ടറി, ഓക്സിജൻ റിച്ച് ആയിട്ടുള്ളത്. പിന്നെ ഉള്ള ഒരെണ്ണം എന്ന് പറയുന്ന ഏതാണ്, നമ്മുടെ ബൈൽ ഡക്റ്റ് ആണ്. അതിന്റെ നേരെ സെൻട്രൽ ആയിട്ടുള്ള സെൻട്രൽ വെയിൻ ആണ്. അതിന്റെ സെൻട്രൽ വെയിനിൽ നിന്ന് പെരിഫറിയിലോട്ട് കണക്ട് ചെയ്യുന്നത് ഹെപ്പാറ്റിക് സെൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഹെപ്പാറ്റിക് സെൽസ് എന്ന് പറയുന്ന മൾട്ടി ന്യൂക്ലിയേറ്റഡ്, നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിലും കാണാൻ പറ്റും. ചിലതൊക്കെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്, കണ്ടോ, ഇതിലൊക്കെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്, ബാക്കിയൊക്കെ സിംഗിൾ ന്യൂക്ലിയേറ്റഡ് ആണ്. ആ ഭാഗത്തേക്ക് തന്നെ സൈനസോയിഡ്സ് ഉണ്ട്. സൈനസോയിഡ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ലൈൻ ചെയ്തിരിക്കുന്ന കുഫർ സെൽസ് കൊണ്ടാണ്. ഈ സൈനസോയിഡിന്റെ അകത്തുള്ള കുഫർ സെൽസ് എന്ന് പറയുന്നത് ടിഷ്യൂ മാക്രോഫേജ് ആണ്. ഇപ്പൊ ടിഷ്യൂ മാക്രോഫേജ് ആയിട്ടുള്ള ലിവറിന്റെ മാക്രോഫേജ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഫർ സെൽസ് ആണ് ആൻസർ വരാം. അതുപോലെ തന്നെ ഹെപ്പാറ്റിക് സെൽസ്, ഹെപ്പറ്റോസൈറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇരുവശത്തും, സൈനസോയിഡിന്റെ ഇരുവശത്തായിട്ടും. അപ്പൊ ഹെപ്പാറ്റിക് സൈറ്റ്സിന്റെയും കുഫർ സെൽസിന്റെ അകത്തും ഉള്ള ഇടയിലുള്ള ഗ്യാപ്പിനെ പറയുന്നതാണ് സ്പേസ് ഓഫ് ഡിസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. പിന്നെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ പെരിഫറിന്ന് സെന്ററിലോട്ടും, അതുപോലെ തന്നെ ബൈൽ മൂവ് ചെയ്യുന്നത് സെന്ററിൽ നിന്ന് പെരിഫറിയിലോട്ടുമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. പോർട്ടൽ ട്രയലിൽ ഏതൊക്കെയാണുള്ളത്, ഏതാണ് സ്ട്രക്ചർ, ഏതൊക്കെയാണ്, എന്താണ് ഷേപ്പ്, മിഡിലുള്ള ഏതാണ്, പെരിഫറിയിലുള്ളത് എങ്ങനെയാണ്, ബ്ലഡ് എവിടെയാണ് മൂവ് ചെയ്യുന്നത്, പെരിഫറിയിൽ നിന്ന് സെൻട്രലിലോട്ടാണ്, ബൈൽ മൂവ് ചെയ്യുന്നത് സെൻട്രലിൽ നിന്ന് പെരിഫറിയിലോട്ടാണ്. ഓക്കെ, പിന്നെ സൈനസോയിഡ്സിനെ ലൈൻ ചെയ്തിരിക്കുന്ന സെൽസ് ആണ്, അതിൻ്റെ അകത്തുള്ള മാക്രോഫേജ് സെൽസ് ആണ് കുഫർ സെൽസ് എന്ന് പറയുന്നത്. കുഫർ സെൽസിന്റെ അകത്ത് ഹെപ്പറ്റോസൈറ്റ്സിന്റെ അകത്തുള്ള സ്പേസിനെ പറയുന്നതാണ് സ്പേസ് ഓഫ് ഡിസിറ്റ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിവറിന്റെ അനാട്ടമി നിങ്ങൾക്ക് മാക്സിമം ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് ഇനി അടുത്ത് നമുക്ക് കിഡ്നിയിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. അപ്പൊ കിഡ്നിയുടെ പ്രത്യേകത എന്താ? എല്ലാ ആനിമൽസിന്റെ അകത്തും 1 പെയർ ഉണ്ട് അല്ലെ, 2 നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ എന്താ? നമ്മൾക്ക് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ ഡി സിന്തസിസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരെണ്ണമാണ് എർത്രോപോയിറ്റ്. എർത്രോപോയിറ്റിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ആണ്. ഈ എർത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ബ്ലഡ് അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു അനോക്സിയ എന്ന് വെച്ചാൽ ഓക്സിജൻ ഇല്ലാത്തൊരവസ്ഥ വരുവാണെങ്കിൽ ഈ ലിവർ അല്ല, കിഡ്നി എന്ന് പറയുന്നത് എർത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, RBC സിന്തസിസ് നടക്കും. ഓക്കെ, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്. അതായത് JG അപ്പാരറ്റസ്, അത് നമ്മൾ ഇത്തിരി കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. അതിനകത്തൊരു JG അപ്പാരറ്റേ ജസ്റ്റ് ഗ്ലോമുലാർ അപ്പാരറ്റസ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്. അത് ബ്ലഡ് പ്രഷർ ലോ ആകുമ്പോൾ അതനുസരിച്ചിട്ട് ഇതിന്റെ അകത്ത് നമ്മുടെ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം, റാസ് സിസ്റ്റം, റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്ത് ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ വാസ്കുലർ വോളിയം എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ കിഡ്നി എന്ന് പറയുന്നത് ഒരു ചെറിയ ഓർഗൻ ആണ്. അത് യൂറിൻ ക്രിയേറ്റ് ചെയ്യുക അതല്ല, ഇഷ്ടംപോലെ ഫംഗ്ഷൻ ലിവർ ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ ഡിയുടെ സിന്തസിസ് ഉണ്ട്. അതായത് വൈറ്റമിൻ ഡിയുടെ സയന്റിഫിക് നെയിം അറിയത്തില്ല, 125 ഡൈഹൈഡ്രോക്സി കോളി കാൽസിഫെറോൾ ആണ് വൈറ്റമിൻ ഡി. അപ്പൊ വൈറ്റമിൻ ഡി ഉണ്ടായി വരണമെങ്കിൽ ഉള്ള ഹൈഡ്രോക്സിലേഷന്റെ ഒരു പ്രോസസ്സ് ലിവറിലും ഒരു ഹൈഡ്രോക്സിലേഷൻ, അതായത് 125 ഡൈഹൈഡ്രോക്സി, അപ്പൊ 1 ഹൈഡ്രോക്സിലേഷൻ നടക്കുന്നത് ലിവറിലും ഒരെണ്ണം നടക്കുന്നത് കിഡ്നിയിലുമാണ്. ഓക്കെ, അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് വൈറ്റമിൻ ഡിയുടെ സിന്തസിസിന്. അതുപോലെ എർത്രോപോയിറ്റിൻ എന്ന് പറയുന്ന കിഡ്നി സിന്തസിസ് ചെയ്യുന്ന ഹോർമോൺ ആണ് എർത്രോപോയിറ്റിൻ. അപ്പൊ നമ്മൾ അനാട്ടമി മാത്രമൊന്ന് ആണ് ഉള്ളത്, പക്ഷെ നമ്മൾ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ വൈറ്റമിൻ ഡി സിന്തസിസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എർത്രോപോയിറ്റിൻ ഉണ്ട്, അതായത് കിഡ്നി സിന്തസിസ് ചെയ്യുന്ന ഹോർമോൺ ആണ് എർത്രോപോയിറ്റിൻ. അതുപോലെ തന്നെ ജി അപ്പാരറ്റസ്, അതിൻ്റെ അകത്ത് റെനിൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. റെനിൻ, RENIN, റെനിൻ. ഓക്കെ, ജി അപ്പാരറ്റസ്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫിസിയോളജി കാണും. പക്ഷെ നിങ്ങൾ ജി അപ്പാരറ്റസ് ഉള്ള കാര്യമൊക്കെ നമ്മളിപ്പോ അനാട്ടമിയിൽ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇപ്പൊ ഈ അനാട്ടമി എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രക്ചർ മാത്രമേ പഠിക്കുള്ളൂ. എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ മാത്രമേ പഠിക്കത്തുള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇല്ലോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. സോ നമുക്ക് നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യാം. കിഡ്നി. അപ്പൊ കിഡ്നി എന്ന് പറയുന്നത് എന്താണ്? കിഡ്നിയിൽ എക്സ്ക്രീറ്ററി ട്യൂബിൾസും ഉണ്ട്, കണ്ടക്ടിങ് ട്യൂബിൾസും ഉണ്ട്, ബ്ലഡ് വെസൽസും ഉണ്ട്. അതായത് നമ്മുടെ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ യൂറിനിഫറസ് ട്യൂബിൾസ് എന്നും, കണ്ടക്ടിങ് ട്യൂബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ യൂറിനെ റീനൽ പെൽവിസിലോട്ട് കൊണ്ടുവരുന്നതിനാണ് കണ്ടക്ടിങ് ട്യൂബിൾസ് എന്നും, പിന്നെ ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. നമ്മുടെ എപ്പോഴും നോക്കിയാലും നമ്മുടെ കിഡ്നീസ് ഫാറ്റ് ആയിട്ട് ഇങ്ങനെ കോട്ട് ചെയ്താണ് ഇരിക്കാറ്. അപ്പൊ നമ്മൾ കിഡ്നി എന്ന് നോക്കുമ്പോൾ ഓക്സിന്റെ കിഡ്നിയാണ് നോക്കുന്നതെങ്കിൽ ഒരു എലോങ്ങേറ്റഡ് അല്ലെങ്കിൽ ഒരു എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും കേട്ടോ. എലോങ്ങേറ്റഡ് ആയിട്ട് ഒരു എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഷേപ്പിലായിരിക്കും കിഡ്നി ഇരിക്കുന്നത്. റെഡിഷ് ബ്രൗൺ കളറാണ് ഉള്ളത്. നമ്മൾ എപ്പോ നോക്കിയാലും ഈ ഓക്സിന്റെ കിഡ്നി എടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിരിക്കത്തില്ല. കുറെ ഇങ്ങനെ വെട്ടും, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഞാൻ കുറെ ഫോട്ടോ നോക്കി, പക്ഷെ അതിന്റെ ഡയഗ്രാം അവൈലബിൾ അല്ല. അതായത് നമ്മൾ എടുക്കുവാണെങ്കിലേ ഒരു ബഞ്ച് ഓഫ് ഗ്രേപ്സ് ഇരിക്കുന്ന പോലെ ഇരിക്കും ഇതിനകത്ത്, ഇങ്ങനെ ഇങ്ങനെ. മറ്റേ ഫിഷേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അത് ഒരിക്കലും ഒരു സ്മൂത്ത് ആയിരിക്കത്തില്ല, അതാണ് സ്മൂത്ത് ആയിരിക്കത്തില്ല. സ്മൂത്ത് അല്ലാത്തതാണ് ഈ ഫിഷർ ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിലെല്ലാം ഇങ്ങനെ ഫാറ്റ് ഫില്ല് ചെയ്തിരിക്കും. ഓക്കെ, അത് വലിയ കാര്യമില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഫിഷേഴ്സ് ഉണ്ട്, ഡിവിഡന്റ് പോളിഗണൽ ലോബ്സ് ആയിട്ടുണ്ടായിരിക്കും. 20 വരെ നമ്പർ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ലെഫ്റ്റ് കിഡ്നി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് റൂമിനൻസ് അനിമൽസിൽ അത് വേരിയബിൾ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ എന്താ, അനിമൽസ് എടുത്തു കഴിഞ്ഞാൽ വയറ് പശുവാണെന്ന് ചിന്തിച്ചു കേട്ടോ. പശുവിന്റെ ബാക്ക് സൈഡ് പശുവിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് എന്തുണ്ട്? റൂമൻ ഉണ്ട് അല്ലേ? ഈ റൂമൻ ഫില്ല് ചെയ്യും, അതറിയാലോ. ഫുഡ് കഴിക്കുന്ന അനുസരിച്ച് റൂമൻ വലുതായി വരും. അപ്പൊ റൂമൻ വലുതാവുന്ന അനുസരിച്ച് ലിവറിനെ ലിവറിനല്ല, കിഡ്നീനെ പുറകോട്ട് പുഷ് ചെയ്യും. സോ നമ്മള് അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് കിഡ്നി എന്ന് പറയുന്നത് എപ്പോഴും പൊസിഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും അല്ല, ഫുഡ് കഴിക്കുന്ന അനുസരിച്ച്. ഓക്കെ, അത് കുറച്ച് ജനറൽ ആയിട്ട് അറിയേണ്ടതാണ്. നമ്മളിപ്പോ കിഡ്നിയുടെ ഗ്ലാൻഡുലാർ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് പെരിഫറൽ കോർട്ടെക്സും ഇന്നർ മെഡുല. ഇത് തെറ്റിപ്പോയത് കേട്ടോ. ഇന്നർ ഭാഗത്തിനെയാണ് നമ്മൾ മെഡുല എന്ന് പറയുന്നത്, ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുലയും. അപ്പൊ ഈ മെഡുലയിൽ എന്തെന്നായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ റീനൽ പെൽവിസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, യു കൻ സി, ഇതാണ് റീനൽ പെൽവിസ്. ഈ ഏരിയ റീനൽ പിരമിഡ്സ് ആയിട്ട് പിരമിഡ്സ് ആയിട്ട് പിരമിഡ്സ്. ഇതാണ് റീനൽ പിരമിഡ്സ്. റീനൽ പിരമിഡ്സ് ആയിട്ട് ഈ മെഡുലിനെ തിരിച്ചിട്ടുണ്ട്. 1, 2 കണ്ടോ. സോ ഈ പിരമിഡ്സ് എല്ലാം കൂടി കോണ്ടാക്ട് ചെയ്ത് വിത്ത് കോർട്ടെക്സ്
അത് ഇവിടെ ഈ ഭാഗം കണ്ടോ, ഈ കോട്ടക്സുമായിട്ട് ഇതിനകത്ത് കണക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് വന്ന് ഇവര് ജോയിൻ ചെയ്യും. വീനസ് സൈനസ് അഡ്ജസ്റ്റ്മെന്റ് ഹൈലസ്. ഇത് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ കിഡ്നിയുടെ പുറം ഭാഗം, അതായത് കോർട്ടക്സ് എന്നും ഇന്നറിനെ മെഡുല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ റീനൽ സൈനസ് എന്ന് പറയും. ഇപ്പൊ സൈനസ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ കിഡ്നിയുടെ ഈ സൈനസ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലഡ് വന്ന് നിറയുന്ന ഭാഗം, അങ്ങനെയൊക്കെയാണ് നമ്മൾ സൈനസിനെ നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളെപ്പം നോക്കിയാലും കിഡ്നിയുടെ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബീൻ ഷേപ്പ് ആയിരിക്കും. അതിന്റെ അകത്ത് ഔട്ടർ ആയിട്ടുള്ള ഭാഗത്തിനെ നമ്മൾ എന്തെന്ന് പറയും, കോർട്ടക്സ് എന്നും ഇന്നറിനെ മെഡുല എന്ന് പറയും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇനി റീനൽ പെൽവിസിനെ പറ്റിയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ പെൽവിസ് എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്, കണ്ടോ ഈ ഏരിയ. റീനൽ പെൽവിസ് എന്ന് പറഞ്ഞ ഒരു ഫണൽ ഷേപ്പ് ആയിരിക്കും, കണ്ടോ ഒരു ഫണൽ പോലെ ഇരിക്കുന്നുണ്ട് ഇവിടെ, ഒരു ഫണൽ ഷേപ്ഡ് ആയിരിക്കും. ഇത് റീനൽ സൈനസ്, ഈ ഭാഗത്തിനെയാണ് നമ്മൾ റീനൽ സൈനസ് എന്ന് പറയുന്നത്. ഈ കണ്ടു, ഇതിനെയാണ് റീനൽ സൈനസ് എന്ന് പറയുന്നത്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ കാലിസിൽ നിന്നുള്ള യൂറിനെ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. കാലിക്സ് ഉണ്ടല്ലോ, ഇതൊക്കെയാണ് കാലിക്സ്, അതായത് പിരമിഡിന് ശേഷം വരുന്ന ഭാഗമാണ് കാലിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാലിക്സിൽ നിന്നുള്ള ബ്ലഡ് അല്ല, യൂറിനെ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ കാലിക്സ് എന്ന് പറയുന്നത് റീനൽ പാപ്പിലേന്ന് കപ്പിലേക്ക് ചേമ്പേഴ്സ്, അത് യൂറിനെ കളക്ട് ചെയ്യുന്നതിനാണ് കാലിസിസ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള കാലിസിസ് ആണുള്ളത്, മൈനർ കാലിസിസ് എന്നും മേജർ കാലിസിസ് എന്നും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇതിൽ മേജർ കാലിസിസ് എന്ന് പറയുന്നത് ഒരു മേജർ കാലിസിസ് എന്ന് പറഞ്ഞാല് അവര് എന്താന്ന് പറയുന്നത്, 2 or 4 മൈനർ കാലിസിസിനെ ഫോം ചെയ്തിട്ടാണ് മേജർ കാലിസിസ് എന്ന് പറയുന്നത്. മൈനർ കാലിസിസ് എന്ന് പറയുമ്പോൾ 1 റീനൽ പാപ്പിലേന്ന് യൂറിൻ റിസീവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മൈനർ കാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലോ ഓഫ് യൂറിൻ നോക്കുകയാണെങ്കിൽ റീനൽ പിരമിഡ്സ്, ഇത് കണ്ടു റീനൽ പിരമിഡ്സ് ഞാൻ കളർ മാറ്റാം, ബ്ലാക്ക് ഇവിടെ. റീനൽ പിരമിഡ് കണ്ടു. റീനൽ പിരമിഡിൽ നിന്ന് റീനൽ പാപ്പിലയിലോട്ട് വരും. പാപ്പില കാണാൻ പറ്റുന്നുണ്ടോ, ഇത് കണ്ടോ റീനൽ പാപ്പിലെ ഈ ഭാഗം, റീനൽ പാപ്പിലയിലെത്തി. റീനൽ പാപ്പിലയിൽ നിന്ന് മൈനർ കാലിക്സിൽ പോവും. കാണാൻ പറ്റുന്നുണ്ടോ അതാ മൈനർ കാലിക്സ്, ഇതൊക്കെ ഒരേ പാർട്ടാണ് കേട്ടോ. മൈനർ കാലിക്സ് 2-3 കയറുമ്പോ എന്തൊരു മേജർ കാലിക്സ് ആവും. മേജർ കാലിക്സിൽ നിന്ന് എവിടെ വരയ്ക്കും, റീനൽ പെൽവിസിലോട്ട് എത്തും. നിങ്ങൾക്ക് കാണാം റീനൽ പെൽവിസ്. അതിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം യൂറിറ്ററിൽ പോവും, അവിടെ നിന്ന് യൂറിനറി ബ്ലാഡറിലോട്ട് പോവും. ഗോട്ട് ഇറ്റ്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ യൂറിന്റെ ഫ്ലോ എങ്ങനെയാണെന്ന് അറിയണം. ഫസ്റ്റ് റീനൽ പിരമിഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ നമ്മൾ കളക്റ്റിംഗ് ഡക്ട് എന്ന് പറയാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം റീനൽ പാപ്പിലേ പോവും, അത് കഴിഞ്ഞ് മൈനർ കാലിക്സിൽ പോവും, അത് കഴിഞ്ഞ് മേജർ കാലിക്സിൽ പോവും, അത് കഴിഞ്ഞ് റീനൽ പെൽവിസിൽ പോവും, പിന്നെ യൂറിറ്റർ, യൂറിനറി ബ്ലാഡർ. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഇത്ര കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾക്ക് ഒരു ക്രോസ് ആയിട്ട് സ്ട്രക്ചർ ചെയ്യുമ്പോൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പം നമ്മൾ യൂറിൻ ഫ്ലോ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അത് റീനൽ പിരമിഡിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പാപ്പിലേ പോവും, പാപ്പിലയിൽ നിന്ന് മൈനർ കാലക്സിൽ പോവും, അവിടെ നിന്ന് മേജർ കാലക്സിൽ പോവും, അവിടെ നിന്ന് റീനൽ പെൽവിസ്, യൂറിറ്റർ, യൂറിനറി ബ്ലാഡർ. ഇത്രയും ഓർക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിന്റെ ഔട്ടർ പാർട്ടിന് പറയുന്നതാണ് റീനൽ കോർട്ടക്സ് എന്നും ഇന്നർ കാര്യത്തിന് ഇന്നർ മെഡുല എന്നുമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു ഏരിയ ക്രിപ്രോസ എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട് കേട്ടോ. അപ്പൊ ഏരിയ ക്രിപ്രോസ അതെന്ന് പറയുന്നത് നമ്മുടെ പാപ്പിലയുടെ ടിപ്പിൽ, അതായത് റീനൽ പാപ്പിലയുടെ ഏറ്റവും ടോപ്പിലായിട്ട് കാണപ്പെടുന്നതാണ്. ആ മൈനർ കാലിക്സിലോട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തിനെയാണ് ഏരിയ ക്രിപ്രോസ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം റീനൽ പാപ്പിലയുടെ. ഇതാണ് റീനൽ പാപ്പിലെ. അതിന്റെ ടിപ്പിൽ നിന്ന് മൈനർ കാലിക്സിലോട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഭാഗം ഇത് നോക്കൂ. ഇതാണ് ഇത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഏരിയനെ നമ്മൾ ഏരിയ ക്രിപ്രോസ എന്ന് പറയുന്നത് കേട്ടോ. ഏരിയ ക്രിപ്രോസയുടെ പ്രത്യേകത എന്ന് വെച്ചാല് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓപ്പണിംഗ് കൂടിയാണ്, ഏരിയ ക്രിപ്രോസയിൽ കൂടിയാണ് നെഫ്രോണിൽ ഫോം ചെയ്യുന്ന യൂറിനെ മൈനർ കാലിക്സിലോട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, യൂറിൻ എക്സിറ്റ് ചെയ്യുന്ന പോർഷൻ ആണ് ഏരിയ ക്രിപ്രോസ. ഏരിയ ക്രിപ്രോസ എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതുപോലെ സ്പേസ് ഓഫ് ഡിസേ,
ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ. അപ്പൊ ഇങ്ങനത്തെ കുഫർ സെൽസ്. അപ്പൊ നിങ്ങൾ ചെല്ലുമ്പോ ഇങ്ങനെ ഈ ഓർഗൻ തമ്മിൽ ഒരിക്കലും ഒരു എന്താ പറയുന്ന ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. സോ ഇനി നമുക്ക് കോർട്ടിക്കൽ സ്ട്രക്ചർ ഭയങ്കരമായിട്ട് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ കോർട്ടെക്സ് എന്ന് പറയുന്ന ഏതാണ്, പെരിഫറൽ റീജിയനെയാണ് നമ്മൾ എന്ത് കോർട്ടിക്കൽ സ്ട്രക്ചേഴ്സ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പൊ കോർട്ടെക്സിലുള്ള സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം കോർട്ടിക്കൽ ടിഷ്യൂ എന്ത് ചെയ്യുന്നുണ്ട്, മെഡുലേന്ന് കളർ മാറ്റട്ടെ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഔട്ടർ സോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോർട്ടെക്സ് എന്ന് പറയുന്നത്. അവിടെ കോർട്ടിക്കൽ റീജിയനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പാഴ്സ് കൺവല്യൂട്ടേ എന്നും പാഴ്സ് റേഡിയേറ്റേ എന്നും. അപ്പം ഈ പാഴ്സ് കൺവല്യൂട്ടേ എന്ന് വെച്ചാൽ കൺവല്യൂട്ടഡ് ട്യൂബ്സും ഗ്ലോമർലി എല്ലാം കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ പാഴ്സ് കൺവല്യൂട്ട എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ മെഡുലറി റേസിനെയാണ് പാഴ്സ് റേഡിയേറ്റ എന്ന് പറയുന്നത്. ഈ പാഴ്സ് റേഡിയേറ്റ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഈ കോളംസ്, അത് കോളംസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മെഡുലറി ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ഇപ്പോൾ അത് കോർട്ടെക്സിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുവാണെങ്കിൽ, അതായത് നമ്മുടെ ഈ റീനൽ കോർട്ടെക്സ് ഉണ്ടല്ലോ അവിടെ കാണപ്പെടുന്നതാണ് ഈ പാസ് റേഡിയേറ്റ എന്ന് പറയുന്നത്. അതായത് ഈ പ്രോക്സിമൽ ട്യൂബ്, അതുപോലെ തന്നെ ഡിസ്റ്റൽ ട്യൂബ്യൂൾസ്. നമ്മളത് ഇത് കണ്ടോ, നമ്മളിപ്പോ അത് കുറച്ചും കൂടി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നമ്മളൊരു നോർമൽ ആയിട്ട് ഒരു നെഫ്രോൺ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നെഫ്രോണിന്റെ സ്ട്രക്ചർ. നോക്കിക്കേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടോ, ഇതിനെ പറയുന്ന പേരെന്താണ്, ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്ലോമർലേ എന്ന് പറയുന്ന പാർട്ടാണ് ഈ പറയുന്നത്. ഈ സ്ട്രക്ചർ ഒക്കെ ഇരിക്കുന്ന ഭാഗത്തിനെയാണ് കൺവല്യൂട്ടഡ് ട്യൂബ്. അപ്പം രണ്ട് കൺവല്യൂട്ടഡ് ട്യൂബാണ് ഉള്ളത്. ഒന്ന് എന്താണ്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്. അങ്ങനെ രണ്ട് കൺവല്യൂട്ടഡ് ട്യൂബ് ഉണ്ട്. അപ്പം ഗ്ലോമർലെയും ഈ DCTയും PCTയും കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാഴ്സ് കൺവല്യൂട്ട അല്ലെങ്കിൽ കോർട്ടിക്കൽ ലാബ്രിന്ത് എന്ന് പറയുന്നത്. മനസ്സിലായി, ഇതാണ് കോർട്ടിക്കൽ ലാബ്രിന്ത്. അപ്പൊ പക്ഷേ നെഫ്രോൺ ഇങ്ങനെ നീണ്ടു കിടപ്പുണ്ട്. അപ്പൊ പാഴ്സ് റേഡിയേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ മെഡുലയിലോട്ട് ലോങ് ചെയ്ത് കിടക്കുന്ന ഭാഗമാണ്. അതായത് നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലി, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി. ഓക്കെ, അതുപോലെ തന്നെ പ്രോക്സിമൽ ട്യൂബിന്റെ കുറച്ച് പാർട്ട്, ഡിസ്റ്റലിന്റെ കുറച്ച് പാർട്ടും, ഈ കളക്റ്റിംഗ് ഡക്റ്റ്, ഈ ഭാഗം കളക്റ്റിംഗ് ഡക്റ്റ്, ഈ ഭാഗം എല്ലാം അപ്പൊ ഇങ്ങോട്ട് ഒരു മെഡുലയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ പിന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടെ ഒന്നും കൂടെ വന്നിട്ട് ഞാൻ ഇതൊന്നും കൂടെ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മള് നെഫ്രോണിന്റെ കാര്യമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം അറിയണം. അപ്പൊ ഈ ലിവർ നോക്കിയാൽ ഈ ലിവറിന്റെ അകത്ത് ഇഷ്ടംപോലെ സ്ട്രക്ചർ ഉണ്ട്. അപ്പം ഈ പാരങ്കൈമ എന്ന് പറയുന്നത് ഈ ബ്ലഡ് വെസൽസും ഫങ്ഷണൽ ടിഷ്യൂം എല്ലാം കൂടെ ഇരിക്കുന്ന ഭാഗത്തിനാണ് നമ്മൾ ഇതിനെയാണ് നമ്മൾ പാരങ്കൈമ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് പറയുന്നത് ഇൻബിറ്റ്വീൻ, നെഫ്രോൺസിന്റെയൊക്കെ ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ എന്തെന്ന് പറയും, ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് പറയും. അതായത് ഇൻഡസ്ട്രീഷ്യൽ ടിഷ്യൂ ബിറ്റ്വീൻ സ്ട്രക്ചേഴ്സ്, അതായത് ബ്ലഡ് വെസൽസും യൂണിഫേഴ്സ് ട്യൂബിൾസും അതുപോലെ തന്നെ നമ്മുടെ ഹെൻലി, റൂപ്പ് ഓഫ് ഹെൻലി, അതിന്റെ ഇടയിലൊക്കെ ഉള്ള സ്പേസിനെയാണ് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ അടുത്ത ഒരു മേജർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കിഡ്നി. കിഡ്നിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ അല്ലെങ്കിൽ എന്താ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് നെഫ്രോൺ ആണ്. അപ്പം ബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ന്യൂറോൺ. കിഡ്നി എടുത്തു കഴിഞ്ഞാൽ നെഫ്രോൺ. ഓക്കെ, ലിവർ എടുത്തു കഴിഞ്ഞാൽ ഹെപ്പറ്റോസൈറ്റ്സ്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ നെഫ്രോണിന്റെ സ്ട്രക്ചർ ആണ് പഠിക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് മിക്കവാറും ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമ്മൾ നമുക്ക് ഏത് നെഫ്രോൺസ് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, പാഴ്സ് റേഡിയേറ്റയും അതുപോലെ തന്നെ പാഴ്സ് കൺവല്യൂട്ടയും. അതിൽ ഓക്കെ, പാഴ്സ് റേഡിയേറ്റ എന്ന് പറയുന്ന സ്ട്രക്ചർ വരുന്നത് ഇത് കേട്ടോ, ഇത്രയും സ്ട്രക്ചറിനെയാണ് നമ്മൾ പാഴ്സ് റേഡിയേറ്റ എന്ന് പറയുന്നത്. കണ്ടോ, ഈ ബൊമാൻസ് ക്യാപ്സ്യൂളും അതുപോലെ PCT, DCT ഇതെല്ലാം ഇരിക്കുന്ന മുകളിലാണ്. അതിനുശേഷം വരുന്ന കളക്റ്റിംഗ് ഡക്റ്റ്, ലൂപ്പ് ഓഫ് ഹെൻലി, ഈ ഏരിയയൊക്കെ വരുന്ന ഭാഗത്തിനെയാണ് പാഴ്സ് കൺവല്യൂട്ട എന്ന് പറയുന്നത് കേട്ടോ. പാഴ്സ് കൺവല്യൂട്ട, സോറി, പാഴ്സ് കൺവല്യൂട്ടയില് ഇത് ഗ്ലോമർലയും പാഴ്സ് റേഡിയേറ്റയില് ഈ നമ്മുടെ ഈ സ്ട്രേറ്റ് സ്ട്രക്ചറും ഇതാണ് പാഴ്സ് റേഡിയേറ്റം അല്ലെങ്കിൽ മെഡുലറി റേസ് എന്ന് പറയുന്ന സാധനം.
സോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ അകത്താണ് ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത്. ഒരു ഡബിൾ മെമ്പറൈൻ ആണ് കേട്ടോ ബൊമാൻസ് ക്യാപ്സ്യൂൾ ലെയർ എന്ന് പറയുന്നത്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇവിടെ കൂടെ എന്ത് പറ്റും, കുറേ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് വരും. ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ മിക്സ് ചെയ്ത് കിടക്കും. ഇവിടെ നിന്ന് ഒരു എക്സിറ്റ് ഉണ്ട്, ഒരു ഔട്ട്സൈഡ് പോക്കുണ്ട്, ഒരു എൻട്രി ഉണ്ട്, എക്സിറ്റും ഉണ്ട്. ഇത് എൻട്രി ആണെങ്കിൽ ഇത് എക്സിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വരുന്ന ഈ ബ്ലഡ് ഇത്രയും ഡക്റ്റ് ഓഫ് കാപ്പിലറി കൂടി ഇങ്ങനെ പാസ് ചെയ്ത് ഈ മൈന്യൂട്ട് ആയിട്ടുള്ള നമ്മുടെ ഫിൽട്രേഷൻ പോറി കൂടി വന്ന് അതില് പ്രോട്ടീൻ പോവാൻ പാടില്ല, ആവശ്യമുള്ള കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അതൊന്നും ആവശ്യമില്ലാതെ വെറും അതായത് ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള മിനറൽസ് മാത്രമായിട്ട്, അതായത് കാൽഷ്യം, മഗ്നീഷ്യം അങ്ങനത്തെ സാധനങ്ങൾ മാത്രമായിട്ട് എന്ത് ചെയ്യും, സോഡിയം ക്ലോറൈഡ്, അതായത് സോഡിയം Na+, Cl- അതുപോലത്തുള്ള അയോൺസ് മാത്രമായിട്ട് എന്ത് ചെയ്യും, ഇതിൽ കൂടി പാസ് ചെയ്യും. ഇതിൽ കൂടി ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇനി വീണ്ടും അതിനൊരു ലെയർ വരും ഇങ്ങനെ. അപ്പം ഇതിനടുത്തുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോക്സിമൽ കൺവല്യൂട്ട് ടു, PCT എന്ന് നമ്മൾ പറയും. അതായത് അടുത്തുള്ളതിനെ നമ്മൾ എപ്പോഴും പ്രോക്സിമിറ്റി, എനിക്കൊന്ന് നിങ്ങൾ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ഡിഫറെന്റ് ബോഡി പാർട്ടിനെ. അതിൽ പ്രോക്സിമൽ, ഡിസ്റ്റൽ. ഡിസ്റ്റൽ എന്ന് പറയുന്നത് എന്താ, നമ്മൾ പറയുന്ന അനാട്ടമിക് സ്ട്രക്ചറിന്റെ അടുത്തുള്ള പാർട്ടിന് നമ്മൾ പ്രോക്സിമൽ എന്നും ദൂരെ ഉള്ളതിനെ നമ്മൾ ഡിസ്റ്റൽ, അതായത് ടേലിനോട് അടുത്തിട്ടുള്ള. അപ്പം ഇതിന് അങ്ങനത്തെ ഈസി ആയിട്ട് പഠിക്കാം. PCT, അടുത്തുള്ള ഭാഗം PCT, പിന്നെ ലൂപ്പ് ഓഫ് ഹെല്ലി, അത് കഴിഞ്ഞിട്ട് വരുന്നത് DCT. ഇത് മനസ്സിലായല്ലോ, സിമ്പിൾ ആയിട്ട് മനസ്സിലാവുമല്ലോ. PCT, DCT, ഇത് ലൂപ്പ് ഓഫ് ഹെല്ലി. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്, പക്ഷെ ഞാൻ ഒന്ന് ബ്രഷപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇനി ഇവിടെ കുറച്ച് ഉണ്ട്. അപ്പൊ നമ്മളെ ബൊമാൻസ് ക്യാപ്സ്യൂള്, അതായത് നെഫ്രോൺ എന്ന് പറയുന്നത് ബിഗിൻ ചെയ്യുന്നത് ഒരു ബൊമാൻസ് ക്യാപ്സ്യൂൾ വെച്ചിട്ടാണ്. ബൊമാൻസ് ക്യാപ്സ്യൂൾ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ടഫ്റ്റോ കാപ്പിലറീസിനെ പറയുന്ന പേരാണ് ഗ്ലോമെറുലസ്. മനസ്സിലായല്ലോ, ഇതിന്റെ അകത്തുള്ള ടഫ്റ്റോ കാപ്പിലറീസ്, ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്ന കാപ്പിലറീസിനെയാണ് നമ്മൾ ഗ്ലോമെറുലസ് എന്ന് പറയുന്നത്. ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ഗ്ലോമെറുലസിനെയും നമ്മൾ പറയുന്നതിനാണ് മാസ്പീജിയൻ കോർപ്പസൽസ്. അപ്പൊ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂൾ എലോങ് വിത്ത് ടഫ്റ്റോ കാപ്പിലറി, ഗ്ലോമെറുലസ്, അതിനെ നമ്മൾ ടുഗദറായിട്ട് പറയുന്ന പേരാണ് മാൽപീജിയൻ കോർപ്പസൽസ്. സോ ഇത് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടുത്തെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ അകത്തുള്ള ടഫ്റ്റോ കാപ്പിലറിനെ പറയുന്ന ഗ്ലോമെറുലസ്, ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ഗ്ലോമെറുലസിനെയും ഒരുമിച്ച് പറയുന്ന മാൽപീജിയൻ കോർപ്പസൽസ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റീനൽ കോർപ്പസൽസിന്റെ അകത്ത് പാഴ്സ് കൺവല്യൂട്ടയിലാണ് കാണപ്പെടുന്നത് ഞാൻ പറഞ്ഞു. അതായത് റീനൽ കോർപ്പസൽ, ബൊമാൻസ് ക്യാപ്സ്യൂളും PCTയും എവിടെയാണ്, നമ്മുടെ പാഴ്സ് കൺവല്യൂട്ടയിലും. പാഴ്സ് റേഡിയേറ്റയിൽ കാണപ്പെടുന്ന ഏതാണ്, ലൂപ്പ് ഓഫ് ഹെല്ലിയും, സം പാർട്ട് ഓഫ് DCT, സം പാർട്ട് ഓഫ് ഇത്, പിന്നെ കളക്റ്റിംഗ് ഡക്റ്റ്. ഇതെല്ലാം കാണപ്പെടുന്ന എവിടെയാണ്, നമ്മുടെ പാഴ്സ് റേഡിയേറ്റ അല്ലെങ്കിൽ മെഡുലറി റേസിലായിരിക്കും കാണപ്പെടുന്നത്, ഈ ഭാഗത്തായിട്ട്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഇനി നമുക്ക് ഈ സ്ട്രക്ചർ ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ബൊമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, നിങ്ങൾ പറഞ്ഞു നോക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തോട്ട് എൻട്രിയിലോട്ട് വരുന്നതിനെ നമ്മൾ അഫറന്റ് എന്ന് പറയാം. അങ്ങോട്ട് പോകുന്നതിനെ അഫറന്റ്, അതായത് അങ്ങോട്ട് പോകുന്നു. ഓക്കെ, തിരിച്ചു പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, തിരിച്ചു പോകുന്നതിനെ എഫറന്റ് എന്നും പറയും കേട്ടോ. ഇഫറന്റ്, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ ഓർത്താതെ കേട്ടോ. അങ്ങോട്ട് അകത്തോട്ട് പോകുന്നതിനെയാണ് നമ്മൾ അഫറന്റ് എന്ന് പറയുന്നത്. തിരിച്ചു പോകുന്നത് എഫറന്റ്. നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും, ഈ ബൊമാൻ ക്യാപ്സ്യൂളിലോട്ട് വന്നിട്ട് ഇത് നോക്കിയേ, ഈ ബ്ലഡ് വെസൽസ് എല്ലാം വീണ്ടും ഇതിനെ ചുറ്റി ഇങ്ങനെ പോകുന്നുണ്ട്. ലൂപ്പോ ഹെല്ലിനെ കണ്ടോ, ഇതിനെ പറയുന്നതിനെയാണ് വാസ റെക്റ്റ എന്ന് പറയുന്നത്. കാരണം ഈ ബ്ലഡ് വെസൽസിന്റെ അകത്തുനിന്ന് ബാക്കിയുള്ള നമ്മൾ ഇതിന്ന് റീഅബ്സോർബ് ചെയ്യുന്ന സാധനങ്ങൾ എന്ത് ചെയ്യും, ഈ വാസ റെക്റ്റയിലോട്ട് പോവും. അതുപോലെ തന്നെ ഇവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ വാസോറെക്ട ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ച് മെക്കാനിസം, നിങ്ങൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. പക്ഷെ ഇങ്ങനെ ബ്ലഡ് വെസൽസ്
അത് അഫ്രണ്ട് അങ്ങോട്ട് പോകുന്നത്, ഇങ്ങോട്ട് വരുന്ന എഫ്രണ്ടും. അതുപോലെ ഡക്റ്റോ കാപ്പിലറീസിനെ പറയുന്നത് നമ്മൾ ഗ്ലോമർലസ് എന്നും, ഇതിന്റെ അകത്തുള്ള ഇതിനെ പറയുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്നും. പിന്നെ ഇവിടെ പെരിട്യൂബുലർ കാപ്പിലറീസ് ഉണ്ട്, ഇതിനെ വീണ്ടും ചുറ്റി വിരിഞ്ഞ് വീണ്ടും കാണപ്പെടുന്നുണ്ട്. പിന്നെ അടുത്തുള്ള ഈ കൺവല്യൂട്ടഡ് ട്യൂബിനെ പറയുന്ന പ്രോക്സിമൽ എന്നും, ഈ ദൂരെയുള്ളതിനെ നമ്മൾ ഡിസ്റ്റൽ എന്നും പറയും കേട്ടോ. ഇതിന്റെ അടുത്തുള്ളതിനെ എന്തെന്ന് പറയും? പ്രോക്സിമൽ. ദൂരെയുള്ളതിനെ ഡിസ്റ്റൽ. ഇതെല്ലാം കൂടി കവർ ചെയ്യുന്നത് കളക്റ്റീവ് ഡക്റ്റിലോട്ടാണ്. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇപ്പൊ ബൊമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്. ബൊമാൻസ് ക്യാപ്സ്യൂൾ കാണപ്പെടുന്ന എവിടെയാണ്? പാസ് കൺവലൂട്ടയിലാണ്. ഗ്ലോമുറിലെയും ബൊമാൻസ് ക്യാപ്സ്യൂളും കൂടെ ടുഗദർ പറയുന്നത് എന്താണ്? മാൽപീജിയം കോർപ്പസ് സെൽസ് എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന അവിടെ നിന്ന് വരുന്ന ഫസ്റ്റ് കൺവല്യൂട്ടഡ് ട്യൂബിന് പറയുന്ന പേരാണ് proximal convoluted tube, then Lupo-Henle, then distal convoluted tube, then collecting duct. ഇത്രയേ ഉള്ളൂ. I am not a good drawer. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ പറഞ്ഞ ഏത് മാർക്ക് ചെയ്യും? ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് ഇത് ഗ്ലോമുലൈ, ഇത് ബൊമാൻസ് ക്യാപ്സ്യൂൾ, ടുഗദർ നിങ്ങൾ എന്തെന്ന് പറയും? മാൽപീജിയൻ കോർപ്പസ് സെൽസ്. ഈ മാൽപീജിയൻ കോർപ്പസ് സെൽസും പ്രോക്സിമലും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബും ഏത് ഭാഗത്താണ് വരുന്നത്? പാസ് കൺവല്യൂട്ടയില്. പിന്നെ സം പാർട്ട് ഓഫ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബും പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബും, സം പാർട്ട് ഓഫ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബും, പിന്നെ ഏതാ ലൂപ്പോ ഹെല്ലിയും കൂടി മെഡുലായിട്ട് പോകും. ഇത് മെഡുലറി റേസ് എന്ന് പറയും, ഇതിനെ കണക്റ്റിംഗ് ഡക്ട് എന്ന് പറയും. ഓക്കെ, കണക്റ്റീവ് ഡക്ട്. ഇതെല്ലാം കൂടി ഉണ്ടാകുന്ന ഈ പാർട്ടിനെ പറയുന്ന പേരാണ് മെഡുലറി റേസ് അല്ലെങ്കിൽ റേഡിയേറ്റർ എന്ന് പറയുന്നത്. ഇത്ര സാധനങ്ങളേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, നല്ല വിശാലമായി വരച്ചിട്ടുണ്ട്. അഫ്രണ്ട് ആർട്ടിയോൾ എൻട്രി ചെയ്യുന്നു, പുറത്തു പോകുന്ന ഏതാണ്? നമ്മുടെ ഫ്രണ്ട് ആർട്ടീരിയോൾ. അതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിന് ഗ്ലോമുലർ കോർപ്പസ് സെൽസ് എന്ന് പറയുന്നുണ്ട്. മാൽപീജിയൻ കോർപ്പസ് സെൽസ്, ഗ്ലോമുലൈ പ്ലസ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഇതിനെ പറയുന്ന പേരെന്താണ്? DCT. ഈ ഭാഗത്തിന് പറയുന്ന DCT, ഇതിനെ പറയുന്നത് ലൂപ്പോ ഹെല്ലി. പിന്നെ ഇവിടെ എല്ലാം പെരിട്യൂബുലർ കാപ്പിലറീസ് ഉണ്ട്, വെയിൻസ്. പിന്നെ കളക്റ്റിംഗ് ഡക്ട്, ഇതിന് മുന്നേ ഉള്ള ഭാഗത്തിനെ നമ്മൾ പറയുന്നതാണ് പാസ് കോർപ്പസ്, റീനൽ കോർപ്പസ്, പാസ് കൺവല്യൂട്ടർ. ബാക്കിയുള്ളത് മെഡുലറി റേസ് അല്ലെങ്കിൽ പാസ് റേഡിയേറ്റർ. സോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. കിഡ്നിയിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ആയിരിക്കും ബേസിക് സ്ട്രക്ചറിന് പറയുന്ന നെഫ്രോൺ എന്നാണ്. സോ നമ്മൾ പറയുന്നു, നമ്മുടെ നെഫ്രോണിൽ നിന്ന് ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് യൂറിൻ ഇതിൽ നിന്ന് അൾട്രാ ഫിൽട്രേഷൻ നടന്നു. അതിനുശേഷം അത് ഇവിടെ എത്തുന്നു, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൽ എത്തുന്നു. അത് ടോർച്ചറസ് ആണ്, ഇങ്ങനെ കോർട്ടിക്കൽ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഡിസെൻഡിങ് ലൂപ്പോ ഹെല്ലിനുണ്ട്. അത് കഴിഞ്ഞിട്ട് ശേഷം ലൂപ്പോ ഹെയർ പിൻ ഒരു വളവ് ഇങ്ങനെ. അത് കഴിഞ്ഞതിന് ശേഷം അസെൻഡിങ്, മുകളിലോട്ട് പോകുന്നതിനാണ് അസെൻഡിങ്. ആദ്യം ഡിസെൻഡിങ്, അത് കഴിഞ്ഞിട്ട് അസെൻഡിങ്. നിങ്ങൾ ഈ പടം മാത്രം ഓർത്ത് വെച്ചത് കേട്ടോ. ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൽ വരുന്നു, അത് കഴിഞ്ഞ് ഡിസെൻഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അസെൻഡ് ചെയ്യുന്നു. പിന്നെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്. ഓക്കെ, ഡിസ്റ്റൽ കൺവല്യൂട്ടർ, പിന്നെ കണക്റ്റീവ് ടിഷ്യൂ, നോട്ട് കണക്റ്റീവ് ടിഷ്യൂ, കണക്റ്റീവ് ഡക്ട്. സോ ഇതാണ് നമ്മൾക്ക് ഒരു മൈന്യൂട്ട് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാലുള്ളത്. മെഡുലയിൽ കാണപ്പെടുന്ന പാർട്ടുകൾ മനസ്സിലായല്ലോ. ഇത് ഈ പാർട്ട് ഓഫ് പ്രോക്സിമലിന്റെ ഈ ഇത്രയും പാർട്ട്, ഡിസ്റ്റലിന്റെ ഇത്രയും പാർട്ട്, അത് കഴിഞ്ഞാല് ഡിസെൻഡിങ് ആയിട്ടുള്ള പാർട്ട്, പിന്നെ അസെൻഡിങ് ലൂപ്പോ ഹെൻലി, കണക്റ്റിംഗ് ഡക്ട്. ഇത്രയും ഭാഗമാണ് മെഡുലയിൽ കാണപ്പെടുന്നത്. ഇതാണ് മെഡുലയിലുള്ള മെഡുലറി റേ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് അഫ്രന്റ് ആർട്ടറി, ഇങ്ങോട്ട് പോകുന്നത്, പുറത്തോട്ട് പോകുന്നത് ഏതാണ്? എഫ്രന്റ്. അങ്ങോട്ട് പോകുന്നത് അഫ്രന്റ്. പിന്നെ ഗ്ലോമർലസ്, പിന്നെ ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഇതിനെല്ലാത്തിനെയും പറയുന്ന മാൽപീജിയൻ കോർപ്പസ് സെൽസ്, ഇതിന് പറയുന്ന PCT, ഇതിന് പറയുന്നത് DCT, ഇത് കളക്റ്റിംഗ് ഡക്ട്. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ പറ്റും. ഡിസ്റ്റൽ കൺവല്യൂട്ടർ, പിന്നെ കളക്റ്റിംഗ് ഡക്ട്, സ്ട്രെയിറ്റ് കളക്റ്റിംഗ് ഡക്ട്, പിന്നെ കാപ്പിലറി ഡക്ട് ഓഫ് ബെല്ലനി. അതാണ്
നമ്മുടെ ഏരിയ ക്രൂസയിലോട്ട് ഓപ്പൺ ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡക്ട് ഓഫ് ബെല്ലിനി എന്ന് പറയുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട അത് ഇത്രയും ഓർമ്മ. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ റീനൽ കോർപ്പസൽസ് അല്ലെങ്കിൽ ഗ്ലോമുലസിനെ പറ്റിയാണ്. അപ്പൊ ഗ്ലോമുലസിനെ പറ്റി അറിയുമ്പോൾ ഞാൻ പറഞ്ഞു ടഫ്റ്റോ കാപ്പിലറീസ് ഒരു ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു ഗ്ലോമുലയിൽ ഒരു ബൊമാൻസ് ക്യാപിറ്റലിൽ ടഫ്റ്റോ കാപ്പിലറീസ് ഇരിക്കുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റീനൽ കോർപ്പസൽസ് എന്ന് പറയുന്നത് അല്ലേ. റീനൽ കോർപ്പസൽസ് അല്ലെങ്കിൽ മാൽപീജിയൻ കോർപ്പസൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടഫ്റ്റോ ഗാലറി ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗ്ലോമുലൈ എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ട് അങ്ങോട്ട് വരുന്ന അഫ്രണ്ട് കണ്ടോ ബ്ലഡ് ഫ്ലോ അങ്ങോട്ടാണ്. ഇത് ഇങ്ങനെ 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 കുറേ ഇങ്ങനെ ടിസ്റ്റ് ചെയ്ത് പിന്നെ ഇതിലോട്ട് പോകും എഫറന്റ് ആയിട്ട് പുറത്തോട്ട് പോകും. അപ്പൊ ഈ നമ്മുടെ ഈ പൊമാൻസ് ക്യാപ്സുൽ എടുത്തു കഴിഞ്ഞാൽ രണ്ടുണ്ട്, പരേറ്റൽ ലെയർ എന്ന് പറയും, അതുപോലെ വിസറൽ ലെയർ എന്നും പറയും കേട്ടോ. വിസറൽ ലെയർ എന്ന് പറഞ്ഞത് ഈ പാർട്ടിനെയാണ്, ഇതിന്റെ ഇന്നർ മോസ്റ്റ്, പിന്നെ ഇതിന്റെ ഈ ഭാഗത്തുള്ളതിന് പരേറ്റൽ ലെയർ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയണ്ട, പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ ഒറ്റ സിംഗിൾ ലെയർ ഓഫ് ഞാൻ പറഞ്ഞ ഡബിൾ ലെയർ ആണ്, പക്ഷെ ഒരു എൻഡോത്തീലിയൽ സെൽസ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഈ ഭാഗം ഒമൻസ് ക്യാപ്സ്. ഈ എൻഡോത്തീലിയൽ സെൽസിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഭയങ്കര തിന്നാണ്, ഭയങ്കര എക്സ്ട്രീംലി തിന്നായിട്ടുള്ളതാണ്. ആൻഡ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഫെനസ്ട്രേറ്റഡ് ആണ്. ഫെനസ്ട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പോർ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫെനസ്ട്രേറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഗ്ലോമുലർ കാപ്പിലറി എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്ലോമുലാറിന്റെ അകത്തുള്ള സെൽസ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി തിന്നായിരിക്കും ആൻഡ് സൈറ്റോപ്ലാസം ഫെനസ്ട്രേറ്റഡ് ആയിരിക്കും. അതായത് നമ്മുടെ ഇവിടെ കുറെ ഗ്ലോമുലാർ കാപ്പിലറീസ് വരത്തില്ലേ ഈ ഭാഗത്ത്, ആ കാപ്പിലറീസ് എന്ന് പറയുന്നത് എൻഡോത്തീലിയൽ ലൈനിങ് എന്ന് പറയുന്നത് ഭയങ്കര തിന്നായിരിക്കും, അതുപോലെ തന്നെ പെനസ്ട്രേറ്റ് ആയി, കാരണം ഈസി ആയിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ കണ്ടൻസ്. സോ ഇതാണ് ഒരു ഗ്ലോമുലയുടെ നോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ ഈ ഗ്ലോമുലാർ കാപ്പിലറി ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സിമ്പിൾ ആയിട്ടായിരിക്കും, തിന്നായിട്ടായിരിക്കും, ഇതിന്റെ ഇടയിലെല്ലാം സ്പേസ് ഉണ്ട്. അപ്പൊ ഈ സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ പൊമാൻ സ്പേസ് എന്ന് പറയുന്നത്. ഈ കാപ്പിലറി എൻഡോത്തീലിയം ഇത് കേൾക്കും. ഈ പരേറ്റൽ ലെയർ ഒക്കെ കണ്ടു, ബേസ്മെന്റ് മെമ്പറൈനൊക്കെ ഭയങ്കര ഫെനസ്ട്രേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം നമ്മുടെ ഈ ഗ്ലോമുലാർ കാപ്പിലറിയുടെയും അതുപോലെ തന്നെ ഈ ബൊമാൻസ് മെമ്പറൈനിൽ, ഈ ബൊമാൻസ് മെമ്പറൈനിലെല്ലാം പോഡോസൈറ്റ്സ് അല്ലെങ്കിൽ ഒരു പേഡോസ്കൾസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫിൽട്രേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ അനാട്ടമി ആയതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഈ സ്ട്രക്ചർ ഒക്കെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഞാൻ നേരത്തെ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു, ജെജി അപ്പാരറ്റസിനെ പറ്റി, എക്സ്ട്രാ ഗ്ലോമുലർ അപ്പാരറ്റസിനെ പറ്റി. അതിന്റെ ഇൻട്രൊഡക്ഷൻ സമയത്താണ് ഞാൻ പറഞ്ഞത്, അതായത് ബ്ലഡ് പ്രഷർ, അതായത് റെനിന്റെ സെക്രീഷന് വേണ്ടിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് വേണ്ടത് ജെജി അപ്പാരറ്റസ് വരുന്നത്. അപ്പൊ ഈ കിഡ്നി കോട്ടക്സിലാണ് ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇഫ്രന്റ് ആർട്ടറീസ് എൻഡ് ചെയ്യുന്ന ഒരു പാർട്ടുണ്ട്. നോക്ക്, അഫറന്റ് ആർട്ടികൾ കണ്ടോ, അഫറന്റ് ആർട്ടറികൾ എൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ എഫറന്റ് ആർട്ടറികൾ പുറത്തു പോകുന്നു. അപ്പൊ ഈ അഫറന്റ് ആർട്ടീരിയകളുടെ പാർട്ട് കണ്ടോ, അവിടെ ഈ DCT ആയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യും കണ്ടോ, ടച്ച് ചെയ്യത്തില്ല, അടുത്ത് വരുന്ന ഒരു ഏരിയ ഉണ്ട്. അഫറന്റിന്റെയും DCTയുടെയും അടുത്തായിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് മാക്കുല ടെൻസ. ഈ മാക്കുല ടെൻസയിലുള്ള സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജെജി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്ട്രക്ചർ ജെജി അപ്പാരറ്റസ്. അപ്പൊ നമ്മൾ എവിടെയാണ് അപ്പറന്റ് ആർട്ടറികളും DCT ആണ്, PCT അല്ല, തെറ്റിപ്പോകുന്നത് കേട്ടോ. DCT ആയിട്ട് ഇതാണ്ട് കണ്ടോ, ഈ പടത്തിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് അറിയാൻ പറ്റും. എന്നിട്ട് ഇതുമായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് അടുത്ത് വരുന്ന ഭാഗം കണ്ടോ, ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇത് സ്പെഷ്യലൈസ്ഡ് കുറച്ച് സെൽസേ കാണുള്ളൂ കേട്ടോ, കൂടുതലൊന്നും കാണത്തില്ല. അതിനെയാണ് നമ്മൾ എക്സ്ട്രാ ഗ്ലോമുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. നമ്മളെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്ന ഒരു സാധനമാണ് ഈ എന്താ പറയാ ജെജി സെൽസ് അല്ലെങ്കിൽ എക്സ്ട്രാ ഗ്ലോമുലാർ സെൽസ് എന്ന് പറയുന്നത്. ഇവിടെ എന്തുണ്ട്, റെനിനെ സെക്രീറ്റ് ചെയ്യും. ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ സോഡിയം കുറയോ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുപറ്റും, റെനിനെ സെക്രീറ്റ് ചെയ്യും. അപ്പം എന്താണ് ഈ DCTയുടെ ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് അഫറന്റ് ആർട്ടറിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിനാണ് മാക്കുല ടെൻസ എന്ന് പറയുന്നത്. ഈ അതേ സെയിം സമയം തന്നെ ഇവിടെ ഒരു മാക്കുല ടെൻസയുടെ അടുത്ത് തന്നെ ആയിട്ട് എക്സ്ട്രാ ഗ്ലോമുലാർ മെസഞ്ചർ സെൽസ്, ലാസിസ് സെൽസ്, ഇമ്പോർട്ടന്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മളിപ്പോ പറയുവാണെങ്കിൽ ഇഷ്ടംപോലെ പറയാനുണ്ട്. പക്ഷെ നമ്മൾ ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെ അറിഞ്ഞിരിക്കുക, ജെജി അതായത് ജെക്സ്ട്രാ ഗ്ലോമുലാർ അപ്പാരറ്റസ് ഉണ്ട്. ജെക്സ്ട്രാ ഗ്ലോമുലാർ അപ്പാരറ്റസിൽ എന്തൊക്കെയാ ഉള്ളത്, ഒന്ന് DCT ആയിട്ട്
DCT അഫറന്റ് ആർട്ടറികളുമായിട്ട് അടുത്ത് വരുന്ന ഭാഗത്താണ് കാണപ്പെടുന്നത്. ഇത് ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് റെനിനെയാണ്. RINNIN. RENIN ആണെങ്കിൽ അത് വേറെ റെനിനാണ് കേട്ടോ. ആ റെനിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ചീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മുടെ അപോമാസത്തിലുള്ള ഒരു അതായത് യങ്ങായിട്ടുള്ള അനിമൽസിൽ ഉണ്ടാവുന്ന അതായത് യങ്ങായിട്ട് റൂമിനൻസിൽ ഉണ്ടാവുന്ന ഒരു പാല് മിൽക്ക് കൊടുക്കുന്ന പശു മിൽക്ക് കഴിക്കുന്ന പശുക്കുട്ടികളുടെ മിൽക്ക് കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് എൻസൈമാണ് RENNI റെനിൻ. അത് വേറെയാണ്. ഇത് RENIN റെനിൻ. അത് സെക്രീറ്റ് ചെയ്യുന്നത് എക്സ്ട്രാ ഗ്ലോമുലാർ സെൽസ് ആണ്. അതായത് JG സെൽസ് എന്ന് പറയും, JG അപ്പാരറ്റസ് എന്ന് പറയും. DCTയും അതുപോലെ തന്നെ അഫറന്റ് ആർട്ടറിയോസും കൂടി കോണ്ടാക്ട് വരുന്ന സെൽസിലാണ് റെനിൻ കാണപ്പെടുന്നത്. ഇത്രയും കാര്യം ഓർക്കാൻ പറ്റുമല്ലോ. JG സെൽസിനെ പറ്റി ഓർക്കുക, ഈ പോഡോസൈറ്റ്, അതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ കാണും. പക്ഷെ ഈ സ്ട്രക്ചേഴ്സ് ഒന്ന് ഓർത്തു വെച്ചേക്കാം. JG സെൽസ്. ഇനി നമ്മള് ബൊമാൻസ് ക്യാപ്സൂളിനെ പറ്റിയാണ് പറയുന്നത്. അതൊരു 2 ലെയർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. 2 ലെയർ ഉണ്ട്. ഒന്ന് വിസറൽ ലെയർ ആണ്, ഇതുമായിട്ട് കോണ്ടാക്ട് ചെയ്തത് നമ്മുടെ ഗ്ലോമുലസുമായിട്ട് ക്ലോസ്ലി ആയിട്ട് കിടക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ വിസറൽ ലെയർ എന്നും, അതുപോലെ തന്നെ പരേറ്റൽ സെൽസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഭാഗത്തിനെയാണ് പരേറ്റൽ സെൽ എന്ന് പറയുന്നത്. ഈ പരേറ്റൽ സെൽസ് എന്ന് പറയുന്നത് സ്കോമസ് എപ്പിത്തീലിയേറ്റ് ആണുള്ളത്. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സ്ഥലത്തിനെ പറയുന്ന പേരാണ് നമ്മൾ എന്താന്ന് പറയുന്ന ക്യാപ്സുലാർ സ്പേസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഇത്രയേ ഉള്ളൂ 2 സ്ട്രക്ചർ. ഇതെന്ന് പറഞ്ഞാൽ ഗ്ലോമലായിട്ട് അറ്റാച്ച് വരുന്നതിനെ വിസറൽ എന്നും, ഈ ഭാഗത്തിനെ സ്കോമസ് എപ്പിത്തീലിയായിട്ട് കവർ ചെയ്തിരിക്കുന്നതിനെ പരേറ്റൽ ലെയർ എന്നും, രണ്ടെണ്ണത്തിനുള്ളതിനെ ക്യാപ്സുലാർ സ്പേസ് എന്നും പറയും. അപ്പൊ നമ്മൾ പിന്നെ അറിഞ്ഞിരിക്കേണ്ട സാധനം എന്ന് വെച്ചാലാണ് ഈ പോഡോസൈറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആദ്യത്തെ ഇമേജിൽ കുറച്ച് പോഡോസൈറ്റ്സിനെ പറ്റി പറഞ്ഞായിരുന്നു. ആ പോഡോസൈറ്റ്സ് എന്ന് പറയുന്നത് ഈ വിസറൽ ലെയറിൽ നമ്മൾ പറഞ്ഞല്ലോ. ഫോർ എക്സാമ്പിൾ ഇതുമായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് വരുന്നതിനെയാണ് നമ്മൾ വിസറൽ. ഇത് ഗ്ലോമുലയാണ് കേട്ടോ, നിങ്ങൾ ഗ്ലോമുലായിട്ട് വിചാരിക്കണേ, ബ്ലഡ് വെസൽസ്. അപ്പൊ അതുമായിട്ട് ബൊമാൻസ് ക്യാപ്സൂളിന്റെ അകത്ത് കോണ്ടാക്ട് വരുന്ന പാർട്ടിനെ പറയുന്ന പേരാണ് എന്ത്, വിസറൽ ലെയർ എന്ന് പറയുന്നത്. ഈ വിസറൽ ലെയറിനെ മേഡപ്പ് ചെയ്തിരിക്കുന്നതിന് പോഡോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. ക്യാപ്സൂൾസിനെ പറയുന്ന പോഡോസൈറ്റ്സ് കൊണ്ടാണ്. നമുക്കിത് കാണാം. സോ നമ്മൾ നോക്കും, ഇപ്പൊ ഇതാണ് ഗ്ലോമുലർ കാപ്പിലറി. ഗ്ലോമുലർ കാപ്പിലറിയായിട്ട് ഇങ്ങനെ പോകുന്ന ഈ സ്ട്രക്ചറിനായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന വിസറൽ കാപ്പിലറിയിലുള്ള പാർട്ടാണ് പോഡോസൈറ്റ്സ്. കണ്ടോ, ഇങ്ങനെ എടുക്കുക. അടുത്തതെന്ന് പറയുന്നത് പരേറ്റൽ ലെയർ. അവിടെ എന്താണ്, സ്കോമസ് എപ്പിത്തീലിയം ആണ്. ഒരു സിംഗിൾ ലെയർ ഓഫ് സ്കോമസ് എപ്പിത്തീലിയം. കണ്ടോ, അപ്പം ഇത് കണ്ടാലും മനസ്സിലാവും. ഈ 2 ഇതുണ്ട്, ഇതിന്റെ ഇടയിലായിട്ട് എന്തുണ്ട്, വിസറൽ ലെയർ. വിസറൽ ലെയറിന്റെ അകത്ത് എന്താണ്, ക്യാപ്സൂൾസ് എന്ന് പറയുന്ന പോഡോസൈറ്റ്സ് കൊണ്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അപ്പൊ ഈ പോഡോസൈറ്റ്സ് എടുക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ട് പോലെ കുറെ പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. ഇതാണ്ട ഇതുപോലെ കൂട്ട് പോലെ പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് ഫുഡ് ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാവും. ബേസ്മെന്റ് മെമ്പറൈനായിട്ട് കോണ്ടാക്ട് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഈ പോഡോസൈറ്റ്സും ഈ ഫെനസ്ട്രേറ്റഡ് എൻഡോത്തീലിയല്ലേ, എൻഡോത്തീലിയം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ എൻഡോത്തീലിയം എന്ന് പറയുന്നത്. ബ്ലഡ് വെസൽസിനെ കവർ ചെയ്തിരിക്കുന്ന സെല്ലിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, എൻഡോത്തീലിയം. കാരണം ഇവിടെ കാപ്പിലറീസ് ഉണ്ട്. കാരണം നമ്മുടെ ഗ്ലോമറുലയിൽ നിറച്ച് കാപ്പിലറി അല്ലേ. അപ്പൊ ഈ കാപ്പിലറി ആയിട്ട് ഇവരെന്ത് ചെയ്തിരിക്കും, പോഡോസൈറ്റ്സ് ഉണ്ട്. ഇതിന്റെ ഇടയിലായിട്ട് ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ ഉണ്ട്. അപ്പൊ ഈ പോഡോസൈറ്റ്സിന്റെ അകത്ത് ഫെനസ്ട്രേറ്റ് ചെയ്തായിരിക്കും ഇരിക്കുക. അതായത് ഫുൾ ഇങ്ങനെ ഓട്ടകളുണ്ട്, ദൂരങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഈ ഇതായിട്ടുള്ള ഫ്യൂസ് ചെയ്തിരിക്കും. അപ്പൊ ഇതിന്റെ അകത്തോട്ട് എന്തായിരിക്കും, ഒരു മെയിൻ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. ഇതിൽ കൂടെ ആയിരിക്കും ഇങ്ങനെ നമ്മുടെ ആവശ്യമില്ലാത്ത വേസ്റ്റ് ഒക്കെ ഇങ്ങനെ യൂസ് ഔട്ട് ചെയ്ത് ഇറങ്ങുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊന്നും കേട്ട് പേടിക്കുകയോ അയ്യോ ഇതൊന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി ഇങ്ങനത്തെ പോഡോസൈറ്റ്സ് ഉണ്ട്. പോഡോസൈറ്റ്സ് കാണപ്പെടുന്നത് എവിടെയാണ്, കിഡ്നിയിലാണ്. കുപ്പർ സെൽസ് കാണപ്പെടുന്നത് ലിവറിലാണ്. ക്ലിസൻസ് ക്യാപ്സുൽ കാണപ്പെടുന്നത് ലിവറിലാണ്. സ്പേസ് ഓഫ് ഡിസി ലിവറിലാണ്. അപ്പൊ നിങ്ങൾ ആ വേർഡ്സ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജെക്സ്റ്റാ ഗ്ലോമുലർ അപ്പാരറ്റസ്. ജെക്സ്റ്റാ ഗ്ലോമുലർ അപ്പാരറ്റസ് എന്ന് പറയുന്നത് എന്താണ്, അഫറന്റ് ആർട്ടീരിയോളും DCT ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ പാർട്ടിലാണ് വരുന്നത്. അവിടെ മാക്യുലർ ഡെൻസ എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഉണ്ട്.
അതുപോലെ തന്നെ ഇവിടെ ഉള്ള JG സെൽസ് ഉണ്ട്. JG സെൽസ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുമ്പോൾ വേറൊരു കളറിലായിരിക്കും കാണപ്പെടുന്നത്. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റെനിൻ സിന്തസിസ് ചെയ്യും ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആണ് ഞാൻ ഏറ്റവും പറഞ്ഞത്. ഫംഗ്ഷൻ ഓഫ് GG അപ്പരസസ് എന്ന് പറയുന്നത് റെനിൻ സെക്രീഷൻ ആണ്. റെനിന്റെ സ്പെല്ലിംഗ് നോക്കിക്കോണേ, RENIN. ബ്ലഡ് പ്രഷർ ആണ്. ഇപ്പം ബ്ലഡ് ഇപ്പം ഡൗൺ ആവും, ബ്ലഡ് പ്രഷർ ഡൗൺ ആവുന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ മാക്യുലോഡെൻസർ സെൽസിന്റെ അകത്തുള്ള അഫറന്റ് പുറത്തുനിന്ന് വരുന്ന ബ്ലഡ് ആണ് അവിടെ എത്തുന്നത്. അവിടെ നിന്ന് ബ്ലഡിന്റെ അകത്ത് ഈ സോഡിയം കുറവാണ്, ഇപ്പൊ എന്താണ് ബ്ലഡ് പ്രഷർ കുറവാണെന്ന് മനസ്സിലാവും. ബ്ലഡ് പ്രഷർ കുറവാകുമ്പോൾ എന്ത് പറ്റും, ഇവർ റെനിൻ സെക്രീറ്റ് ചെയ്യും. റെനിൻ ചെന്നിട്ട് എന്ത് ചെയ്യും, ആൻജിയോടെൻസിനോജൻ ആൻജിയോടെൻസിനായിട്ട് കൺവേർട്ട് ചെയ്യും. ആൻജിയോടെൻസിൻ ചെന്നിട്ട് ആൻജിയോടെൻസിൻ 1 2 ആക്കി മാറ്റും. ആൻജിയോടെൻസിനോജൻ കൺവേർട്ടിങ് എൻസൈം വന്നിട്ട് ആൻജിയോടെൻസിൻ 2ഉം 1ഉം പൊട്ടന്റ് ആയിട്ടുള്ള വാസോ കൺസ്ട്രക്ടർ ആണ്. ഇത് സിമ്പിൾ ആണ്, നിങ്ങൾ അതൊന്നും അറിഞ്ഞിരിക്കേണ്ട. പക്ഷെ ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യും. റെനിൻ ആണ്, അത് JG അപ്പാരറ്റസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത് അറിയാം. ഇനി ഈ അടുത്തുള്ള 3 ലോബ്യൂൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്, ഡിസ്റ്റൽ ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി ആൻഡ് VCT. അപ്പൊ നമ്മളിപ്പോ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഇവിടത്തെ എന്തൊക്കെയാണ് അത് നിങ്ങൾക്ക് ഫിസിയോളജി പഠിക്കാനല്ല, ഉള്ളി അനാട്ടമി മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തുള്ള മെക്കാനിസംസ് ഒന്നും അറിയണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം കേട്ടോ. ഗ്ലൂക്കോസും അമിനോസിഡ്സ് ഒക്കെ PCTയിലായിരിക്കും എന്ത് ചെയ്യുക, സെക്രീറ്റ് ചെയ്യുക. സെക്രീഷൻ ഫംഗ്ഷൻസ് നടക്കുന്നത് എപ്പോഴും സെക്രീറ്റ് ചെയ്യുന്നത് H+ഉം K+ഉം സോഡിയവും എക്സ്ക്രീറ്റ് ചെയ്യും. വാട്ടർ അബ്സോർഷൻ റീഅബ്സോർഷൻ നടക്കുന്നത് കളക്റ്റിൻ ഡക്റ്റിലാണ്. പിന്നെ DCT ആണ്, ലൈനഡ് ബൈ ഇതാണുള്ളത്. അതായത് ലൈനിങ് ചെയ്ത ക്യൂബോയിഡ് സെൽസിലാണ്. മാക്യുലോഡെൻസിയെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. DCT ആയിട്ട് കോൺടാക്ട് ചെയ്യുന്ന അഫറന്റ് ആർട്ടറികളായിട്ട് കോൺടാക്ട് ചെയ്യുന്നതിനെയാണ് സ്പെഷ്യലൈസ്ഡ് സ്റ്റോൺ ആണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ മാക്യുലോഡെൻസ അല്ലെങ്കിൽ JG അപ്പാരറ്റസ് എന്ന് പറയുന്നത്. പോൾക്കീസ് എന്ന് പറയാറുണ്ട്. അഫറന്റ് ആർട്ടിയോളിൽ കാണപ്പെടുന്നതായിട്ടുള്ള ഒരു സാധനമാണ് ഗ്ലോമർലയില്. കുഷൻ ലൈക്ക് ആയിട്ടുള്ള ഗ്രാനുലായിട്ടുള്ള JG സെൽസിന്റെ ഒരു പെയിൽ ആയിട്ടുള്ള ന്യൂക്ലിയുടെ ഒരു കളക്ഷനെയാണ് പോൾക്കിസൺ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾ അത് അറിഞ്ഞിരിക്കുന്ന ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാനൊന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ, ഓപ്ഷൻസ് അങ്ങനെ വരുവാണെങ്കിൽ എഴുതാൻ വേണ്ടി. സോ നമ്മൾ ഇതുവരെ ഉള്ള കിഡ്നി തീർന്നിട്ടുണ്ട്. പക്ഷെ കിഡ്നിയിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. കിഡ്നിയുടെ ഒരു സ്ട്രക്ചർ, അതായത് കിഡ്നിയിലുള്ള ബേസിക് ആയിട്ട് യൂണിറ്റ് ഏതാണ്, അതിന് നെഫ്രോൺ എന്നാണ് പറയുന്നത്. നെഫ്രോണിന്റെ പാർട്ട്, അതായത് അതിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ളതാണ് മൊബാൻസ് ക്യാപ്സ്യൂള്. മൊബാൻസ് ക്യാപ്സ്യൂൾസിന്റെ അകത്ത് ടഫ്റ്റോ കാപ്പിലറീസ് വരും. ആ ടഫ്റ്റോ കാപ്പിലറീസിനെ ഗ്ലോമർല എന്ന് പറയും. ഗ്ലോമർലയുടെ ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്നതിനെ അഫറന്റ് ആർട്ടറിന്ന് ഔട്ടായി പോയതിനെ നെഫ്രന്റ് ആർട്ടിയോൾ എന്ന് പറയും. ബൊമാൻ ക്യാപ്സ്യൂൾ ഗ്ലോമർലയുടെയും പിന്നെ ബൊമാൻസ് ക്യാപ്സ്യൂളിനെ ടുഗദർ ആയിട്ട് പറയുന്ന മാൽപിജിയം കാർപ്പസെൽസ് എന്നാണ് പറയുന്നത്. ഇത് ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് PCT, പിന്നെ ലുപ്പോഹെല്ലി, പിന്നെ വരുന്നത് DCT കളക്റ്റിംഗ് ഡക്ട്. ലുപ്പോഹെല്ലി കളക്റ്റിംഗ് ഡക്ട്. പിന്നെ ഇവിടെ ഇത്രയും ഭാഗത്തിന് പറയുന്നത് പാഴ്സ് റേഡിയേറ്റർ, പിന്നെ ഇതിന് പറയുന്ന പാഴ്സ് കൺവല്യൂട്ട്. സോ ആർച്ച് കളക്റ്റിംഗ് ഡക്ട്, സ്ട്രൈറ്റ് കളക്റ്റിംഗ് ഡക്ട്, ഇതൊക്കെ വരുന്നതാണ്. പിന്നെ കോർപ്പസെൽസിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പോഡോസൈറ്റ്സ് പ്രസന്റ് ആണ് അവിടെ, ഇതുണ്ട്, ഫെനസ്ട്രി ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബും അഫറന്റ് ആർട്ടറിയും കൂടി കണക്ട് ആവുന്ന ഈ പാർട്ടിനെ പറയുന്ന പേരാണ് മാക്കുല ഡെൻസ. അവിടെയാണ് ജസ്റ്റ് ഗ്ലോബൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പൊ ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ റെനിൻ സെക്രീറ്റ് ചെയ്യും. റെനിൻ എന്നിട്ട് എന്ത് ചെയ്യും, ആൻജിയോടെൻസിനോജനെ കൺവേർട്ട് ചെയ്യും. അങ്ങനത്തെ കുറെ പ്രോസസ് ഉണ്ട്. അപ്പം ബൊമാൻസ് ക്യാപ്സുൽ എടുക്കുമ്പോൾ 2 ലെയർ ആണുള്ളത്, വിസറൽ ലെയറും പരേറ്റർ ലെയറും. അതിനിടയ്ക്കുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ ക്യാപ്സുലർ സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ പോഡോസൈറ്റ്സ് ഉണ്ട്, എൻഡോത്തീലിയൽ സെൽസ് ഉണ്ട്. എൻഡോത്തീലിയൽ സെൽസിൽ ഫെനസ്ട്ര പ്രസന്റ് ആണ്, കാരണം ബ്ലഡിന്റെ അതായത് ഫിൽട്രേഷൻ പ്രഷർ കൂട്ടാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ. കാരണം നിങ്ങൾക്ക് ഫിസിയോളജിക്കലി അത് മൊത്തം ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സ്ട്രക്ചർ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ടൂണിക്ക JG സെൽസ് അറിഞ്ഞിരിക്കണം. റെനിൻ സെക്രീഷൻ ഉണ്ട്. പിന്നെ ഈ സ്ട്രക്ചർ ആണ് അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി. അത് കഴിഞ്ഞിട്ടായിരിക്കും ഫസ്റ്റ് ഡിസെൻഡിങ്, അത് കഴിഞ്ഞിട്ട് അസെൻഡിങ്. പിന്നെ മാക്കുല ഡെൻസ, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്. നമുക്കിനി സ്പ്ലീനെ പറ്റി പഠിക്കാം കേട്ടോ. സ്പ്ലീൻ നിങ്ങൾക്ക് അറിയാലോ, ഒരു മേജർ ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതായത് ഒരു ക്യാപ്സ്യൂളിന്റെ ഒരു കണക്റ്റീവ് ടിഷ്യൂ. അതായത് സ്പ്ലീൻ എന്ന് പറയുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ലിംഫോയിഡ് ഓർഗൻ ആണ്. ലിംഫോയിഡ് ഓർഗൻസ് എന്ന് വെച്ചാൽ എന്താ, ലിംഫോയിഡ് ഓർഗൻ എന്ന് വെച്ചാൽ ലിംഫ് നോഡ്സ് പോലത്തെ ഉള്ള
കാര്യങ്ങളെയാണ് നമ്മൾ ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്, അല്ലെ? സ്പ്ലീനെ പറ്റി നിങ്ങൾക്ക് വേറെ എന്തൊക്കെ അറിയാം? അതായത് ഒരു ലിംഫോസൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനും മെച്ചുർ ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഓർഗനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നത്. നമ്മുടെ ആന്റിജൻ ആന്റിബോഡി ഒരു ആന്റിജനിലേക്ക് പ്രസന്റ് ചെയ്യാനും അതിനെല്ലാത്തിനും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്പ്ലീനെ പറ്റി പറയുകയാണെങ്കിൽ സ്പ്ലീനിന്റെ അകത്ത് ഒരു ലിംഫോയിഡ് ഓർഗൻ ആണ്. അതുപോലെ തന്നെ അവര് കുറേ RBCനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. ചിലത് സ്റ്റോറേജിങ് ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ വേറൊന്ന് റിലീസ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ആണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. എപ്പോഴും ബ്ലഡ് ഫിൽട്ടർ ചെയ്യാനും ഇമ്മ്യൂൺ ഓർഗനും അതിനൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ട് ഉണ്ട്. അതായത് ഒരു കണക്റ്റീവ് ടിഷ്യൂവിന്റെ ക്യാപ്സ്യൂൾ കാണാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ട്രബിക്കുല എന്ന് പറയുന്നത്, അതായത് ഒരു ഫ്രെയിം വർക്ക് കാണാറുണ്ട്. അത് ടിഷ്യൂ ബാൻഡ് ആണ് കേട്ടോ, കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഒരു ബാൻഡ് ആണ് കാണപ്പെടുന്നത്. ഈ ഫ്രെയിം വർക്കാണ്, അതായത് അനസ്റ്റമോസിസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ബ്ലഡ് വെസൽസ് തമ്മിലുള്ള എന്താണ് പറയുന്നത്, ഇങ്ങനെ ബ്ലഡ് വെസൽസ് ഇങ്ങനെ പല ബ്രാഞ്ച് ആയിട്ട് ചേർന്നിട്ട് വീണ്ടും ഒരു ബ്ലഡ് വെസൽസ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ അനസ്റ്റമോസിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അനസ്റ്റമോസിസിങ് ഉണ്ട്. അത് ആ ബ്ലഡ് ഫ്ലോയ്ക്ക് ഇതിനെ ബ്ലഡ്, കാരണം ഇത് നിറച്ചും ബ്ലഡ് ആണ് കേട്ടോ സ്പ്ലീന്റെ. അപ്പൊ ആ സ്പ്ലീന്റെ ആ ഒരു ബ്ലഡ് ഫ്ലോയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രബിക്കുല എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതേപോലെ തന്നെ അതിൻ്റെ അകത്തൊരു പാരൻകൈമ ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഈ ഫ്രെയിം വർക്ക്, അതായത് ഈ കണക്റ്റീവ് ഫ്രെയിം വർക്കിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഈ കണക്റ്റീവ് ഫ്രെയിം വർക്ക് ഉണ്ടാവും. ഇതിന്റെ ഉള്ളിലായിട്ട് കുറെ സ്പേസ് ഉണ്ടാവും. അവിടെ സ്പോഞ്ച് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്പ്ലീന്റെ പൾപ്പ് എന്ന് പറയുന്നത്, സ്പ്ലനിക് പൾപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഓക്സിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലാർജസ്റ്റ് ലിംഫോയിഡ് ഓർഗൻ ആണ്. ലിംഫോയിഡ് ഓർഗൻ എന്ന് വെച്ചാൽ എന്താണ്, ലിംഫോസൈറ്റ്സിന്റെ പ്രൊഡക്ഷനും മെച്ചുറേഷനും നടക്കുന്നത് ഈ ലിംഫോ ഓർഗൻ ആയിരിക്കും കേട്ടോ. അപ്പൊ റൂമന്റെ ലെഫ്റ്റ് പാർട്ടിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഒരു എലിപ്റ്റിക്കൽ ഇൻ ഔട്ട്ലൈൻ ആണ്, കണ്ടോ, ഒരു എലിപ്റ്റിക്കൽ ഔട്ട്ലൈൻ ആണ് കൗവിന്റെ സ്പ്ലീനുള്ളത്. ബ്ലൂയിഷ് റെഡ് പാർക്കാണുള്ളത്. നമ്മളിപ്പോ ഇതിന്റെ അനാറ്റമി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്പ്ലീനിൽ നിന്ന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷേപ്പ് ഓഫ് ദ സ്പ്ലീൻ ആണ്. ഓരോ സ്പീഷ്യസിനും ഡിഫറെന്റ് ഷേപ്പ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഓക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ എന്താണ്, എലോങ്ങേറ്റഡ് എലിപ്റ്റിക്കൽ ആയിരിക്കും. ഷീപ്പ് ആൻഡ് ഗോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓയിസ്റ്റർ ഷേപ്പ് ആയിരിക്കും. ഓയിസ്റ്റർ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ, നമ്മുടെ ചിപ്പി അല്ല, എല്ലാരും പറയുന്നത് മലയാളത്തില് ഇതുപോലെ ഇരിക്കും ഓയിസ്റ്റർ, അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പ് പോലെ ഇരിക്കും. ഓയിസ്റ്റർ ഷേപ്പിലായിരിക്കും ഇരിക്കുക. ഹോഴ്സ് എടുത്തു കഴിഞ്ഞാൽ സ്കൈപ്പേ ഷേപ്പ്. സ്കൈപ്പേ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ, മറ്റേ അരിവാള് പോലത്തെ ഒരു ഷേപ്പ് ആയിരിക്കും. ഡോഗിന്റെ ഒരു ഹ്യൂമൻ ഫുട്ട് ഇത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് കേട്ടോ. ഒരു എന്റെ ഡ്രോയിങ് പോലെ അതായത് ഇതുപോലെയൊക്കെ ഇരിക്കും. ഒരു ഹ്യൂമന്റെ ഹാൻഡ് ലെഗ് പോലെ ഇരിക്കും നീണ്ട്. ക്യാറ്റിലാണെങ്കിൽ ഒരു സ്പിയർ ഷേപ്പ് ആയിരിക്കും കേട്ടോ. ഒരു അപ്രോക്സിമേറ്റ് ഷേപ്പാണ് വരയ്ക്കുന്നത്, സ്പിയർ പോലെ. ഇവിടെ ഇങ്ങനെ നല്ല പൂത്തിരിക്കും. അപ്പോ സ്കൈപ്പേ ഷേപ്പ് ആയിട്ടുള്ളത് ഹോഴ്സിലും, ഡോഗിന് ഹ്യൂമൻ ഫ്രൂട്ടും, സ്കാറ്റിനാണെങ്കിൽ സ്പിയർ ഷേപ്പ് ആയിരിക്കും. ഷീപ്പ് ആൻഡ് ഗോട്ടിന് ഓയിസ്റ്റർ ഷേപ്പ് ആയിരിക്കും. ഇത് മറക്കാതെ ഓർത്ത് വെക്കണം. ഞാൻ പറഞ്ഞായിരുന്നു ഇൻ ബിറ്റ്വീൻ ട്രബിക്കുലെ അവിടെ എന്തുണ്ട്, പൾപ്പുണ്ട്, സ്പ്ലെനിക് പൾപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഇതിനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. വൈറ്റ് പൾപ്പ് എന്നും റെഡ് പൾപ്പ് എന്നും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഇത് അതിന്റെ കാരണം എന്ന് വെച്ചാല് ഇവര് രണ്ടുപേരും എന്താ ലിംഫോയിഡ് ടിഷ്യൂ ആയിട്ട് കണക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഡിഫറെന്റ് അറേഞ്ച്മെന്റ്, ഡിഫറെന്റ് റിലേഷൻഷിപ്പും ആയിരിക്കും ഈ ബ്ലഡ് വെസൽസ് ആയിട്ടുള്ള. നമുക്ക് ഫസ്റ്റ് വൈറ്റ് പൾപ്പിനെ പറ്റി നോക്കാം. ഇതാണ് ട്രബിക്കുല, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്കുള്ള സ്ഥലത്താണ് ഈ വൈറ്റ് പൾപ്പ്. ഈ റെഡ് കളറിൽ ഇരിക്കുന്നതാണ് റെഡ് പൾപ്പ്, മറ്റേത് വൈറ്റ് പൾപ്പ് എന്ന് പറയും. ഇവിടെ കാണപ്പെടുന്ന ലിംഫ് നോഡ്യൂൾസും അതുപോലത്തെ ഡിഫ്യൂസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എല്ലാം ഇങ്ങനെ ഡിഫ്യൂസ് ആയിട്ട് ഉണ്ടായിരിക്കും. ഈ ഓരോ ആർട്ടറി പാസസ്, ഓരോ നോഡ്യൂൾസിൽ കൂടിയും ഓരോ ഓഫ് ടു സെന്റർ പൊസിഷനിൽ ആർട്ടറീസ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്പ്ലെനിക് കോർപ്പസോൾസ് എന്ന് പറയുന്നത് ഒരു ഓവേർഡ് ആയിട്ടുള്ള ലിംഫ് നോഡ്യൂൾസ് ആണ്. എന്ന് വെച്ചാൽ ഇത് നിറച്ച് നമുക്ക് എന്താ പറയാ, കുറെ ലിംഫിന്റെ അകത്തുള്ള മെച്ചുറേഷൻ ആവശ്യമായിട്ടുള്ള നൊഡ്യൂൾസ് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ വൈറ്റ് പൾപ്പായിട്ട് ഇരിപ്പുണ്ട്.
അതുപോലെ റെഡ് പൾപ്പുമായിട്ടുണ്ട്. റെഡ് പൾപ്പ് ആണെങ്കിൽ വേറെ ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പം എക്സെൻട്രലി പ്ലേസ് ചെയ്ത് സ്പെറിക്കൽ ആയിട്ടുള്ള ഓഫേർഡ് ആയിട്ടുള്ള ലിംഫ് നൊഡ്യൂൾസ്, നൊഡ്യൂൾസ് എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ സ്പ്ലെനിക് മാൽപീജിയ കോർപ്പസെൽസ് എന്ന് പറയുന്നത്. ഈ അടുത്ത റെഡ് പൾപ്പ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അനസ്റ്റമോസിംഗ് ആയിട്ടുള്ള ലിംഫ് നോഡ്സ് ആണ് കോഡ് ഓഫ് ബിൽറോത്ത് എന്ന് പറയും കേട്ടോ. കോഡ്സ് ഓഫ് ബിൽറോത്ത്. അതായത് നമ്മളിപ്പം ഒരു റെഡ് പൾപ്പ് എടുത്ത്, അതായത് ഇതാണ് ഒരു ഹിസ്റ്റോളജിക്കലി സെക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം നമുക്ക് ഈ ഭാഗം കണ്ടോ, ഈ ഭാഗത്തിലേക്ക് നമ്മൾ എന്തെന്ന് പറയുന്നത് റെഡ് പൾപ്പ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ കാണപ്പെടുന്നതിനെ നമുക്ക് വൈറ്റ് പൾപ്പ് എന്ന് പറയും. അവരെന്ന് പറയുന്നത് ഒരു സ്മോൾ നൊഡ്യൂൾസ് ആയിരിക്കും, ഇവര് ലിംഫാറ്റിക് ടിഷ്യൂനെ ആയിരിക്കും നമ്മൾ വൈറ്റ് പൾപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇതിന്റെയൊക്കെ ഒരു ഹിസ്റ്റോളജിക്കൽ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറിയ നൊഡ്യൂൾസ്, എനിക്കതിങ്ങനെ എക്സാക്ട്ലി വരച്ച് കാണിക്കാൻ അറിയത്തില്ല, ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കത്തില്ല, പ്ലസ് ടു ലെവൽ എക്സാം പോകുമ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കത്തില്ല, പക്ഷെ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കാം. പക്ഷെ ഇവിടത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് വൈറ്റ് പൾപ്പ് നോക്കിക്കഴിഞ്ഞാൽ ലിംഫോയിഡ് ടിഷ്യൂ മാത്രമേ കാണുള്ളൂ, ലിംഫാറ്റിക് ടിഷ്യൂ മാത്രം. പക്ഷെ ഇവിടെ എന്താണ്, ലിംഫോയിഡ് ടിഷ്യൂവിനകത്ത് എന്ത് പറ്റുന്നുണ്ട്, എറിത്രോസൈറ്റ്, റെഡ് ബ്ലഡ്, RBC സെൽസ് ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് കുറെ സൈനസും അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ ലിംഫോയിഡ് സെൽസിന്റെ അകത്ത് RBC ഇൻഫിൽട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ എന്ന് വെച്ചാൽ ഒത്തിരി സൈനസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബ്ലഡ് എല്ലാം കൂടി ഇങ്ങനെ വന്ന് പൂൾ ചെയ്ത് കിടക്കുന്നുണ്ട്. ഇവിടെ ഈ ഏരിയയിലെല്ലാം ബ്ലഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സെല്ലാർ നെറ്റ്വർക്ക് നോക്കിയാൽ സ്പ്ലെനിക് വെറ്റിക്കുലാർ ടിഷ്യൂ എന്നുണ്ട്. അതായത് സ്പ്ലെനിക് പൾപ്പ് എന്ന് പറയുന്നത് ഈ സ്പ്ലെനിക് പൾപ്പിന്റെ അകത്തുള്ള ഈ ഫ്രെയിം വർക്കിനെയാണ് നമ്മൾ റെറ്റിക്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പടത്തിൽ ക്ലിയർ ആയിട്ട് അറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റെറ്റിക്കുലം എന്ന് പറയുന്നത് എന്താണ്, റെറ്റിക്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത് ഈ സ്പ്ലെനിക് പൾപ്പ് ഉണ്ടല്ലോ, റെഡ് പൾപ്പ്, വൈറ്റ് പൾപ്പ്, ഇവിടെയൊക്കെ കുറെ റെറ്റിക്കുലർ ടിഷ്യൂസ് ഉണ്ട്. അപ്പൊ ഈ റെറ്റിക്കുലർ ടിഷ്യൂവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഫാഗോസൈറ്റിക് സെൽസ് ആണുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഫാഗോസൈറ്റിക് സെൽസ് ഉണ്ട്, നോൺ ഫാഗോസൈറ്റിക് സെൽസ് ഉണ്ട്. ഫാഗോസൈറ്റിക് സെൽസ് എന്ന് വെച്ചാൽ ലിംഫോയിഡ് ഓർഗൻ ആണ്. അപ്പം ലിംഫോയിഡ് ഓർഗന്റെ അകത്ത് ലിംഫോസൈറ്റ്സ് ഉണ്ട്. ലിംഫോസൈറ്റ്സിന്റെ മേജർ ഫംഗ്ഷൻ എന്താണ്, നമുക്കൊരു ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതാണ് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്നു അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ വരുന്നു, അപ്പം ഈ ലിംഫോയിഡ് ഓർഗൻസ് ആക്റ്റീവ് ആവുകയും ഫാഗോസൈറ്റിക് സെൽസിനെ റിലീസ് ചെയ്യുകയും ചെയ്യും. അതായത് റെറ്റിക്കുലർ എൻഡോത്തീലിയൽ സിസ്റ്റത്തിനകത്തുള്ള ഫാഗോസൈറ്റിക് സെൽസിനെ റിലീസ് ചെയ്യും. അപ്പൊ നോൺ ഫാഗോസൈറ്റിക് സെൽസ് ഉണ്ട്. ഇതിനെയൊക്കെ മേജർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് റെറ്റിക്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പൾപ്പിൽ ഏതൊക്കെ സെൽസ്, അതായത് ഞാൻ പറഞ്ഞു അതിന്റെ അകത്ത് ഫാഗോസൈറ്റിക്, നോൺ ഫാഗോസൈറ്റിക് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. എപ്പോഴും ലിംഫോസൈറ്റ്സ് ആണ്. ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് WBC, അതായത് ശ്വേത രക്താണുക്കൾ, വൈറ്റ് കോർപ്പസ് സെൽസ്. അപ്പം ഇവരൊക്കെ മേജർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു അസുഖം വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ലിംഫോസൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറീസ് ആണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ വൈറ്റ് പൾപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ലിംഫോഡ് ഓർഗൻ, ലിംഫ് ടിഷ്യൂസ് മാത്രമേ, ലിംഫോസൈറ്റ്സ് മാത്രമേ ഉള്ളൂ, അതായത് ശ്വേത രക്താണുക്കൾ. പക്ഷേ റെഡ് പൾപ്പിൽ വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ബ്ലഡ് വെസൽസും കൂടി മിക്സ് ചെയ്ത് വരുന്നുണ്ട്. അവിടെ കുറെ സൈനസൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അത് റെഡ് കളറിൽ അപ്പിയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലിംഫോസൈറ്റ്സിനകത്തുള്ള മേജർ ആയിട്ടുള്ള ഇൻഹാബിറ്റൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് ലിംഫോസൈറ്റ് ആണ്. അത് ലാർജ് ഉണ്ട്, മേജർ ഉണ്ട്. അതിന്റെ അകത്ത് വൈറ്റ് പൾപ്പിന്റെ അകത്ത് ഇതെല്ലാം റെഡ് പൾപ്പിലായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ മോണോസൈറ്റ്സ് ഉണ്ട്. മോണോസൈറ്റ്സ് റെഡ് പൾപ്പിലാണ് ഉള്ളത്. പിന്നെ ഗ്രാനുലാർ ലൂക്കോസൈറ്റ്സ് ഉണ്ട്, റെഡ് പൾപ്പിലാണ്, ഓൺലി റെഡ് പൾപ്പിൽ മാത്രമേ കാണുള്ളൂ. പിന്നെ മെഗാകാരിയോസൈറ്റ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് റെഡ് സെൽസിൽ മാത്രം കാണപ്പെടുന്നതാണ്. ജെയിന്റ് സെൽസ് ആണ് മെഗാകാരിയോസൈറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് WBCന്റെ വലിയ സെൽസുകൾ ഇങ്ങനെ കാണും. ഇപ്പം എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ സ്പ്ലീനിൽ നിന്ന് ഇങ്ങനെ റിലീസ് ചെയ്യും, കോട്ടിറ്റ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇതെന്ന് പറയും, മെഗാകാരിയോസൈറ്റ്സ്. പിന്നെ ഗ്രാനുലാർ ലുക്കോസൈറ്റ്സ്, അതുപോലെ മോണോസൈറ്റ്സ്, ലിംഫോസൈറ്റ്സ്. ഗ്രാനുലാർ ലുക്കോസൈറ്റ്സിൽ ഏതൊക്കെ, ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ, ഫിൽ എന്ന് പറഞ്ഞ അവസാനിക്കുന്നതാണ് ഗ്രാനുലോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുമ്പോൾ ഗ്രാനുൾസ് കാണാൻ പറ്റും. അപ്പൊ ന്യൂട്രോഫില്, ബേസോഫില്, ഈസ്നോഫില്. അപ്പൊ ഈ ഗ്രാനുലോസൈറ്റ്സ് കാണപ്പെടുന്നത് റെഡ് പൾപ്പിലാണ് കേട്ടോ. മോണോസൈറ്റ്സും ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രാനുലർ സെൽസ് ആണ്. അവരെന്ന് പറയുന്നത് മേജർലി ഒരു ഫാഗോസൈറ്റിക് സെൽസ് ആണ്, ടിഷ്യൂവിന് വേണ്ടി ആവശ്യമുള്ള.
ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മെഗാകാരിയോസൈറ്റ്സ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് മേജർ ബ്ലഡ് സപ്ലൈ തരുന്നതെന്ന് വെച്ചാൽ സ്പ്ലെനിക് ആർട്ടറി വഴിയും ട്രബിക്കുലർ ആർട്ടറി വഴിയാണ് ഇതിനകത്ത് വേണ്ട ഇത് വരുന്നത്. പിന്നെ ഇതുപോലെ ഒരു സെൻട്രൽ ആർട്ടറി ഉണ്ട്. അവരെന്താണ് ചെയ്യുന്നത്, വൈറ്റ് പൽപ്പിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ ആണ് ചെയ്യുന്നത്. കാരണം ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ +2 ലെവൽ എക്സാം ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. രണ്ട് കാര്യമുണ്ട്, വൈറ്റ് പൾപ്പ് ഉണ്ട്, റെഡ് പൾപ്പ് ഉണ്ട്. റെഡ് പൾപ്പിൽ എന്താണ്, അതിനകത്ത് ബ്ലഡ് സപ്ലൈ ഉണ്ട്, അതുകൊണ്ടാണ് റെഡ് കളർ കാണുന്നത്. വൈറ്റ് പൾപ്പ് എന്ന് പറയുന്നത് ഉള്ളി RBC, അത് ലിംഫോയിഡ് ടിഷ്യൂ മാത്രമേ ഉള്ളൂ ആ കാര്യം. പിന്നെ ഷേപ്പ്, പിന്നെയാണ് പെൻസിലിഫോം ആർട്ടറീസ് ഉണ്ട്. ഈ വൈറ്റ് ഫാൽബിന്ന് ഇതിലോട്ട് സെൻട്രൽ ആർട്ടറിന്ന് മാറുമ്പോഴാണ് അത് പെൻസിലിഫോം ആർട്ടറീസ് ആയിട്ട് മാറുന്നത്. അതിനൊരു ബ്രഷ് ലൈക്ക് ഒരു അറേഞ്ച്മെന്റ് ആണുള്ളത്. ഒരു ബ്രിസിൽസ്, ഒരു ബ്രഷിന്റെ ബ്രിസിൽസ് പോലെ ഇങ്ങനെ ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് നിൽക്കും ഈ ബ്ലഡ് വെസൽസ്. ഇങ്ങനെ 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 ഇത്രയും അടുത്തായിട്ട് കുറേ ബ്ലഡ് വെസൽസ് കാണും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ബ്രഷ് ലൈക്ക് അറേഞ്ച്മെന്റ് ആയിരിക്കും കാണപ്പെടുന്നത്. അതിനെ നമ്മൾ ഒരുമിച്ച് പെടുന്നതാണ് പെൻസിലിഫോം ആർട്ടറീസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെ കാണുമെന്ന് വെച്ചാൽ ഒരു പൾപ്പ് ആർട്ടറി ആണ്. അതായത് ഈ റെഡ് പൾപ്പിൽ നിന്നും വൈറ്റ് പൾപ്പിൽ നിന്നുള്ള പൾപ്പ് ആർട്ടറി ആണ്. പിന്നെ ഒരു ഷീത്ര ആർട്ടറിയിൽ സ്മോൾ ആയിട്ട് ഉണ്ടാകുന്നത്. പിന്നെ ഒരു ടെർമിനൽ ആർട്ടറി കാണപ്പെടും. അത് പെൻസിലസ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഷീറ്റഡ് ആർട്ടറിയാണ് നമ്മൾ എലിപ്സോയിഡ് ആർട്ടറി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മസ്കുലർ ലെയറിൽ നമ്മൾ സാധാരണ എടുത്ത് കഴിയുമ്പോൾ ലാമിന പ്രൊപ്രിയ കഴിഞ്ഞിട്ട് ഒരു മസ്കുലർ ലെയർ കാണും. ഇവിടെ ഒരു മസ്കുലർ ലെയർ ഇല്ല. നമ്മൾ ഈ ഷീറ്റിനെ പറയുന്നതാണ് ഷേഗർ സീഡൽ ഷീറ്റ്. ഇതൊക്കെ നിങ്ങൾ പേര് ഓർത്ത് വെച്ചാൽ മതി. ഞാൻ ഇതൊരിക്കലും പഠിക്കുമെന്ന് പറയത്തില്ല. കാരണം ഇത് 5 മാർക്സ് മാത്രമാണ് നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് മൊത്തമായിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം സ്പ്ലീൻ പഠിച്ചാൽ മതി. പക്ഷെ സ്പ്ലീന്റെ കേസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മേജർ കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ഷേപ്പുകളാണ്. ഓരോ സ്പീഷീസിലും ഏത് ഷേപ്പാന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ വൈറ്റ് പൾപ്പ് ഉണ്ട്, റെഡ് പൾപ്പ് ഉണ്ട്. വൈറ്റ് പൾപ്പിന്റെ എന്താണ്, റെഡ് പൾപ്പിന്റെ എന്താണ്. റെഡ് പൾപ്പിൽ ലിംഫോയിഡ് ഓർഗൻ ഉണ്ട്, പക്ഷെ എന്താ പ്രത്യേകത, അവിടെ ബ്ലഡ് സപ്ലൈ ഉണ്ട്. വൈറ്റ് പൾപ്പിന്റെ അകത്ത് ലിംഫോയിഡ്, അതായത് ലിംഫോസൈറ്റും പിന്നെ മോണോസൈറ്റ്സ് ആണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഗ്രാനുലർ സൈറ്റ്സ് ഉണ്ട്. ഗ്രാനുലർ സൈറ്റ് ഉണ്ട്. ഗ്രാനുലർ സൈറ്റ് അതായത് ഈസ്നോഫില്, ബേസോഫില്, ന്യൂട്രോഫില് ഇവരെല്ലാം കാണപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എവിടെയാണ്, റെഡ് പൾപ്പിലാണ് ഈ ഗ്രാനുലർ സൈറ്റ്സ്. പിന്നെ മോണോസൈറ്റ്സ് ഉണ്ട്, ആ കാര്യങ്ങള്. പിന്നെ മെഗാകാരിയോസൈറ്റ്സ്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞു പോയാൽ മതി. ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അതായത് ബി സെൽസ്, അതുപോലെ തന്നെ ലിംഫോയിഡ് ഓർഗൻസിന്റെ പ്രസന്റേഷനും അതിന്റെ ആക്ടിവേഷനും, അതൊക്കെയാണ് പ്രൈമറി T സെൽസ്, അതൊക്കെയാണ് ഇതിന്റെ അകത്തുണ്ട്. അതിന്റെ ഇമ്മ്യൂണോളജി ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അതുകൊണ്ടൊന്നും ഞാൻ അതൊന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ടും പോകുന്നില്ല. ഇതിന്റെ അകത്ത് നിങ്ങൾ ബ്ലഡ് സപ്ലൈ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാനിത് വെച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോ എന്തെങ്കിലും എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ സ്ക്രീൻ പഠിക്കാൻ പറ്റൂ. പക്ഷെ സ്ക്രീനിന്റെ ഷേപ്പ് എല്ലാം പഠിച്ചിട്ട് പോവാ കേട്ടോ എക്സാമിന് വേണ്ടി. പിന്നെ അതിനകത്ത് വീനസ് സൈനസസ് ഉണ്ട്. ലാർജ് പൾപ്പിന്റെ വെയിനിന്റെ അകത്താണ് ഇതെന്തോ ഉണ്ടാവുക. അത് ലൈൻ ചെയ്തിരിക്കുന്ന എൻഡോത്തീലിയം. ഞാൻ എൻഡോത്തീലിയം നേരത്തെ പറഞ്ഞായിരുന്നു. എൻഡോത്തീലിയം എന്ന് വെച്ചാൽ എന്താണ്, ബ്ലഡ് വെസൽസിനെ ലൈനിങ് ചെയ്യുന്ന എപ്പിത്തീലിയത്തിന് പറയുന്ന പേരാണ് എൻഡോത്തീലിയം. അതുപോലെ ട്രബിക്കുലർ വെയിൻസ് ഉണ്ട്. പിന്നെ ട്രബിക്കുലർ വെന്യൂൾസ് ട്രബിക്കുലർ വെയിൻസ് ആയിട്ട് മാറി സ്പ്ലെനിക് വെയിൻ ആയിട്ട് ഈ സ്പ്ലീനിൽ നിന്ന് പോകും. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മമേലിയൻ സ്പ്ലീനെ രണ്ടായിട്ട് തിരിക്കാം, സ്റ്റോറേജ് സ്പ്ലീൻ എന്നും ഡിഫൻസ് സ്പ്ലീൻ എന്നും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ബോഡിക്ക് ഒരു അത്യാവശ്യം വന്നു. അപ്പൊ ആ സമയത്ത് ചില സ്പീഷീസ് ലൈക്ക് ഹോഴ്സ്, ഡോഗ്, ക്യാറ്റ്, അപ്പൊ ഇവർക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ ഇഷ്ടംപോലെ കവികളെ ഉണ്ടായിരിക്കും. അപ്പൊ വൈറ്റ് പൾപ്പ് കുറവായിരിക്കും. ഇവരെന്താ പറയുക, റെഡ് പൾപ്പ് എന്ന് പറയുന്നത് ബ്ലഡിനെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു, അതായത് ബോഡിയിൽ പെട്ടെന്നൊരു നോട്ട് വാട്ടർ ലോസ്, ബ്ലഡ് ലോസ് വന്നു കഴിഞ്ഞാൽ സ്റ്റോറേജ് സ്പ്ലീൻ ആണെങ്കിൽ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഈ സ്റ്റോറേജ് ചെയ്തിരിക്കുന്ന RBCനെ പെട്ടെന്ന് സർക്കുലേഷനിലോട്ട് അവരെന്ത് ചെയ്യും, പുഷ് ചെയ്യും. അതായത് ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന RBC മൊത്തത്തിൽ എങ്ങോട്ട് പോകും, ബ്ലഡിലോട്ട്. അതായത് ഈ നമ്മൾ കേട്ടില്ലേ, ഗ്രേവേഡ് ഓഫ് RBC ആണ് സ്പ്ലീൻ എന്ന് പറയും. നമ്മൾ ശവടക്കുന്ന സ്ഥലം RBCയുടെ. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലിംഫോയിഡിന്റെ ആ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഹോഴ്സിലും ഡോഗിലും ക്യാറ്റിലാണെങ്കിൽ ഇവർ സ്റ്റോറേജ് ചെയ്ത് വെച്ചേക്കും RBC. എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയമാകുമ്പോൾ എന്ത് പറ്റും, സ്പ്ലീനിൽ നിന്ന് ഈ RBCനെ പുറത്തേക്ക് വിടും.
അത് സെയിം ഡിഫൻസ് സ്ക്രീൻ ആണെങ്കിൽ എന്താ റാബിറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻസിന്റെ അകത്തൊക്കെ ആയിരിക്കും സ്മോൾ ട്രബിള്, പക്ഷെ ലിംഫാറ്റിക് ടിഷ്യൂ ആയിരിക്കും കൂടുതൽ. അപ്പം ഡിഫൻസ് സ്ക്രീനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്. അതായത് ആന്റിജൻ പ്രസന്റ് ചെയ്യാനും WBC സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും സ്പ്ലീൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട്, അതായത് സ്റ്റോറേജും ആണ് ഡിഫൻസും ആണ്. അവർ ഇമ്മ്യൂണിറ്റിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യും, അതുപോലെ തന്നെ RBCയെ സ്റ്റോർ ചെയ്ത് വെച്ച് ആവശ്യമുള്ളപ്പോൾ റിലീസ് ചെയ്യാനും യൂസ് ചെയ്യും. അങ്ങനത്തെ എക്സാമ്പിൾ ആണ് റൂമിനന്റിന്റെയും പിഗിന്റെയും. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. റൂമിനന്റിന്റെയും പിഗ് അതായത് സ്വൈനിന്റെയും കേസിൽ ഇന്റർമീഡിയറ്റ് ടൈപ്പ് ആണ്. സ്റ്റോറേജ് സ്പ്ലീൻ കാണപ്പെടുന്നത് ഹോഴ്സിലും ഡോഗിലും ക്യാറ്റിലുമാണ്. അപ്പൊ അവരുടെ അടുത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, RBC സ്റ്റോർ ചെയ്ത് വെച്ചേക്കും, ആവശ്യമുള്ളപ്പോൾ ബ്ലഡ് വെസൽസിലോട്ട് ഇരിക്കും. അതുകൊണ്ട് തന്നെ RBC ഇതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി റെഡ് പൾപ്പാണ് കൂടുതൽ. ഡിഫൻസ് സ്പ്ലീൻ ആണെങ്കിൽ വൈറ്റ് പൾപ്പായിരിക്കും കൂടുതൽ. ഹ്യൂമൻസിന്റെ അകത്ത് റാബിറ്റിലുമാണ് ഇത് കാണപ്പെടുന്നത്. ഇതിന്റെ അകത്ത് കുറച്ച് ട്രബിക്കുലേ മാത്രമേ കാണുള്ളൂ, പക്ഷെ അബണ്ടന്റ് ആയിട്ട് വൈറ്റ് പൾപ്പ് കാണും. ഈ റൂമിനൻസ് നമുക്ക് കുറച്ചധികം പഠിക്കാം. ഓക്കെ, നമുക്കിന്ന് ഇതുപോലെ ഉള്ളൂ, നമുക്കിത് ഇന്ന് തന്നെ തീർക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അനാട്ടമി എന്ന് പറയുന്നത് റൂമിനന്റ് ഫോർ സ്റ്റൊമക്കിനെ പറ്റിയാണ്. അതായത് നമുക്ക് ഒരു കാര്യം അറിയാം, റൂമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അയവെട്ടുന്ന അനിമൽസിനെയാണ് നമ്മൾ റൂമിനൻസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പം ഇവർക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻസിന്റെ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ സിമ്പിൾ സ്റ്റൊമക് ആയിട്ടുള്ള അനിമലിന്റെ അകത്ത് നേരെ വരുന്നു, ഈസോഫാഗസ് വരുന്നു, പിന്നെ ഒരു സ്റ്റൊമക്. പക്ഷെ അയവെട്ടുന്നതായിട്ടുള്ള അനിമൽസിന്റെ അകത്ത് 4, അതായത് ഒരു ഇപ്പം നമ്മൾ ഫോർ സ്റ്റൊമക്കിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ട്രൂ സ്റ്റൊമക്കിന് മുന്നേ ആയിട്ട് ഒരു 3 അറകളുള്ള, അതായത് ശരിക്കും പറഞ്ഞാൽ 4 അറകളുള്ള ഇതുണ്ട്. ഇതിപ്പം വുമൻ ഫോർ സ്റ്റൊമക്ക് മാത്രം പറയുന്നതുകൊണ്ടാണ് അപ്പോമാസത്തിനെ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനെ ഏതൊക്കെ എടുത്തിരിക്കാം, വുമൻ, റെറ്റിക്കുലം, അനോമാസം ആൻഡ് അപോമാസം, അങ്ങനെ 4ആയിട്ട് തിരിക്കാം. ഇവരുടെ എല്ലാത്തിന്റെയും ലെയറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ അകത്ത് നോൺ ഗ്ലാൻഡുലാർ ആയിട്ടുള്ള ഒരു മ്യൂക്കസ് മെമ്പറൈൻ കാണും, 2 ലെയർ ആയിട്ടുള്ള ഒരു മസ്കുലാർ ലെയർ കാണും, ഒരു സെറോസ കാണും. ഇന്നർ സർക്കുലറും ഔട്ടർ ലോഞ്ചിറ്റ്യൂഡൻ ആണ്. 2 ലെയർ ഓഫ് മസ്കുലർ, ഔട്ടർ ലോഞ്ചിറ്റ്യൂഡ്, ഇന്നർ സർക്കുലർ. ഓക്കെ, അപ്പൊ നമ്മൾ റൂമിനൻസിന്റെ എടുത്തു കഴിഞ്ഞാൽ 4 ലെയർ, ഒരു 4 അറകളായിട്ടാണ് കാണപ്പെടുന്നത്. ഫസ്റ്റ് റൂമൻ, പിന്നെ റെറ്റിക്കുലം, പിന്നെ ഒമാസം ആൻഡ് അബോമാസം. ഇതില് അബോമാസത്തിന് നമുക്ക് ട്രൂ സ്റ്റൊമക്ക് എന്ന് വിളിക്കാം, കാരണം അവിടെയാണ് നമ്മുടെ എൻസൈമാറ്റിക് ആയിട്ടുള്ള ഡൈജഷൻ. റൂമനിലും ഒമാസത്തിലും റെറ്റിക്കുലത്തിലും നടക്കുന്നതെന്ന് വെച്ചാല് ഫെർമെന്റേറ്റീവ് ഡൈജഷൻ, അതായത് അവിടെ കുറെ മൈക്രോബ്സ് ഉണ്ടാവും. മൈക്രോബ്സ് മെറ്റബോളിക്കലി ഈ പാർട്ടിക്കിളിനെ വിഘടിപ്പിക്കുകയും അതിൽ നിന്ന് ബേസ്ഡ് ഓൺ ദാറ്റ് ആയിരിക്കും എന്താണ് റൂമനിലുള്ള മൈക്രോബ്സ് ആഹാര സാധനങ്ങൾ, അതായത് ആഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ അനിമൽസിന് കൊടുക്കുന്ന എന്താണ്, റഫേജസ് ആണ്. റഫേജസ് എന്ന് പറഞ്ഞാൽ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള, അപ്പൊ അതിനെ കഷ്ടിച്ച് വിഘടിപ്പിച്ച് ഈ പാട്ടാക്കിയിട്ട് റൂമനിൽ നിന്ന് അബ്സോർഷൻ നടക്കും. അപ്പൊ റൂമനിൽ അബ്സോർഷൻ അല്ല, റൂമനിൽ വന്നിട്ട് അവിടുത്തെ മൈക്രോബ്സ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഹെവി പാർട്ടിക്കിളായിട്ട് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് എന്നിവയെ വിഘടിപ്പിച്ചിട്ട് എന്തായിട്ട് മാറ്റും, വോളറ്റൈൽ ഫാറ്റി ആസിഡ് ആയിട്ട് മാറ്റും. വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് ഏതൊക്കെയാണ്, അസറ്റേറ്റ്, ബ്യൂട്രേറ്റ്, പ്രൊപ്യൂണേറ്റ് പോലുള്ള വോളറ്റൈൽ ഫാറ്റി ആസിഡ് ആയിട്ട് മാറ്റും. ഈ വോളറ്റൈൽ ഫാറ്റി ആസിഡ് എന്ത് പറ്റും, റൂമന്റെ അകത്തുള്ള ഫ്ലോറ അബ്സോർബ് ചെയ്തെടുക്കും, അല്ലെ? അപ്പൊ അത് എന്തെന്ന് പറ്റിയ മിൽക്ക് ഫാറ്റ് സിന്തസിസിന് വേണ്ടിയും അതുപോലെ തന്നെ റൂമന്റെ മൈക്രോഫ്ലോറ ആവശ്യമായിട്ടുള്ള എനർജിക്ക് വേണ്ടി ബ്യൂട്രേറ്റ് ഒക്കെ അങ്ങനെ എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ്, അതായത് ഗ്ലൂക്കോനിയോജെനിസിസ് ആയിട്ടുള്ള കീറ്റോജെനിസിസ് ആയിട്ടുള്ളതാണ് നമ്മുടെ പ്രൊപ്യൂണേറ്റ് എന്ന് പറയുന്നത്. അസറ്റേറ്റ് ഇതിന് പോവും. ഗ്ലൂക്കോസിന്റെ ഇതിനു വേണ്ടി പ്രൊപ്യൂണേറ്റ് എടുക്കും. അപ്പോൾ മിൽക്ക് ഫാറ്റിന് വേണ്ടി അസറ്റേറ്റ് എടുക്കും. ബ്യൂട്രേറ്റ് എന്ന് പറയുന്നത് ഒരു കീറ്റോ ആസിഡ്സ് ആണ്. അപ്പം ഇങ്ങനെ ആയിട്ട് മാറും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അകത്ത് അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കും, അപ്പൊ നമ്മൾ ഈ കവിന് കൊടുക്കുന്ന ഫുഡ് എല്ലാം വേസ്റ്റ് ആയി പോവാണല്ലോ മിസ്സേ, ഇവരെല്ലാം ഈ വോളറ്റൈൽ ഫാറ്റി ആസിഡ് ആയിട്ട് മാറ്റുന്നു. അപ്പൊ പിന്നെ നമ്മൾ കൊടുക്കുന്ന പ്രോട്ടീനോ അതിനൊന്നും ഒരു ഗുണവും ഇല്ലേ? കാരണം ഈ റഫേജ് ഫൈബർ ആണല്ലോ ഇവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പ്രോട്ടീൻ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നമ്മുടെ മൈക്രോബ്സ് കഴിക്കും. മൈക്രോബ്സ് എന്ത് ചെയ്യും, ഈ പ്രോട്ടീൻ നമ്മുടെ ഫുഡിലുള്ള ആനിമൽസിന്റെ ഫുഡിൽ, അത് ഫോർ എക്സാമ്പിൾ അവരുടെ ഫുഡിന്റെ അകത്തുള്ള ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, അതുപോലെ ചെറിയ ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ് ഒക്കെ കാണും, അതായത് അവർ കഴിക്കുന്ന പുൽവർഗത്തില്. അപ്പൊ ആ ഫാറ്റും പ്രോട്ടീൻസും ഇതെല്ലാം എന്ത് ചെയ്യും, പ്ലാന്റ് പ്രോട്ടീൻസ് എല്ലാം നമ്മുടെ മൈക്രോബ്സ് അബ്സോർബ് ചെയ്ത് മൈക്രോബ്സ് വളരാൻ തുടങ്ങും, അല്ലെ? അപ്പൊ മൈക്രോബ്സ് വളർന്നു കഴിഞ്ഞിട്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ റൂമനിൽ നിന്ന് അത് റെറ്റിക്കുലത്തിൽ പോകും ഫുഡിന്റെ കൂടെ തന്നെ. അപ്പം ഈ റീസോളോയിങ്, റീഗർജിറ്റേഷൻ, റീമാസ്റ്റിക്കേഷൻ,
അത് കഴിഞ്ഞ് ഫ്രീ സോളോയിങ് കഴിഞ്ഞിട്ട് ഇവിടെ എത്തും, റൂമനിലെത്തും. വീണ്ടും അവർ വീണ്ടും തടിച്ചുകയും ചെയ്യത്തില്ലേ, അയവെട്ടത്തില്ലേ, അയവെട്ടി കഴിഞ്ഞ് ഈ ഫുഡ് പാർട്ടികൾ വീണ്ടും ചെറുതായി വിഘടിച്ച് വീണ്ടും റൂമനിൽ എത്തുമ്പോഴേക്കും എന്ത് പറ്റും, മൈക്രോബ്സും ആയിട്ടുള്ള ഈ മൈക്രോബ്സ് ഇതിനെല്ലാം എടുത്ത് എന്താക്കി മാറ്റും, പ്രോട്ടീൻ ഒക്കെ എടുത്ത് മൈക്രോബ്സിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് എല്ലാം മൈക്രോബ്സിന്റെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ മൈക്രോബ്സിന്റെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് പറ്റുമെന്ന് വെച്ചാൽ അടുത്ത തവണ അതെല്ലാം റൂമിനേഷൻ നടത്തുമ്പോൾ ഇതെല്ലാം കൂടി അപോമാസം, റെറ്റിക്കുലം, ഒമാസം വഴി അപോമാസത്തിലെത്തും. അപോമാസത്തിൽ എത്തിച്ചേരുമ്പോൾ എന്ത് പറ്റും, ഈ മൈക്രോബ്സ് ഒക്കെ ചത്ത് അതെല്ലാം നശിച്ച് ആ മൈക്രോബ്സിന്റെ ശരീരത്തിലുള്ള പ്രോട്ടീൻസ് ഈ എൻസൈമാറ്റിക്കലി ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ പശു എന്ത് ചെയ്യും, ആഗിരണം ചെയ്തെടുക്കും. യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് എല്ലാം മൈക്രോബ്സ് വിഘടിപ്പിച്ച് മൈക്രോബിന്റെ വളർച്ചയ്ക്ക് വേണ്ടി യൂസ് ചെയ്തതിനു ശേഷം ഈ മൈക്രോബ്സ് എല്ലാം എന്ത് ചെയ്യും, ഈ ഫുഡിന്റെ കൂടെ റെക്ടിക്കുലം വഴി ഒമാസം വഴി അപോമാസത്തിലെത്തി എൻസൈമാറ്റിക് ഡൈജഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ പശുവിന് ആവശ്യമായിട്ടുള്ള മൈക്രോബ്സും ന്യൂട്രിയൻസും എല്ലാം കിട്ടുന്നത്. ഈ കാര്യം ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പൊ നമ്മളൊരു റൂമിന്റെ സ്റ്റൊമക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല്, റൂമിന്റെ അടുത്ത് എടുത്തു കഴിഞ്ഞാൽ ലാർജ് ആയിട്ടുള്ള ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് റൂമനാണ് അല്ലെ. ഇതെന്ന് പറയുന്നത് 3/4 ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പശുവിന്റെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ 3/4 ഫില്ലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം 4 കമ്പാർട്ട്മെന്റ് ആണുള്ളത്, റൂമൻ, റെറ്റിക്കുലം, ഒമാസ ആൻഡ് അമാസം. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ റൂമനെ നമുക്ക് അതർവൈസ് പോഞ്ച് എന്ന് വിളിക്കാറുണ്ട്, പോഞ്ച്. ഓക്കെ, അതിന്റെ റൂമന് ഡോഴ്സൽ സാക്ക് ഉണ്ട്, വെൻട്രൽ സാക്ക് ഉണ്ട്, കോഡോ വെൻട്രൽ സാക്ക് ഉണ്ട്, അങ്ങനത്തെ കുറെ സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാനൊരു ബ്ലൈൻഡ് സാക്ക് ആയിട്ടുള്ളതാണ്. റൂമനാണ് ലാർജസ്റ്റ്. അതിന്റെ ഇതെടുത്ത് കഴിഞ്ഞാൽ ഒരു കാർപ്പറ്റ് പോലത്തെ ഒരു അപ്പിയറൻസ്, മോർ ഓഫ് ദ ലെതർ അപ്പിയറൻസ് ആണ്. റെറ്റിക്കുലം എന്ന് പറയുന്നത് സെക്കൻഡ് ആയിട്ടുള്ള ലെയർ ആണ്. അവിടെ കാണപ്പെടുന്ന ഹണി കോംബ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അതായത് ഇതുകൊണ്ട് ആണ് ഹണി കോംബ് സ്ട്രക്ചർ. ഇതുപോലെ ഹണികോംബ് സ്ട്രക്ചർ ആണ്. പിന്നെ ഒമാസ, അതായത് മെനി പ്ലൈസ് അല്ലെങ്കിൽ പ്ലാസ്റ്ററിയം എന്ന് പറയും, സോൾട്ടേറിയ അല്ലെങ്കിൽ ഒമാസത്തിലെ മെനി ഫോൾസ്, അതായത് ബുക്ക് അല്ലെങ്കിൽ ഒരു ബൈബിളിനെ ആയിട്ടാണ് വരുന്നത്. കണ്ടോ, ഇതാണ് ഒമാസം. ഇതെല്ലാം സർഫസ് ഏരിയ. ഇതാണ് നമ്മുടെ അബോമാസം അതർവൈസ് കോൾഡ് കൂസ്റ്റൊമക്ക്. ഓക്കെ, കൂസ്റ്റൊമക്ക് എന്ന് പറയുന്നത് എൻസൈമാറ്റിക് ഡൈജഷൻ നടക്കുന്നത് ഇവിടെയാണ്. ബാക്കി 3 പാർട്ടിൽ എന്താണ്, ഫെർമെന്റേഷൻ ആണ് നടക്കുന്നത്. മൈക്രോബ്സ് വന്നിട്ട് ഫെർമെന്റ് ചെയ്യും. ഇത് മൊറോക്കോ ലെതർ അപ്പിയറൻസ്, നമ്മുടെ ടവലൊക്കെ പോലെ ഇരിക്കുന്ന അപ്പിയറൻസ് ആണ് റൂമനുള്ളത്. ഹണികോം ഷേപ്പാണ് റെറ്റിക്കുലത്തിന്റെ അകത്തുള്ളത്. ബുക്ക് അല്ലെങ്കിൽ മെനി പ്ലൈസ് ഇങ്ങനെ ഫോൾഡ് ആയിട്ട് മടക്കി വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നതാണ് നമ്മുടെ ഒമാസം. ആൻഡ് ഇത് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ട്രൂ സ്റ്റൊമക്ക് ആണ് അബോമാസം. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു റെനി, RENNI, റെനി. സ്റ്റൊമക്ക്. റൂമനെ നമുക്ക് എന്താന്ന് പറഞ്ഞാല്, റൂമൻ ഇരിക്കുന്നത് എപ്പോഴും ലെഫ്റ്റ് സൈഡ് ഓഫ് അബ്ഡോമനിലാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഏതാണ്, ലിവർ. ഹാർട്ട് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ലിവർ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ അബ്ഡോമനിലാണ് നമ്മൾ എന്തിരിക്കുന്നത്, നമ്മുടെ റൂമൻ ഇരിക്കുന്നത്. അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 7th and 8th ഇന്റർകോസ്റ്റൽ സ്പേസിൽ ഓഫ് ദ പെൽവിക് ഇൻലെറ്റ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, നമ്മളിപ്പോ ബ്ലോട്ടൊക്കെ വരുമ്പോ, അതായത് വയറിങ്ങനെ എക്സസീവ് ആയിട്ട് ഗ്യാസ് വരുമ്പോ നമ്മൾ ലെഫ്റ്റ് ഇന്റർകോസ്റ്റൽ സ്പേസിൽ വെച്ചിട്ടാണ് നമ്മൾ അറിയുന്നത്. അവിടെ ഡിസ്റ്റന്റ് ആയിട്ടുണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ് നമ്മൾ ബ്ലോട്ട് ഉണ്ടോ ഇല്ലയെന്ന് അറിയുന്നത്. അപ്പൊ 7th and 8th ഇന്റർകോസ്റ്റൽ സ്പേസിലാണ് റൂമൻ ഇരിക്കുന്നത്. അതിന് 2 സർഫസും 2 ബോർഡറും 2 എക്സ്ട്രിമിറ്റീസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ട, പക്ഷെ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. റെറ്റിക്കുലർ ഹണികോം ഷേപ്പ് ആണ്. ഒമാസത്തിന് മെനി ഫോൾഡ് ഉണ്ട്. അബോമാസമാണ് ട്രൂ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റെറ്റിക്കുലം ആണ് മോസ്റ്റ് ക്രേനിയലും സ്മോളസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇതുണ്ടോ റെറ്റിക്കുലം? ഇവിടെ നോക്കൂ, ഇവിടത്തെ ഏറ്റവും പാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ക്രേനിയൽ പാർട്ട് ഇരിക്കുന്നത് ഏതാണ്, റെറ്റിക്കുലം ആണ്. ഒമാസം എന്ന് പറയുന്നത് എലിപ്സോയിഡ് ഫോമിലാണ് ഉണ്ടായിരിക്കുന്നത്. 2 സർഫസ് ആണുള്ളത്. 7th and 11th ഇന്റർകോസ്റ്റൽ സ്പേസ് റിബിന്റെ അകത്താണ് ഏത് കാണപ്പെടുന്നത്, നമ്മുടെ റെറ്റിക്കുലം കാണപ്പെടുന്നത്. അത് കഴിഞ്ഞ ശേഷമാണ് അബോമാസം വരുന്നത്.
ഒമാസമാണ് 7th and 11th ഇന്റർകോസ്റ്റൽ സ്പേസിന്റെ അകത്ത് കാണപ്പെടുന്നത്. അത് കഴിഞ്ഞ് അബോമാസം വരും. പിന്നെ അവിടെ ഈ റെറ്റിക്കുലത്തിന്റെ ക്രേനിയൽ ബ്ലൈൻഡ് എൻഡ് എന്ന് പറയുന്നത് സൈഫോ റീജിയന്റെ അടുത്തായിരിക്കും. അത് നിങ്ങളിതൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട. അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ കാര്യങ്ങൾ ഈ റൂമൻ എന്ന് പറയുന്നതിന് മൊറോക്കോ ലെതർ അപ്പിയറൻസ് ആണ്, റെറ്റിക്കുലത്തിന് ഹണികോംബ് ഷേപ്പ് ആണ്, ട്രൂ സ്റ്റൊമക്ക് എന്ന് പറയുന്ന അബോമാസം ആണ്, 7th and 10th ഇന്റർകോസ്റ്റൽ സ്പേസിലുള്ളത് നമ്മുടെ റൂമൻ ആണ്. ഇനി നമ്മൾ റൂമന്റെ ഹിസ്റ്റോളജി എടുത്ത് നോക്കുവാണെങ്കിൽ മ്യൂക്കോസൽ പാപ്പില ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ചെറുതായിട്ട് ഇരിക്കുന്ന ഈ ഭാഗത്തിനെ കാണാൻ പറ്റുന്നുണ്ടോ? അതിനെയാണ് റൂമൻ പാപ്പില എന്ന് പറയുന്നത്. ടങ് ഷേപ്പ് ആയിട്ടുള്ള കോണിക്കൽ ആയിട്ടുള്ളതുണ്ട്. ഇവർക്ക് ഒരു ഗ്ലാൻഡോ ഒന്നും കാണത്തില്ല. കാരണം എന്താണ്? ഇവിടെ ഒരു അബ്സോർഷൻ ഒഴിച്ച് ഒരു എൻസൈമാറ്റിക് ഫംഗ്ഷനും നടക്കുന്നില്ല. എല്ലാം ഫെർമെന്റേഷൻ ആണ് കാണപ്പെടുന്നത്. കോർണിഫൈഡ് സ്ട്രാറ്റിഫൈഡ് സ്കോമസ് എപ്പിത്തീലിയം ആണ് ഇതിന്റെ അകത്ത് കാണപ്പെടുന്നത്. അത് സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്നത് റിലേറ്റീവ്ലി തിക്ക് ആണ്. കാരണം ഈ പാപ്പില ഉണ്ടല്ലേ, ഇങ്ങനെ നമ്മുടെ ഒരു എന്താ പറയുന്നത്, ഒരു ടവൽ എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റത്തില്ലേ, ബാറ്റ് ടവൽ. അപ്പൊ അതുപോലത്തെ ഒരു സ്ട്രക്ചർ ആണ്. ഈ പടത്തിൽ നന്നായിട്ട് അറിയാൻ പറ്റും. ഇത് സ്ട്രാറ്റിഫൈഡ് സ്കോമസ് എപ്പിത്തീലിയം ആണ് കാണപ്പെടുന്നത് കേട്ടോ. കോണിഫൈഡ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. ഇനി റൂമന്റെ എടുത്തു കഴിഞ്ഞാൽ ലാമിന പ്രൊപ്രിയ ഉണ്ട്, അതുപോലെ തന്നെ മസ്കുലാരിസ് മ്യൂക്കോസ ഉണ്ട്. ഈ ലെയർ എന്ന് പറയുന്നത് റൂമനിൽ ആബ്സെന്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് സബ് മ്യൂക്കോസ ഉണ്ടാവും, ടൂണിക്ക മസ്കുലാരിസ് ഉണ്ടായിരിക്കും. ഔട്ടർ ലോഞ്ചിറ്റ്യൂണലും ഇന്നർ സർക്കുലർ ലെയറും ആണ് കാണപ്പെടുന്നത് കേട്ടോ. ഇപ്പൊ കൊളാജൻ ഇലാസ്റ്റിക് ഫൈബറുള്ള ലാമിന പ്രൊപ്രിയ ഉണ്ട്, പിന്നെ സബ് മ്യൂക്കോസും ഉണ്ട്, ടൂണിക്ക മസ്കുലാരിസ്. ടൂണിക്ക മസ്കുലാരിസ് എന്ന് വെച്ചാൽ മസ്കുലർ ലെയർ എന്നാണ് അർത്ഥം. മസ്കുലർ ലെയറിൽ ഔട്ടർ ലോഞ്ചിറ്റ്യൂണലും ഇന്നർ സർക്കുലറും. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ റെറ്റിക്കുലം ഏത് ഷേപ്പിലായിരിക്കുന്നത്? ഹണികോംബ് ഷേപ്പിലായിരിക്കുന്നത്. അത് ഓർത്ത് വെക്കണം. ഹണികോംബ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. എൻക്ലോസ്ഡ് 4 സൈഡ് സെൽസ് ആണ് നിൽക്കുന്നത്. സബ്ഡിവൈഡ് ഡിസ്ക് മൈക്രോസ്കോപ്പിക് പാപ്പില ഇതിന്റെ അകത്ത് കാണപ്പെടും കേട്ടോ. നമ്മൾ മൈക്രോസ്കോപ്പിക് കൂടെ നോക്കുമ്പോൾ ഇതിന്റെ അകത്ത് പാപ്പില ഉണ്ട്. പാപ്പില സ്ട്രാറ്റിഫൈഡ് സ്കോമസ് ആയിട്ടുള്ള കോർണിഫൈഡ് എപ്പിത്തീലിയം വെച്ചിട്ടാണ് ഇരിക്കുന്നത്. റെറ്റിക്കുലം വാൾ എടുത്തു കഴിഞ്ഞാലും മസിൽ ഫോൾസ് ഉണ്ട്. വെരി ലാർജ് ആയിട്ടുള്ള മസിൽ. കാരണം റെറ്റിക്കുലം എന്ന് പറയുന്ന കൺട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ അതായത് റീഗർജിറ്റേഷൻ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് റെറ്റിക്കുലം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് ലാർജ് ആയിട്ടുള്ള സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ഉണ്ടായിരിക്കും. മസ്കുലാരിസ് മ്യൂക്കോസ ആബ്സെന്റ് ആണ്. മസ്കുലാർ ടോണിക്സിന്റെ അകത്ത് 2 ലൈൻ ഉണ്ട്. ഇനി ഒമാസം എടുത്തു കഴിഞ്ഞാൽ ഒമാസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വാട്ടറിന്റെയും അതുപോലെ തന്നെ അതായത് വാട്ടറും പിന്നെ ഇതും അതായത് നമ്മുടെ വോളറ്റൈൽ ഫാറ്റി ആസിഡ് VFA അബ്സോർഷൻ നടക്കുന്നത് ഒമാസത്തിൽ വെച്ചാണ്. അപ്പം ഇതിന്റെ അകത്ത് ആ അബ്സോർഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ലാമിനെ പ്രസൻസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ബുക്ക് പോലെ ഇങ്ങനെ അടുക്കിയിരിക്കുന്നത്. ഇതെല്ലാം ലൈൻ ചെയ്ത് സ്ട്രാറ്റിഫൈഡ് സ്കോമസ് എപ്പിത്തീലിയാണ്. അതുപോലെ ഡെൻസ് കാപ്പിലറി നെറ്റ്സ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. കാപ്പിലറി നെറ്റ്സ് എന്തിനാണെന്ന് വെച്ചാൽ ഈ വാട്ടറും അതുപോലെ തന്നെ വോളറ്റൈൽ ഫാറ്റി ആസിഡിന്റെയും അബ്സോർഷന് വേണ്ടിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാല് ലാമിന പ്രൊപ്രിയ ഉണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് മസ്കുലാരി മ്യൂക്കോസ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്നർ സർക്കുലർ ലെയർ ഉണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് കുറേ ഫോൾഡ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ മസ്കുലർ മ്യൂക്കോസ് ഈ സൈഡിലുണ്ട്. അത് കാരണം ഇതിന്റെ അകത്തുള്ള ഒരു മോഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എടുക്കുവാണെങ്കിൽ അടുത്ത സ്ട്രക്ചർ ആണ് ഗ്ലാൻഡുലാർ സ്റ്റൊമക്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ 3 സ്ട്രക്ചർ, അതായത് റൂമൻ, റെറ്റിക്കുല, ഒമാസം, ഇവരെന്നിലും ഞാൻ പറഞ്ഞു ഒരു എൻസൈമാറ്റിക് ആക്ടിവിറ്റി നടക്കുന്നില്ല. ഉള്ളി എന്താ നടക്കുന്നത്? എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഒന്നും ഇല്ലാതെ വെറും ഫെർമെന്റേഷൻ, അതായത് മൈക്രോബിയൽ ഫെർമെന്റേഷൻ നടക്കുന്നുള്ളൂ. ഈ ട്രൂ സ്റ്റൊമക് എന്ന് പറയുന്നത് അബോമാസ് ആണ്. ഗ്ലാൻഡുലർ സ്റ്റൊമക് എന്ന് പറയുന്നത് ടൂണിക് മ്യൂക്കോസ ഉണ്ട്. 3 പാർട്ടാണുള്ളത്. സർഫസ് എപ്പിത്തീലിയം ഉണ്ട്, ഗ്ലാൻഡുലാർ ആയിട്ടുള്ള ലാമിന പ്രൊപ്രിയ ഉണ്ട്. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ പോലെ തന്നെയാണുള്ളത്. ഇതിന്റെ അകത്ത് ഗ്ലാൻഡുലാർ മ്യൂക്കോസ ഉണ്ട്, അതിന്റെ അകത്ത് ഗ്യാസ്ട്രിക് പിറ്റ്സ് ഉണ്ട്. ഗ്യാസ്ട്രിക് പിറ്റ്സിന് വഴിയാണ് HCl-ഉം അതുപോലത്തുള്ള കാര്യങ്ങളെല്ലാം സെക്രീറ്റ് ചെയ്യുന്നത്. അതായത് എൻസൈംസും എല്ലാം ആവശ്യത്തിനനുസരിച്ച് സെക്രീറ്റ് ചെയ്യുന്നത് ഈ ഗ്യാസ്ട്രിക് പിറ്റ്സ് വഴിയാണ്. അപ്പൊ ലാമിന പ്രൊപ്രിയ എന്ന് പറയുന്നതിനകത്ത് എന്തുണ്ട്? ഗ്ലാസ്ട്രിക് ഗ്ലാൻഡ്സ് ഉണ്ട്. അതേപോലെയാണ് അബോമാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഗ്ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഫണ്ടിങ് ഗ്ലാൻഡ് ഉണ്ട്, പൈലോറിക് ഗ്ലാൻഡ് ഉണ്ട്, കാർഡിയക് ഗ്ലാൻഡ്. കാർഡിയക് പാർട്ടിൽ കാണപ്പെടുന്ന കാർഡിയക് ഗ്ലാൻഡ് എന്നും പൈലോറിക് ഏരിയയിൽ കാണപ്പെടുന്ന പൈലോറിക് ഗ്ലാൻഡ് എന്നും ഫണ്ടിങ് ഗ്ലാൻഡ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ അകത്ത് എടുത്ത് നോക്കി കഴിഞ്ഞാല് അതായത്
നമ്മുടെ സെയിം കാര്യം തന്നെയാണ് ഹ്യൂമൻസിന്റെ അകത്തൊക്കെ ഉള്ള പോലെ ചീഫ് സെൽസ് ഉണ്ട്. അതായത് ഇതിന്റെ അകത്ത് ചീഫ് സെൽസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹിസ്റ്റോപത്തോളജി അല്ലെങ്കിൽ ഹിസ്റ്റോളജി ചെയ്ത് നോക്കുമ്പോൾ HND പ്രിപ്പറേഷൻ ചെയ്ത് നോക്കുമ്പോൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് നല്ല ബ്ലൂ കളറിൽ കാണപ്പെടും. ഈ ചീഫ് സെൽസ് ആണ് നമുക്ക് പ്രോട്ടീൻ ഡൈജഷൻ ആവശ്യമായിട്ടുള്ള പെപ്സിനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ സൈമോജൻ, അതായത് ഈ സെക്രീറ്ററി സെൽസ് ആയിട്ടുള്ള സൈമോജൻസ് ചീഫ് സെൽസിൽ പ്രസന്റ് ആണ്. ഇതൊക്കെ ഫണ്ടി ഗ്ലാൻസ് ആണ് കേട്ടോ. ഫണ്ടി ഗ്ലാൻസിനാണ് ചീഫ് ഗ്ലാൻസ് എന്ന് പറയുന്നത്. ചീഫ് ഗ്ലാൻസിന്റെ അകത്തുള്ളത് സൈമോജൻസ് ആണ്. സൈമോജൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു സ്റ്റെയിൻ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഡീപ്പ് ആയിട്ടുള്ള കളർ കൊടുക്കും. ഇനിയുള്ളതാണ് ഫണ്ടി ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഫണ്ടി ഗ്ലാൻസിൽ രണ്ടെണ്ണമാണ് കാണപ്പെടുന്നത്, പരേറ്റലും നെക്ക് മ്യൂക്കസ് സെൽസും. ഈ പരേറ്റൽ സെൽസ് നമ്മൾ അതിനെ പറയുന്ന വേറൊരു പേരാണ് ഒക്സെന്റിക് സെൽസ് എന്ന് പറയും കേട്ടോ. ഈ ഒക്സെന്റിക് സെൽസിനെ നമ്മൾ HNE സ്റ്റെയിൻ ചെയ്യുമ്പോൾ ഇയോസിനായിരിക്കും അത് എടുക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ എടുക്കുമ്പോൾ HNE പ്രിപ്പറേഷനിൽ ബ്ലൂ കളറിലാണ് കാണപ്പെടുന്നത്. ഇവിടെ ഇയോസിനാണ് എടുക്കുന്നത്. ഗ്രാനുല എന്ന് പറയുന്ന ഈ ഇയോസിൻ കളർ. ഈ പരേറ്റൽ സെൽസ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ചീഫ് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഏതാണ്? പെപ്സിനും. പരേറ്റൽ സെൽസ് എന്ന് പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിനായിരിക്കും സെക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് നെക്ക് മ്യൂക്കസ് സെൽസ് എന്ന് പറയുന്നത്. അതായത് നെക്ക് ഓഫ് ദ ഗ്ലാൻഡ്, അതായത് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. ഈ മ്യൂക്കസ് എന്ന് പറയുന്നത് നമുക്കറിയാം HCl എന്ന് പറയുന്നത് അത്രയും കൊറോസീവ് ആയിട്ടുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ്. അതിന്റെ pH എന്ന് പറഞ്ഞാൽ 2.3 ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നോർമലായിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഒരു HCl അങ്ങനെ വീണ് കഴിഞ്ഞാൽ കൈ പൊള്ളി. പക്ഷെ നമ്മുടെ ബോഡിയിൽ നോർമലായിട്ട് തന്നെ HCl ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, നമ്മുടെ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നു. അതിനു വേണ്ടിയാണ് മ്യൂക്കസ് സെൽസ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഇൻട്രിൻസിക് ഫാക്ടർ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് വൈറ്റമിൻ B12 സെക്രീഷന്, അതല്ലെങ്കിൽ വൈറ്റമിൻ B12 അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ 3 ടൈപ്പാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ചീഫ് സെൽസ് ആണ്, പെപ്സിനാണ് ചെയ്യുന്നത്. അത് ബ്ലൂ കളറാണ് HNE സ്റ്റെയിനിങ് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. വേറെ പരേറ്റൽ സെൽസ്, അതർവൈസ് കോൾഡ് ഒക്സെന്റിക് സെൽസ്. ദീസ് ആർ വെരി ലാർജസ്റ്റ് ആയിട്ടുള്ള സെൽസ് ആണ്. ഇതിന്റെ സ്റ്റെയിൻസ് ചെയ്യുമ്പോൾ ആസിഡ് ആയിട്ടുള്ള ഇയോസിനാണ് എടുക്കുന്നത്. ദീസ് സെൽസ് ആർ സെക്രീറ്റിംഗ് ദ ഹൈഡ്രോക്ലോറിക് ആസിഡ്. നെക്ക് മ്യൂക്കസ് സെൽസ്, ഇംഗ്ലീഷ്, ഇവര് സെക്രീറ്റ് ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതായത് പരേറ്റൽ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ്. അത് നമ്മൾ HNE സ്റ്റെയിൻ ചെയ്യുമ്പോൾ ഇയോസിനാണ് ആ സ്റ്റെയിൻ എടുക്കുന്നത്, പരേറ്റൽ സെൽസ് അല്ലെ. സെയിം ടൈം നമ്മുടെ നെക്ക് സെൽസ് മ്യൂക്കസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അത് പ്രൊട്ടക്ട് ചെയ്യും. അതേപോലെ തന്നെ അത് ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഫാക്ടറിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് വൈറ്റമിൻ B12 അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ചീഫ് സെൽസ് എടുത്തു കഴിഞ്ഞാൽ ചീഫ് സെൽസ് എന്ന് പറയുന്ന പെപ്സിനെ സെക്രീറ്റ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് ചീഫ് സെൽസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഫണ്ടിക് സെൽസ് ആണ്. ഇത്രയും നമ്മൾ ഫണ്ടിക് ഗ്ലാൻസിനെ പറ്റിയെന്ന് പറയുന്നത്. ഫണ്ടിക് ഗ്ലാൻസിന് പിന്നെ ഉള്ളത് ക്രൊമാഫിൻ സെൽസ് ആണ്. ഇതെന്ന് പറയുന്നത് ബേസ്മെന്റ് മെമ്പറൈന് ചീഫ് സെൽസിന്റെ അടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ക്രൊമാഫിൻ സെൽസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില എൻസൈംസ് ഒക്കെ ഉണ്ട്. അതായത് സെക്രീറ്റിൻ, മ്യൂട്ടിലിൻ, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഗ്യാസ്ട്രിൻ അങ്ങനത്തെ ഒക്കെ ഉള്ള സെൽസ് ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ ഗ്യാസ്ട്രിൻ പോലുള്ള ഡൈജസ്റ്റീവ് എൻസൈം ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ക്രൊമാഫിൻ സെൽസ് എന്ന് പറയുന്നത്. ഇവർ ഇങ്ങനെ എടുത്ത് നോക്കും. നമ്മളിപ്പോ സ്റ്റെയിൻ ചെയ്ത് നോക്കുമ്പോൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ബ്ലാക്ക് വിത്ത് സിൽവർ ഇന്റഗ്രേഷൻ ടെക്നിക് ഒക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ അതൊന്നും അത്ര കാര്യമായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ 12th സ്റ്റാൻഡേർഡ് എക്സാം ആകുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കാം. ചീഫ് സെൽസ് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? പെപ്സിനാണ്. പരേറ്റൽ സെൽസ് എന്ന് പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ്. മ്യൂക്കസ് സെൽസ് എന്ന് പറയുന്ന മ്യൂക്കസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അത് വൈറ്റമിൻ ഇൻട്രിൻസിക് ഫാക്ടറിനെ സെക്രീറ്റ് ചെയ്യും. പിന്നെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാല് റൂമന്റെ പൊസിഷൻ 7 to 8 ഇന്റർകോസ്റ്റൽ സ്പേസിലാണ്, ഇന്റർകോസ്റ്റ് ഏരിയയിലാണ് കാണപ്പെടുന്നത്. റൂമന്റെ എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം വെച്ചിട്ടാണ് മേഡപ്പ് ചെയ്തിട്ടുള്ളത്. റൂമന്റെ മൊറക്കോ ലെതർ അപ്പിയറൻസ് ആണ്. റെറ്റിക്കുലർ ഹണി കോംബ് ഷേപ്പ് ആണ്. അതുപോലെ തന്നെ ഒമാസത്തിനകത്ത് മെനിഫോൾഡ് ഉണ്ട്. അബോമസ് ആണ് ട്രൂ സ്റ്റൊമക്ക്. ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. ഈ മസിൽ ലെയർ ഒന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുക.
എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റുക. ഒരുപാട് തവണ റിവിഷൻ ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, അതുപോലെ ഇതിന്റെ നോട്ട്സ് ഞാൻ നൽകാം. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ റിട്ടൺ നോട്ട്സ് തരാം. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ.